എല്ലാവരെയും സോളാർ സെഷനിലേക്ക് ഊഷ്മളമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നാം പരിചിന്തിക്കുന്ന വിഷയം നിലവിലുള്ള ഗ്യാസ്, പെട്രോൾ, ഡീസൽ എന്നിവ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ നമ്മൾ സോളാറിലേക്ക് മാറ്റുന്നതിന് വേണ്ടി, അത് ഇലക്ട്രിഫിക്കേഷൻ ചെയ്യുന്ന കാര്യങ്ങൾ എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് നാം ഇന്ന് പരിചിന്തിക്കുന്നത്. ഇന്ന് സോളാറുമായിട്ട് ബന്ധപ്പെട്ട അല്ലാത്തതാണെന്ന് തോന്നുന്ന ആള് കുറയാൻ കാരണം എന്ന് തോന്നുന്നു. പക്ഷെ യഥാർത്ഥത്തിൽ ഇനി വരുന്ന വർഷങ്ങളിൽ, ഒരു 2021 തുടർന്നുള്ള വർഷങ്ങളിൽ നിങ്ങൾക്ക് ഏറ്റവും അധികം ബിസിനസ് ലഭിക്കാൻ പോകുന്ന ഒരു മേഖല ശരിക്കും ഈ സോളാർ കിച്ചൺ, അല്ലെങ്കിൽ ഗ്യാസ്, അല്ലെങ്കിൽ പെട്രോൾ, ഡീസൽ എന്നിവയൊക്കെ കൺവേർട്ട് ചെയ്യുന്ന മെത്തേഡിനായിരിക്കും കൂടുതൽ ലഭിക്കുന്നത്. അതിന്റെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമുക്കിപ്പോ ഒരു 5 കിലോവാട്ട് സോളാർ പ്ലാന്റ് സ്ഥാപിച്ചു കഴിഞ്ഞാൽ ശരാശരി ഒരു 4000-4500 രൂപയാണ് കറണ്ട് ബില്ല് സേവ് ചെയ്യാൻ പറ്റുന്നതെങ്കിൽ, ഒരു 5 കിലോവാട്ട് സോളാർ പ്ലാന്റ് കൊണ്ടുള്ള ഒരു കിച്ചൺ വെക്കുവാണെങ്കിൽ ഒരു 10,000-നും 15,000-നും ഇടയ്ക്ക് സേവ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഒരു ഇലക്ട്രിക്കൽ കാറിനാണ് ഒരു 5 കിലോവാട്ട് സോളാർ പ്ലാന്റ് വെക്കുന്നതെങ്കിൽ അതിനൊരു 20,000 രൂപയോളം ശരാശരി സേവ് ചെയ്യാൻ പറ്റും. അതിൽ കൂടുതൽ സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് കിട്ടുന്ന ഏതാണോ മേഖല, അതിലേക്ക് ആളുകൾ തിരിയും. അപ്പോൾ സോളാറിന് കൂടുതൽ പ്രോഫിറ്റും അതേപോലെ ബിസിനസ് വർദ്ധിക്കും. ഇപ്പം ഒരു സോളാർ മേഖലയിൽ ഒരു കടുത്ത മത്സരമാണുള്ളത്. പലരും റേറ്റ് കുറച്ച് ചെയ്യുന്നു, അതുപോലെ തന്നെ പ്രോഫിറ്റ് കുറച്ച് ചെയ്യുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു സെഷൻ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതായത് ഡീസൽ, പെട്രോൾ, ഗ്യാസ് എന്നീ ഉപകരണങ്ങളിലെ സോളാറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പ്രാരംഭ നടപടി എന്ന നിലയിലാണ് നമ്മൾ ഈ കാര്യങ്ങളെ കുറിച്ചൊരു അവയർനെസ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. കാരണം ബിസിനസ് കൂടണം, അതുപോലെ തന്നെ പ്രോഫിറ്റും കൂടണം, എന്നാൽ മാത്രമേ ഉള്ളൂ. അതിനുവേണ്ടി ഇന്ന് നമുക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നത് അനീഷ് രാജേന്ദ്രൻ സാറാണ്. സാറ് EMCയിലെ എനർജി ടെക്നോളജിസ്റ്റ് ആണ്. അദ്ദേഹം ഒരു സർട്ടിഫൈഡ് എനർജി ഓഡിറ്റർ ആണ്. 10 വർഷമായിട്ട് എനർജി ഓഡിറ്റിംഗിൽ ഉണ്ട്. അതുപോലെ തന്നെ ഡിസൈൻ, എസ്റ്റിമേഷൻ, എറക്ഷൻ അങ്ങനെയുള്ള MEP വർക്ക്സ് ഒക്കെ ചെയ്യുന്നുണ്ട്. 200-ലധികം ഗസ്റ്റ് റൂംസ്, കൺവെൻഷൻ, അതൊക്കെ എനർജി ഓഡിറ്റബിൾ ആയിട്ട് അത് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. തീർച്ചയായും നമുക്ക് വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ ആയിരിക്കും നമുക്ക് ഇന്ന് ലഭിക്കുക. അത് കൂടാതെ ഇന്ന് നമുക്ക് ഇപ്പോൾ നമ്മുടെ തമ്പിസാറ് ഉണ്ട്. തമ്പിസാറിന് നമുക്കറിയാം. തമ്പിസാറ് നെടുമ്പാശ്ശേരി എയർപോർട്ടിന്റെ വർക്ക് ചെയ്ത ഇതാണ്, പ്രോജക്ട് സൂപ്പർവൈസർ ആണ്. തമ്പിസാറിനെയും ആ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി നമുക്ക് അരുൺ സാറും അതുപോലെ തന്നെ രാഹുൽ സാറും കുറച്ച് കഴിയുമ്പം ലൈനിൽ കയറുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവരിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും സോളാറിനെ സംബന്ധിച്ചുള്ള ഡൗട്ട്സ് അവരിൽ നിന്ന് നമുക്ക് ക്ലിയർ ചെയ്യാം. നമുക്കിപ്പോൾ അനീഷ് സാറിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. അനീഷ് സാർ ഒന്ന് വീഡിയോ ഓപ്പൺ ചെയ്യാം. ഓക്കെ സർ, ഓഡിബിൾ ആണോ? വോയിസ് ഓഡിബിൾ ആണോ? ഓഡിബിൾ ആണ് സാർ. താങ്ക് യു സർ. ജസ്റ്റ് ഞാൻ വീഡിയോ ഒന്ന് ഓൺ ചെയ്യാം. സാറിനെ കുറച്ച് സെൽഫായിട്ടൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കാമോ? ഓക്കെ, വീഡിയോ കാണാം. കാണാം സാർ, ക്ലിയർ ആണ്. ഓക്കെ, thank you Karan sir and Thambi sir. So thank you for giving this opportunity to present this energy auditing and energy conservation concepts, which are this nowadays this energy efficiency is very well connected to renewable energy. So I hope you all are working in the solar integration and solar related works. So which is a നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ചോളം ഏറ്റവും കൂടുതൽ റിന്യൂവബിൾ എനർജി സോഴ്സ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് സോളാറാണ്. ഇപ്പോൾ സോളാർ ഇൻ്റഗ്രേഷനിൽ ഇപ്പം ഒരുപാട് ചെറുപ്പക്കാർക്ക് ഒരു തൊഴിലവസരം
നൽകുന്ന ഒരു മേഖലയാണ്. അപ്പോൾ ഞങ്ങൾ ശരിക്കും എനർജി ഓഡിറ്റിംഗ് ആണ് ഞങ്ങളുടെ ഏരിയ. അപ്പോൾ നമ്മുടെ ഈ ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് ദിസ് ബോത്ത് റിന്യൂവബിൾ എനർജി ആൻഡ് എനർജി എഫിഷ്യൻസി ഷുഡ് ഗോ ഹാൻഡ് ഇൻ ഹാൻഡ്. അപ്പോൾ നമ്മുടെ ഊർജ്ജ സംരക്ഷണം എന്ന് പറയുന്നത് ഒരു ഭാഗമാണ് റിന്യൂവബിൾ എനർജി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിന് I thank the organizers. So I hope we will start the session also. Thank you, sir. Sir, screen share ചെയ്തോട്ടെ? ചെയ്തോളൂ സാറേ. ഓക്കെ, ഞാൻ ഈ വീഡിയോ ഒന്ന് സ്റ്റോപ്പ് ചെയ്യണം സാർ. ഇവിടെ ശരിക്കും ബാൻഡ്വിഡ്ത്ത് കുറച്ച് കുറവാണ്. അപ്പം ഓക്കെ ഓക്കെ. സ്ക്രീൻ വിസിബിൾ ആണോ സർ? ക്ലിയർ ആണ്. ക്ലിയർ ആണ്. ഫുൾ സ്ക്രീൻ ആയി. ഇപ്പോ ഫുൾ സ്ക്രീൻ വ്യൂ കിട്ടുന്നുണ്ടോ? ഇല്ല, ഫുൾ സ്ക്രീൻ ആയില്ല സാർ. ഓക്കെ, ജസ്റ്റ് ചെക്ക്. ഇപ്പോഴോ സർ? ഓക്കെ ഓക്കെ. സോ ഷാൽ വി സ്റ്റാർട്ട് ദ സെഷൻ? ഓക്കെ. Okay, so good evening and to all the participants. First of all, I wish happy Diwali to all the participants. So shall we interact in Malayalam or English, sir? Which is comfortable for the participants. Sir, sound ഇത് വരുന്നുണ്ട്, ഡിസ്റ്റർബൻസ് വരുന്നുണ്ട്. Sound disturbance ഉണ്ടോ? Okay. നെറ്റ് കുറവാണെന്ന് തോന്നുന്നു സാർ. നെറ്റ് കുറവാണോ സാറിന്? ഇവിടെ ഫുൾ റേഞ്ച് കാണിക്കുന്നുണ്ട്. അതെ സാർ, അല്ലെങ്കിൽ വീഡിയോ ഓഫ് ചെയ്തിട്ട് പിക്ചർ കാണിച്ചിട്ട് പറഞ്ഞിട്ട് പിന്നെ ഒന്നുകൂടെ ഇത് ചെയ്താൽ മതി. വേണമെങ്കിൽ രണ്ടും കൂടെ വരും. വീഡിയോ ഇപ്പൊ ഓഫ് ആണ്. ഇപ്പൊ സൗണ്ട് ക്ലിയർ ആണോ? ഇപ്പൊ ക്ലിയർ ആ സാർ. ഇപ്പൊ ക്ലിയർ ആണ്. ഓക്കെ ഓക്കെ. സോ മലയാളം ആണോ ഇംഗ്ലീഷ് ആണോ? വിച്ച് ലാംഗ്വേജ് ഈസ് കംഫർട്ടബിൾ? മലയാളമാണ് കൂടുതലും. ശരി ശരി, ഓക്കെ. സോ നമുക്ക് മലയാളത്തിൽ തന്നെ ഇന്ററാക്ട് ചെയ്യാം. സോ നമ്മുടെ ഇതിലിപ്പോൾ നമ്മൾ ഇംഗ്ലീഷിലാണ് സ്ലൈഡ്സ് എല്ലാം പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഞാനത് മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. സോ നമ്മൾ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത്, നമ്മൾ ഇപ്പോൾ അറിയാം, നമുക്ക് ഇൻഡസ്ട്രീസിലെല്ലാം നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്നത് ഫോസിൽ ഫ്യൂൽസ് ആണ്. അപ്പോൾ ഫർണസ് ഓയിൽ, കോൾ, ഇതൊക്കെ പോലെയുള്ള ഫോസിൽ ഫ്യൂൽസ് ആണ് നമ്മൾ ഇൻഡസ്ട്രീസിലെല്ലാം കൂടുതൽ യൂസ് ചെയ്യുന്നത്. കൂടുതലും നമ്മൾ ഹീറ്റിംഗ് ആപ്ലിക്കേഷൻസ് ആണ് നമുക്ക് ഇൻഡസ്ട്രീസിലെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഇതിന് നമുക്ക് മുമ്പ് ഒരു കാലത്ത് നമുക്ക് ഇലക്ട്രിസിറ്റി കുറച്ചൊരു കോസ്റ്റ്ലി അഫെയർ ആയിരുന്നു ഹീറ്റ് ചെയ്യാനായിട്ട്. കാരണം നമുക്ക് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് ഹൈ ക്വാളിറ്റി എനർജിയാണ്. നമ്മൾ ആൾറെഡി പവർ പ്ലാന്റിൽ, തെർമൽ പവർ പ്ലാന്റിൽ അല്ലെങ്കിൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റിൽ നമ്മൾ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഒരു അത്ര എഫിഷ്യൻ്റ് അല്ലാത്തൊരു പ്രോസസ്സിൽ കൂടെയാണ് നമ്മൾ ജനറേറ്റ് ചെയ്യുന്നത്. സോ അത് നമ്മൾ ട്രാൻസ്മിഷൻ വഴി വരുന്ന വീണ്ടും ലോസ് ഉണ്ടാവുന്നു. നമ്മൾ എൻഡ് യൂസറിലേക്ക് എത്തുന്ന സമയത്ത് ഏകദേശം നമ്മൾ 2 യൂണിറ്റ് ജനറേറ്റ് ചെയ്താലേ നമുക്ക് 1 യൂണിറ്റ് കൺസ്യൂമർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ഏകദേശം 50% നമുക്ക് ലോസ് സഫർ ചെയ്യണം. ഞാൻ പറയുന്നത് ജനറേഷൻ എൻഡ് തൊട്ടുള്ള ലോസസ് ആണ്. അപ്പോൾ നമുക്കിപ്പോൾ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ, നമുക്കറിയാം, നമ്മളെല്ലാം ഈ സോളാറിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ നമുക്ക് ഈ കൂടുതലും റിന്യൂവബിൾ സോഴ്സസ് വെച്ചിട്ട് നമുക്ക് എല്ലാ കൺസ്യൂമേഴ്സും നമ്മൾ പ്രോസ്യൂമർ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. അതായത് ഈ കൺസ്യൂമേഴ്സിന് പ്രൊഡ്യൂസ് ചെയ്യാനും പറ്റും. അപ്പോൾ നമ്മൾ എല്ലാ ഉപഭോക്താക്കളും ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യാനായിട്ട് സോളാർ ഗ്രിഡ് ടൈപ്പ് പവർ പ്ലാന്റ് വെച്ചിട്ട് നമുക്ക് സാധിക്കും. നമ്മൾ ഡീസെൻട്രലൈസ്ഡ് ജനറേഷനിലേക്കാണ് പോകുന്നത്. അപ്പൊ നമുക്ക് ഈ മുമ്പുള്ള
സ്ഥിതി എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ എഫിഷ്യന്റ് ആയിട്ടുള്ള ഇലക്ട്രിസിറ്റി ആ ഒരു ഡിഫൈൻ ലോസ് കഴിഞ്ഞ് വരുന്ന ഇലക്ട്രിസിറ്റി നമ്മൾ ഹീറ്റിംഗ് ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കുമ്പോൾ ഇറ്റ് ഈസ് നോട്ട് എഫിഷ്യന്റ്. ഇപ്പോൾ നമുക്ക് ഈ അക്ഷയ ഊർജ്ജം വഴി കിട്ടുന്ന വോയിസ് ഓഡിയബിൾ അല്ലേ? ഓഡിയബിൾ അല്ല. ഹലോ ഹലോ സൗണ്ട് ക്ലിയർ അല്ല. ക്ലിയർ അല്ല. ഓക്കെ സൗണ്ട് ക്ലിയർ. സാർ ഒരു 2 മിനിറ്റ് ഞാൻ ഹെഡ്സെറ്റ് ഒന്ന് മാറ്റാം. ഹെഡ്സെറ്റ് ഇപ്പൊ വ്യക്തമാണ്. ഇപ്പൊ ഓക്കെ ആണോ? ഓക്കെ. ഇപ്പൊ ഓക്കെ ആണ്. ഓക്കെ. സോ ഇനി എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ ഒന്ന് പറയണം സാർ. ഞാൻ ഹെഡ്സെറ്റ് ഒന്ന് മാറ്റാം. ഓക്കെ. സോ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് നമ്മളിപ്പോ കൺവെൻഷണൽ ആയിട്ട് ചെയ്യുന്നതെന്ന് പറയുന്നത് നമ്മൾ റിന്യൂവബിൾ എനർജി ഇല്ലായിരുന്ന സമയത്ത് നമുക്ക് കോൾ അല്ലെങ്കിൽ ഹൈഡൽ ബേസ്ഡ് കൺവെൻഷണൽ ജനറേഷൻ വഴിയാണ് നമ്മുടെ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നത്. ജനറേറ്റ് ചെയ്ത ഇലക്ട്രിസിറ്റി നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്ത് എൻഡ് യൂസറിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് നമുക്ക് കൺസ്യൂമേഴ്സിന് ഇലക്ട്രിസിറ്റി കൊടുക്കുമ്പോൾ നമുക്ക് ഏകദേശം 50% നമ്മൾ ലോസ് സഫർ ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ പിന്നെയും നമ്മൾ ഇതിനൊരു ഹീറ്റിംഗ് ആപ്ലിക്കേഷന് വേണ്ടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതൊരു എഫിഷ്യന്റ് ആയിട്ടുള്ള പ്രോസസ് ആയിരിക്കില്ല. സോ പക്ഷെ ഇപ്പോൾ നമുക്കറിയാം, നമ്മളെല്ലാം ഈ സോളാറിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. നമുക്ക് നമ്മുടെ കൺസ്യൂമേഴ്സിന് തന്നെ ഈ ഗ്രിഡ് ടൈ സോളാർ ഇത് വെച്ചിട്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇപ്പോൾ ഡീസെൻട്രലൈസ്ഡ് ജനറേഷൻ ആണ് ഇപ്പോൾ നടക്കുന്നത്. സോ നമുക്ക് ഇവിടെ ട്രാൻസ്മിഷൻ ലോസും ജനറേഷൻ ലോസും നമുക്ക് കാര്യമായിട്ട് വരുന്നില്ല. അപ്പൊ ഇപ്പോൾ നമ്മൾ വീണ്ടും ഇത് ഹീറ്റിംഗ് പ്രോസസ്സിന് നമ്മൾ ഇലക്ട്രിസിറ്റി പ്രൊമോട്ട് ചെയ്യുകയാണ്. സോ അതാണ് നമ്മൾ ഇന്നത്തെ ഒരു ചർച്ചാ വിഷയം. എങ്ങനെ നമുക്ക് ഫ്യൂവൽ സ്വിച്ചിങ് ടു നമുക്ക് യൂസ് ചെയ്യുന്ന കൺവെൻഷണൽ ഫ്യൂവൽ എങ്ങനെ ഇലക്ട്രിസിറ്റിയിലേക്ക് മാറാം, അതുകൊണ്ട് നമുക്ക് പ്രോസസ്സിൽ എന്താണ് നേട്ടം. സർ വോയിസ് ക്ലിയർ ആണല്ലോ അല്ലേ? ക്ലിയർ ആണ്. ഓക്കെ, താങ്ക് യു. സോ നമുക്ക് ഫസ്റ്റ് ഇതിലേക്ക് പോകാം. അപ്പൊ നമ്മൾ ഇപ്പം ഈ ചർച്ച ചെയ്തിരിക്കുന്ന വിഷയത്തിന്റെ എല്ലാം തുടക്കം എന്ന് പറയുന്നത് ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഡെവലപ്മെന്റ് ആണ്. അതായത് നമുക്ക് ശാശ്വതമായിട്ടുള്ള ഡെവലപ്മെന്റ്, അതിനെയാണ് നമ്മൾ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. നമ്മുടെ ഒരു ക്ലൈമറ്റ് ചേഞ്ച് ആക്ഷൻ പ്ലാൻ ഒക്കെ വന്നു, നമ്മൾ പാരീസ് എഗ്രിമെന്റ് ഒക്കെ ചെയ്തു. അപ്പൊ നമുക്കൊരു 17 ഗോൾസ് ആണ് നമുക്ക് ഈ ശാശ്വതമായ ഡെവലപ്മെന്റ്സിലേക്ക്. ഇത് എനർജി മാത്രമല്ല, നമ്മുടെ ഡെവലപ്മെന്റ് ആയിട്ട് ആക്ടിവിറ്റീസ് എല്ലാം വരുന്നത് ഈ ഒരു 17 ഗോൾസ് നമ്മൾ UN ഇത് പോളിസിയിൽ പറയുന്നുണ്ട്. അപ്പൊ ഇതിൽ പോവർട്ടി വരുന്നുണ്ട്, ഹങ്കർ എന്ന് പറയുന്ന പോവർട്ടി ഹങ്കർ നമ്മൾ പരിഹരിക്കണം, അൺഎംപ്ലോയ്മെന്റ് ഇത് ചെയ്യണം, വിമൻ എംപവർമെന്റ്, സോ ക്ലീൻ വാട്ടർ ഫോർ ഓൾ. അപ്പൊ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ഇതിൽ നമ്മൾ 7th ഗോൾ എന്ന് പറയുന്നത് നമ്മൾ അഫോർഡബിൾ ആൻഡ് ക്ലീൻ എനർജിയാണ്. സോ നമ്മൾ ഈ അഫോർഡബിൾ ക്ലീൻ എനർജി എന്ന് പറയുമ്പോൾ 2 കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. ഒന്ന്, ഊർജ്ജക്ഷമമായിട്ടുള്ള പ്രോസസ്സുകൾ, ഊർജ്ജക്ഷമതയുള്ള, അതായത് എനർജി എഫിഷ്യൻസി, ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ എന്ന് പറയുന്നത് ഈ എനർജി ക്ലീൻ ആയിരിക്കണം. ക്ലീൻ ഇൻ ദ സെൻസ് ഇറ്റ് ഷുഡ് നോട്ട് പ്രൊഡ്യൂസ് എനി നമുക്ക് പൊല്യൂഷൻ ഒന്നും ഉണ്ടാക്കാത്ത ക്ലീനർ സോഴ്സസ് ലൈക്ക് സോളാർ, വിൻഡ്, ബയോമാസ്, ഇതുപോലെയൊക്കെ എനർജിയിലേക്ക് നമ്മൾ കൂടുതൽ റിലേ ചെയ്യണം. നമുക്കറിയാം, നമ്മളിപ്പോൾ കൺസ്യൂം ചെയ്യുന്ന ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് ഒരു എനർജി മിക്സ് ആണ്. അതായത് നമ്മുടെ ഗ്രിഡിൽ നിന്ന് കിട്ടുന്ന ഇലക്ട്രിസിറ്റി ഇപ്പൊ ഹൈഡൽ ആണോ, തെർമൽ ആണോ, ന്യൂക്ലിയർ ആണോ, സോളാർ ആണോ നമുക്ക് അറിയാൻ പറ്റില്ല. നമ്മൾ ഗ്രിഡിൽ നമുക്ക് ഇലക്ട്രിസിറ്റി കിട്ടുന്നു, നമ്മൾ മീറ്റർ ചെയ്യുന്നു, എടുക്കുന്നു. സോ ഇതൊരു എനർജി മിക്സ് ആണ്. അപ്പൊ ഇതിനകത്ത് പ്രോമിനൻസ് ആയിട്ടുള്ള മിക്സ് ഇപ്പൊ കോളാണ്. കാരണം എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മൾ 30% നമുക്ക് ആവശ്യമുള്ളതിന്റെ 30% ആണ് നമ്മൾ സംസ്ഥാനത്ത് ഉത്പാദിപ്പിക്കുന്നത്. നമുക്ക് പോയിട്ട് 70% നമ്മൾ പുറത്ത് നിന്ന് വൈദ്യുതി വാങ്ങുകയാണ്. അപ്പൊ ഈ വാങ്ങുന്നതിൽ ഒരു പ്രോമിനന്റ് ഷെയറും കോളാണ്. നമുക്ക് കോൾ ബേസ്ഡ് ജനറേഷൻ ആണ് കൂടുതൽ ഉള്ളത്. സോ നമുക്ക് എങ്ങനെ അഫോർഡബിൾ ആൻഡ് ക്ലീൻ എനർജി നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ എനർജി എഫിഷ്യൻസിയും റിന്യൂവബിൾ എനർജി 2 സൊല്യൂഷൻ വെച്ച് നമ്മൾ പറയുന്നത്. ഇനി നമുക്കറിയാം, ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞത് വെച്ച് തന്നെ നമുക്ക് നമ്മുടെ ഒരു എക്കോണമി ഡെവലപ്പ് ചെയ്യണമെങ്കിൽ, അതായത് നമ്മുടെ ഒരു ശാശ്വതമായ എക്കണോമിക് ഡെവലപ്മെന്റിന് നമുക്ക് ഒരു രാജ്യത്തിന് വേണ്ട ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ഊർജം, സോ എനർജി. സോ ഇത് നമ്മുടെ നമ്മൾ ഏതൊരു സ്ഥാപനത്തിന്റെയും ആനുവൽ ടേൺ ഓവർ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ അതിന്റെ ഒരു 10 തൊട്ട് 12% വരെ എനർജി കോസ്റ്റ് ആയിരിക്കും മീറ്റ് ചെയ്യുന്നത്. സോ നമുക്കിപ്പോ നമ്മൾ ഈ എനർജി എഫിഷ്യൻസി പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസി എന്ന സെൻട്രൽ ഗവൺമെന്റ് സ്ഥാപനം പ്രൊമോട്ട് ചെയ്യുന്ന ഒരു 8 മിഷൻസിൽ ഒരു മിഷനാണ് നാഷണൽ മിഷൻ ഫോർ എൻഹാൻസ്ഡ് എനർജി എഫിഷ്യൻസി.
ഇത് നമ്മുടെ നാഷണൽ ആക്ഷൻ പ്ലാൻ ഫോർ ക്ലൈമറ്റ് ചേഞ്ച്, നമ്മളെ പാരീസ് അഗ്രിമെന്റ് സൈൻ ചെയ്ത ടൈമിൽ വന്ന 8 മിഷനിൽ ഒന്നാണ്. ഇനി നമ്മുടെ ഇൻഡസ്ട്രിയൽ കൺസപ്ഷൻ, അതായത് വ്യാവസായിക മേഖലയിലെ ഊർജ ഉപയോഗം നോക്കുകയാണെങ്കിൽ 50% ഇൻഡസ്ട്രിയൽ കൺസപ്ഷൻ ആണ്. സോ നമുക്ക് ഒരു 40% നമ്മുടെ ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റിയും നമ്മുടെ നോൺ ഫോസിൽ ഫ്യൂൽ അല്ലെങ്കിൽ റിന്യൂവബിൾ എനർജി ആയിരിക്കണമെന്ന് നമ്മൾ ഗവൺമെന്റ് പോളിസി ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മളിപ്പോൾ ഈ സോളാർ ജനറേഷൻ ഒക്കെ കാര്യമായിട്ട് നമ്മൾ ഓണ്ടർപ്രണേഴ്സ് ഒക്കെ ഇതിനകത്ത് വരുന്നു, പുതിയ പുതിയ ഇന്റഗ്രേറ്റേഴ്സ് വരുന്നു. നമ്മൾ എല്ലാവരും ഒരു പോസിറ്റീവായിട്ട് സോളാർ അഡാപ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. സർ വോയിസ് ക്ലിയർ ആണല്ലോ അല്ലേ? ക്ലിയർ ആണ്. ഓക്കെ. എന്തെങ്കിലും ഇൻട്രപ്ഷൻ ഉണ്ടെങ്കിൽ ഒക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് പറഞ്ഞാൽ മതി. ഓക്കെ. സോ നമ്മുടെ ഇലക്ട്രിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു നമ്മുടെ ഇൻഡസ്ട്രിയൽ പ്രോസസ്സ് ഇലക്ട്രിഫൈ ചെയ്യുന്നതിലൂടെ എന്താണ് നേട്ടം എന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ഓവറോൾ ഒരു എനർജി സ്കിനാരിയോ നമ്മൾ കേരളത്തിലെയും നമ്മുടെ നേഷൻ രണ്ടും നമ്മൾ കമ്പയർ ചെയ്യാം. നമ്മുടെ എനർജി സ്കിനാരിയോ നോക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു, കേരളത്തിൽ കൂടുതലും നമുക്ക് ഹൈഡ്രോ പവർ പ്ലാന്റ്സ് ആണുള്ളത്, 72%. നമുക്ക് കുറച്ച് 23% തെർമൽ ജനറേഷൻ ഉണ്ട്. പിന്നെ നമുക്കൊരു 5% റിന്യൂവബിൾ എനർജി ജനറേഷൻ ഉണ്ട്, അക്ഷയോർജ്ജം. ഇനി നമ്മൾ നാഷണൽ ലെവലിൽ നോക്കുകയാണെങ്കിൽ 62% നമ്മൾ തെർമൽ ജനറേഷൻ ആണ്, അതിനാണ് ഷെയർ കൂടുതൽ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ കാരണം. നമുക്ക് കിട്ടുന്ന ഇലക്ട്രിസിറ്റി മിക്സിൽ കോളാണ് ഏറ്റവും കൂടുതൽ ഷെയർ വഹിക്കുന്നത്. പിന്നെ നമുക്ക് ഒരു 23% റിന്യൂവബിൾ എനർജി നമുക്കുണ്ട്. ഇനി ഉപയോഗത്തിന്റെ കാര്യം നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയത്തിന്റെ പ്രധാനപ്പെട്ട ഘടകം. ഇതാണ് നമ്മള് ഈ എനർജി സ്കിനാരിയോ നമ്മൾ പറയുന്നത് നോട്ട് ഓൺലി ഇലക്ട്രിസിറ്റി ബട്ട് ആൾ ദ സോഴ്സസ്, നമ്മൾ ഇലക്ട്രിസിറ്റി മാത്രമല്ല ഇതിൽ പറയുന്നത്, നമ്മൾ എല്ലാം, അതായത് ട്രാൻസ്പോർട്ടിന് ഉപയോഗിക്കുന്ന ഫ്യൂവലും LPG ഇതെല്ലാം നമ്മൾ ഇതിൽ വരും. ഇതിൽ നമ്മൾ ടോട്ടൽ എനർജി കൺസപ്ഷൻ എടുക്കുമ്പോൾ ഇതിലൊരു 42% എനർജി കൺസ്യൂം ചെയ്യുന്നത് ഫർണസ് ഓയിൽ ആയിക്കോട്ടെ, അത് കോളായിക്കോട്ടെ, ഇലക്ട്രിസിറ്റി ആയിക്കോട്ടെ. 42% നമ്മുടെ ദേശീയ തലത്തിൽ പങ്കുവഹിക്കുന്നത് ഇൻഡസ്ട്രിയാണ്. പക്ഷെ കേരളത്തിൽ നമുക്ക് ഉപഭോക്താക്കൾ കൂടുതൽ ഡൊമസ്റ്റിക്കിലാണ്. പക്ഷെ നമ്മൾ ഇൻഡസ്ട്രി, നമ്മൾ നാഷണൽ ലെവലിൽ നോക്കുമ്പോൾ 42% നമുക്ക് ഇൻഡസ്ട്രിയൽ കൺസ്യൂമേഴ്സ് ആണുള്ളത്. സോ ഇവിടെ നമുക്ക് ഒരു എനർജി ഒപ്റ്റിമൈസ് ചെയ്യാൻ, നമുക്ക് ഊർജം ഒപ്റ്റിമൈസ് ചെയ്ത് ഒരു നമുക്ക് ഫ്യൂവൽ സ്വിച്ചിങ്ങിലേക്ക് മാറിയാൽ അത് ഒരു ഇലക്ട്രിസിറ്റി ഡിമാൻഡ് കൂട്ടും. പക്ഷെ ഈ കൂടുന്ന ഡിമാൻഡ് നമ്മൾ റിന്യൂവബിൾ എനർജി വെച്ചിട്ട് ഓഫ്സെറ്റ് ചെയ്യാനാണ് നമ്മൾ നോക്കുന്നത്. അതായത് ഞാൻ ഒന്നുകൂടെ പറയാം, നമുക്ക് 42% നമുക്ക് വ്യാവസായിക ആയിട്ടുള്ള ഉപഭോക്താക്കളാണ് ഉള്ളത്. നമുക്ക് എനർജി ഡിമാൻഡ് കൂടുതലാണ്. അപ്പൊ ഈ കൂടിയ ഡിമാൻഡ് മീറ്റ് ചെയ്യുന്നത് നമ്മൾ ഫർണസ് ഓയിൽ, കോള്, അങ്ങനെയുള്ള പെട്രോളിയം ഫ്യൂവൽസ് വെച്ചിട്ടാണ്. ഇത് നമ്മൾ ക്ലീൻ ആണോ? അല്ല, ഇതൊക്കെ കാർബൺ എമിഷൻ കൂടുതലാണ്. സോ നമ്മൾ ഇത് ഓഫ്സെറ്റ് ചെയ്തിട്ട് ഇതിന് പകരം ഫ്യൂവൽ സ്വിച്ച് ചെയ്ത് നമ്മൾ ഇലക്ട്രിസിറ്റിയിലേക്ക് മാറുന്ന സമയത്ത് കാർബൺ എമിഷൻ കുറയും, നമ്മൾ ഇലക്ട്രിസിറ്റി ഡിമാൻഡ് കൂടും. സ്വാഭാവികമായിട്ട് നമുക്ക് ഇലക്ട്രിസിറ്റി ഡിമാൻഡ് അവിടെ കൂടും. ഫോസിൽ ഫ്യൂവൽ ജനറേഷൻ കുറഞ്ഞിട്ട് ഇലക്ട്രിസിറ്റി ഡിമാൻഡ് കൂടും. സോ ഇത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ഒരിക്കലും കോൾ ബേസ്ഡ് ജനറേഷൻ വെച്ചിട്ടായിരിക്കില്ല. ഇത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് റിന്യൂവബിൾ ജനറേഷൻ വെച്ചിട്ട് ആയിരിക്കും. ഇനി നമുക്ക് നോക്കാം, ഈ പറഞ്ഞ കാര്യത്തിന്റെ ഒരു അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് കാർബൺ ഫുട് പ്രിന്റ് ആണ്. നമുക്ക് നോക്കാം ഓരോ ഫ്യൂവൽസിനും അതിന്റെ കാർബൺ ഫുട് പ്രിന്റ് എങ്ങനെയാണ്. നമുക്ക് ഡീസൽ എന്ന് പറഞ്ഞ ഫ്യൂവൽ നമ്മൾ ബേൺ ചെയ്യുമ്പോൾ 1 ലിറ്റർ ഡീസൽ നമ്മൾ ബേൺ ചെയ്യുകയാണ്. നമുക്ക് 2.68 kg കാർബൺ ഡൈ ഓക്സൈഡ് നമുക്ക് അറ്റ്മോസ്ഫിയറിലേക്ക് എമിറ്റ് ചെയ്യും. നമ്മൾ പെട്രോൾ ഫ്യൂവൽ ബേൺ ചെയ്യുകയാണ്. നമുക്ക് 1 ലിറ്റർ പെട്രോൾ കത്തിച്ചു കഴിയുമ്പോൾ നമുക്ക് 2.3 kg കാർബൺ ഡൈ ഓക്സൈഡ് നമുക്ക് എമിറ്റ് ചെയ്യും. ഇതുപോലെ നമുക്ക് ഓരോ ഫ്യൂൽസിന്റെ എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഇതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് അറിയാം ഡീസലും പെട്രോളും ഒക്കെയാണ്, അതായത് ലിക്വിഡ് ഫ്യൂൽസ്. നമുക്ക് ഗ്യാഷ്യസ് ഫ്യൂൽസ് എടുത്താൽ നാച്ചുറൽ ഗ്യാസിനും എമിഷൻ കൂടുതലാണ്, 3.14 kg. സോ നമുക്ക് ഇലക്ട്രിസിറ്റിയുടെ കാര്യം എടുക്കാം. നമുക്ക് 1 യൂണിറ്റ് ഇലക്ട്രിസിറ്റി കൺസ്യൂം ചെയ്താൽ, അതായത് ഫോർ 1 യൂണിറ്റ് ഇലക്ട്രിസിറ്റി നമ്മൾ കൺസ്യൂം ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് ഈക്വൽ ടു 0.82 kg കാർബൺ ഡൈ ഓക്സൈഡ്. ഇത് എങ്ങനെയാണ് വന്നതെന്ന് ഞാൻ പറയാം. അത് ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ യൂസ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് ഒരു എനർജി മിക്സ് ആണ്. അതായത് അതിൽ കോൾ ബേസ്ഡ് ജനറേഷൻ ആണ് കൂടുതൽ. അപ്പൊ നമുക്ക് ഇവിടെ 1 യൂണിറ്റ് തരണമെങ്കിൽ വി ഹാവ് ടു ജനറേറ്റ് 2 യൂണിറ്റ്സ് അറ്റ് ദ പവർ പ്ലാന്റ്. നമുക്ക് പവർ പ്ലാന്റിൽ 2 യൂണിറ്റ് ജനറേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇവിടെ 1 യൂണിറ്റ് തരാൻ പറ്റുക. ഈ 2 യൂണിറ്റ് ജനറേറ്റ് ചെയ്യുമ്പോൾ അവിടെ നമ്മൾ കോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫോസിൽ ഫ്യൂവൽ ബേൺ ചെയ്തിട്ടായിരിക്കും നമ്മളത്
അച്ചീവ് ചെയ്യുന്നത്. സോ നമുക്കൊരു ഇത് നമ്മുടെ ഒരു CA റെഗുലേഷൻസ് വെച്ചിട്ടുള്ള ഒരു കണക്കാണ്. ഇത് നമുക്ക് റൗണ്ട് ഫിഗർ ആയിട്ട് കിട്ടത്തില്ല. നമുക്കിത് ഈ റിന്യൂവബിൾ എനർജി മിക്സ് കൂടുന്ന സമയത്ത് നമുക്കിത് കുറഞ്ഞു വരും. ഇപ്പൊ നമുക്ക് ഇപ്പോഴത്തെ സ്ഥിതിക്ക് നമുക്ക് 0.82 kg ആണ് നമ്മൾ എടുക്കുന്നത്. നമ്മൾ വേറെ രാജ്യം, ഇപ്പൊ നമ്മൾ ജർമ്മനി അല്ലെങ്കിൽ ഇറ്റലി, സ്വിറ്റ്സർലാൻഡ് പോലെയുള്ള സോളാർ കൂടുതൽ ഉപയോഗിക്കുന്ന കൺട്രീസിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ചിലപ്പോൾ ഒരു 0.12 അല്ലെങ്കിൽ 0.2 kg ഒക്കെ വരത്തുള്ളൂ. ഇവിടെ നമ്മളൊരു 0.82 kg ആണ് നമ്മൾ എടുക്കുന്നത്. എന്നാലും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ പെർ യൂണിറ്റ് ഫ്യൂൽ, അതായത് ഡീസൽ 1 ലിറ്റർ കത്തിക്കുമ്പോൾ നമുക്ക് 2.68 നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ് എമിറ്റ് ചെയ്യുന്നു. ഇവിടെ അത് ഇറ്റ് ഈസ് ഓൺലി 0.82 kg. So this is why we are very prominently saying that we shall switch to electricity. Climate change ഇതുമായിട്ടുള്ള റിലേഷൻ എങ്ങനെയാണ്? സാർ സൗണ്ട് ഇതായി ഡിസ്റ്റർബൻസ്. സാർ ഇപ്പൊ കേൾക്കാവോ സാർ? ഹലോ. ഓക്കെ 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 ആണോ? ഓക്കെ 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 സർ. ഓക്കെ, സോ നമ്മൾ ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് ഗ്രീൻ ഹൗസ് ഗ്യാസ് കോൺട്രിബ്യൂഷൻ എങ്ങനെയാണ് നമ്മൾ ഇതിൽ സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും അതിന്റെ കോൺസിക്വൻസ്? സോ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഇൻഡസ്ട്രി കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന 45% എനർജി കൺസപ്ഷൻ, സോറി ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ കൂടുതൽ 45% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഇൻഡസ്ട്രീസ് ആണ്. സോ നമുക്കിവിടെ ഈ കോൺട്രിബ്യൂഷൻ 2050 കൂടി 60% ആകും എന്നാണ് യുണൈറ്റഡ് നേഷൻസ് നമ്മുടെ ഇവരുടെ കമ്മിറ്റി എല്ലാം റെക്കമെൻഡ് ചെയ്യുന്നത്. സോ ഇത് നമുക്ക് പൊല്യൂഷൻ കൂടാനുള്ള സാധ്യതകൾ കൂട്ടും. സോ നമ്മുടെ ഇന്ത്യൻ എക്കോണമി എന്ന് പറയുന്നത് ഒരു ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് എക്കോണമിയാണ്. നമുക്ക് അത്യാവശ്യം ഡെവലപ്പിംഗ് കൺട്രിയാണ്. അപ്പം നമ്മുടെ എല്ലാ സെക്ടേഴ്സും എക്കോണമി സെക്ടേഴ്സും ഇപ്പം വെൽ ഡെവലപ്പിംഗ് ആണ്, എക്സെപ്റ്റ് ദിസ് കോവിഡ് വന്നപ്പോൾ നമുക്ക് നമ്മുടെ എക്കോണമി എല്ലാം കുറച്ച് പ്രോബ്ലം ആയി. പക്ഷെ നമുക്കിപ്പോൾ വി ആർ പിക്കിംഗ് അപ്പ്. നമ്മൾ ആ ഒരു ലോക്ക്ഡൌൺ കണ്ടീഷൻ കഴിഞ്ഞ് വന്നിപ്പം എല്ലാം പഴയ സ്ഥിതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ബിക്കോസ് കോവിഡ് ഈസ് എ ഗ്ലോബൽ പ്രോബ്ലം. നമുക്ക് അത് നമ്മുടെ രാജ്യത്തിനെ മാത്രം ബാധിക്കുന്ന പ്രോബ്ലം അല്ല. ഇനി നമ്മുടെ ഇതിനെല്ലാം ഡെവലപ്മെന്റിനെല്ലാം എനർജി എന്ന് പറയുന്നത് ഒരു അടിസ്ഥാന ഘടകമാണ്. സോ അത് നമുക്ക് ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷനിലേക്ക് ലീഡ് ചെയ്യും. പിന്നെ നമുക്കുള്ളത് ഈ റിന്യൂവബിൾ എനർജിയുടെ കോസ്റ്റ് വളരെ കുറവാണ്. സോ നമ്മളെല്ലാം ഇനി റിന്യൂവബിൾ എനർജിയിലേക്കാണ് മാറുന്നത്. ഇനി നമ്മുടെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് റിന്യൂവബിൾ എനർജിയാണ്. ഇനി നമ്മൾ ഇൻഡസ്ട്രിയിൽ ഇലക്ട്രിഫൈ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളിപ്പോൾ ഏതൊരു ഇൻഡസ്ട്രി എടുത്താലും അവിടെ ഒരു HT അല്ലെങ്കിൽ EST കൺസ്യൂമർ ആയിരിക്കും. സോ ഇവിടെ നമുക്ക് ഒരു ഫോസിൽ ഫ്യൂൽ ഡോമിനേറ്റഡ് എനർജി മിക്സ് ആണ് ഇപ്പോൾ കിട്ടുന്നത്. പക്ഷെ നമ്മൾ ഇപ്പോൾ സിയാൽ തന്നെ സാർ അറിയാം, സിയാൽ പോലെയുള്ള ഒരു വലിയൊരു എയർപോർട്ട് കംപ്ലീറ്റ്ലി നെറ്റ് സീറോ ആണ്. കാരണം എന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് എനർജി മിക്സ് പറയാൻ പറ്റത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ അവിടെ fully it is run by solar energy. So the carbon footprint will be close to zero. So ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ് നമ്മൾ ഇനി ചിന്തിക്കേണ്ടത്. നമ്മൾ എങ്ങനെ റിന്യൂവബിൾ എനർജി അഡാപ്റ്റ് ചെയ്യാം, നമ്മൾ എങ്ങനെ എനർജി മിക്സ് പ്രോമിനന്റ്ലി സോളാറിലേക്ക് വരാം. ഇനി നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല, നമ്മുടെ എല്ലാ കൺസ്യൂമേഴ്സും ഇപ്പോൾ പ്രോസ്യൂമർ എന്ന് പറയുന്ന ഒരു സ്റ്റേജിലേക്ക് മാറുകയാണ്. ഓക്കെ, സോ നമുക്ക് ഇനി ഇലക്ട്രിക്കൽ പ്രോസസ്സിലേക്ക് മാറിയാൽ ഉള്ള ഒരു ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതിന്റെ കൺട്രോൾ വളരെ എളുപ്പമാണ്. നമുക്കറിയാം, നമുക്കിപ്പോൾ ഒരു ഹീറ്റിംഗ് ആപ്ലിക്കേഷൻ, നമ്മളൊരു ഫോർജിങ് എടുക്കുന്നു, നമ്മളൊരു മെറ്റൽ ഫോർജിങ് എടുക്കുന്നു. അപ്പൊ നമ്മൾ ഫോർജിങ്ങിന് നമ്മൾ തെർമൽ എനർജിയാണ് ഉപയോഗിക്കുന്നത്, എന്തെങ്കിലും കമ്പഷൻ ആണ് ഉപയോഗിക്കുന്നത്. ഈ കമ്പഷൻ കൺട്രോൾ ചെയ്യാൻ ഒരു പരിധി വരെ നമുക്ക് ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇലക്ട്രിക്കൽ പ്രോസസ് ആണെങ്കിൽ പ്രിസൈസ് കൺട്രോൾ പോസിബിൾ ആണ്. ഓക്കെ, ഇനി നമ്മൾ എനർജി സെക്യൂരിറ്റിയെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ ഈ ഓയിലും കോളും ഒരു പരിധി വരെ നമ്മൾ മറ്റു രാജ്യങ്ങളിൽ നിന്ന് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ഈ ഇമ്പോർട്ട് എപ്പോഴാണ് എക്സ്പോർട്ടിനെക്കാളും കൂടുന്നത്, സോ ഇറ്റ് വിൽ കോസ് എ പ്രോബ്ലം ടു എനർജി സെക്യൂരിറ്റി. നമ്മുടെ എനർജി സെക്യൂരിറ്റി അത് ബാധിക്കപ്പെടാം. അപ്പൊ നമുക്കിത് ഇൻ ഹൗസ് ആയിട്ടുള്ള റിന്യൂവബിൾ എനർജി ജനറേഷനിലേക്ക് മാറിയാൽ ദാറ്റ് വിൽ പ്രോമിനന്റ്ലി സപ്പോർട്ട് ദ എനർജി സെക്യൂരിറ്റി പ്രോബ്ലം. ഓക്കെ, നമ്മൾ ഇലക്ട്രിഫിക്കേഷൻ ലേക്ക് മാറുകയാണ്, പ്യൂർ ഇലക്ട്രിസിറ്റിയിലേക്ക് മാറുകയാണ്. എയർ ക്വാളിറ്റി പ്രോബ്ലംസ് എല്ലാം കുറയ്ക്കാൻ പറ്റും. പിന്നെ നമുക്ക്
എന്താണ് ക്വാളിറ്റി കൂട്ടാം. നമ്മൾ ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സിന്റെ എല്ലാം ക്വാളിറ്റി കൂട്ടാൻ ഇലക്ട്രിസിറ്റി സഹായിക്കും. നമുക്കത് എങ്ങനെയാണെന്ന് വരുന്ന സ്ലൈഡുകളിൽ നോക്കാം. ഓരോ പ്രോസസ്സിൽ എങ്ങനെയാണ് അത് മാറുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഇൻഡക്ഷൻ ഫർണസിലേക്ക് നമുക്ക് മാറുകയാണെങ്കിലും ഇതുപോലെ പൊല്യൂഷൻ ഒക്കെ ഒരു പരിധി വരെ കുറയ്ക്കാൻ പറ്റും ഫോർ ദ മെൽറ്റിംഗ് പ്രോസസ് സെന്റർ. ഇനി നമുക്ക് ഓരോ പ്രോസസ്സിലേക്ക് വരാം. നമ്മൾ ഫസ്റ്റ് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു ഇലക്ട്രോ ഹീറ്റിംഗ് ആണ്. ഇലക്ട്രോ ഹീറ്റിംഗ് എന്ന് പറയുന്നത്, സാർ വോയിസ് ക്ലിയർ ആണോ സാർ? ക്ലിയർ ആണ്, കേൾക്കാം. ഓക്കെ. സോ ഇലക്ട്രോ ഹീറ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് തരം ഇൻഡസ്ട്രിയൽ പ്രോസസ്സ് എടുത്താലും നമ്മളൊരു ഹീറ്റിംഗ് ആണ് അതിനകത്തൊരു അവിഭാജ്യ ഘടകം. അതായത് നമ്മൾ തെർമൽ എനർജി വെച്ചിട്ടാണ്. ഇപ്പൊ നമുക്ക് അറിയാം, നമ്മൾ ഏതൊരു ഊർജം എടുത്താലും, ഇപ്പൊ ഇലക്ട്രിസിറ്റി ആയിക്കോട്ടെ, ലൈറ്റ് എനർജി ആയിക്കോട്ടെ, ഹീറ്റ് എനർജി ആയിക്കോട്ടെ, എന്ത് ഊർജം എടുത്താലും അത് കൺസ്യൂം ചെയ്ത ശേഷം ലാസ്റ്റ് അത് വന്ന് അതിന്റെ എൻഡിലേക്ക് വരുന്നത് എപ്പോഴും തെർമൽ എനർജി ആയിട്ടായിരിക്കും അത് ടെർമിനേറ്റ് ചെയ്യുന്നത്. അത് നമുക്ക് ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ നമ്മളൊരു ഇലക്ട്രിക് മോട്ടർ എടുത്തു, നമ്മൾ ഇലക്ട്രിസിറ്റി കൊടുത്തു, ഈ മോട്ടർ റൺ ചെയ്തു, നമ്മൾ ആ മോട്ടർ വേറെ ഏതെങ്കിലും ഒരു കംപ്രസറോ പമ്പിലേക്ക് നമ്മൾ കപ്പിൾ ചെയ്തിരിക്കുകയായിരിക്കും. അപ്പൊ ആ കുറച്ച് എഫിഷ്യൻസി ലോസ് എല്ലാം കഴിഞ്ഞ് നമ്മൾ ആ പമ്പ് പ്രവർത്തിപ്പിച്ചിട്ട് പമ്പിൽ നിന്ന് നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടുന്നു. സോ ഇതിന്റെ ലാസ്റ്റ് ആ വാട്ടർ പമ്പിംഗിലേക്ക് എത്തുന്ന സമയത്ത് ലാസ്റ്റ് അത് തെർമൽ എനർജി ആയിട്ടായിരിക്കും ആ എനർജി വന്ന് തീരുന്നത്. സോ നമുക്ക് ഈ തെർമൽ എനർജിയാണ് നമുക്ക് എല്ലായിടത്തും ആവശ്യം. സോ നമുക്ക് ഇലക്ട്രിസിറ്റിയിലേക്ക് മാറിയാൽ ഇറ്റ് വിൽ ബി ദ ഓവറോൾ എഫിഷ്യൻസി ഓഫ് ദ പ്ലാന്റ് വിൽ ഇൻക്രീസ്. നമ്മുടെ മൊത്തത്തിൽ ആ പ്ലാന്റിന്റെ എഫിഷ്യൻസി കൂടാൻ ഇത് സഹായമാകും. പിന്നെ നമുക്ക് ഒരു ഫർണസ് എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം, ഇപ്പൊ 1000 ഡിഗ്രി സെൽഷ്യസിന് കൂടുതലാണ് നമുക്ക് ഹീറ്റിംഗ് ആവശ്യം. ഇവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ആൾമോസ്റ്റ് 1000 ഡിഗ്രി സെൽഷ്യസ് ആണ്. നമ്മൾ ബോയിലർ ഒക്കെ എടുക്കുകയാണെങ്കിലും ഇറ്റ് ഈസ് അറൌണ്ട് 600 ഡിഗ്രി സെൽഷ്യസ്. സോ നമുക്ക് ഇലക്ട്രിസിറ്റി, ഇഫ് യു യൂസ് ഇലക്ട്രിസിറ്റി, ദ ടെമ്പറേച്ചർ ക്യാൻ ഗോ അപ് ടു 2000 ഡിഗ്രി സെൽഷ്യസ് ഇൻ എ ഫ്യൂ സെക്കൻഡ്സ്. ഇലക്ട്രിസിറ്റി ഈസ് വെരി ഫാസ്റ്റ്. ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞാൽ വളരെ ഫാസ്റ്റ് ആണ്. നമുക്കറിയാം, നമ്മളിപ്പോ വീടുകളിൽ നമുക്ക് ടോയ്ലറ്റുകളിലെല്ലാം നമുക്കൊരു വാട്ടർ ഹീറ്റർ നമ്മൾ പിടിപ്പിച്ചിട്ടുണ്ടാവും. നമ്മൾ ചില വീടുകളിൽ നമുക്ക് സോളാർ ആയിരിക്കും, മിക്ക വീടുകളിലും നമ്മൾ ഇലക്ട്രിക് വാട്ടർ ഹീറ്റർ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. നമുക്കൊരു കുളിക്കാൻ ഒരു ദിവസത്തെ ആവശ്യത്തിന് നമുക്കൊരു 3 ലിറ്റർ വെള്ളം വേണം. ഒരു വൺ ടൈം യൂസ് നമ്മൾ 3 ലിറ്റേഴ്സ് വാട്ടർ നമുക്ക് ഹീറ്റ് ചെയ്യണം. നമ്മൾ സിമിലർ ഒരു പാത്രത്തിൽ നമ്മൾ 3 ലിറ്റർ വെള്ളം എടുക്കുന്നത് ഗ്യാസിൽ വെച്ച് നമ്മൾ ചൂടാക്കുന്നു. ഇതേപോലെ സിമിലർ ക്വാണ്ടിറ്റി 3 ലിറ്റർ വെള്ളം നമ്മൾ ഇലക്ട്രിക് ഗീസറിൽ ഹീറ്റ് ചെയ്യുന്നു. ഏതായിരിക്കും പെട്ടെന്ന് ചൂടാവുക? ഇലക്ട്രിക് ഹീറ്റിംഗ് ആയിരിക്കും. ഇൻസ്റ്റന്റ്ലി നിങ്ങൾക്ക് വിത്തിൻ സെക്കൻഡ്സ് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് ഹോട്ട് വാട്ടർ 40 ഡിഗ്രി സെൽഷ്യസിൽ കിട്ടും. ഗ്യാസ് നമുക്ക് ചൂടായി വരാൻ ഏകദേശം 15 to 20 മിനിറ്റ്സ് എടുക്കും. സോ അതാണ് ഇലക്ട്രിസിറ്റിയുടെ ക്വാളിറ്റി. സോ ഇതിൽ നമുക്ക് വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത്, നമുക്ക് ഹീറ്റിംഗ് കൺട്രോൾ ചെയ്യാനും ഫേസ്ഡ് ആയിട്ട് നമുക്ക് ഒരു പ്രോഡക്റ്റിന്റെ നമുക്ക് ഹീറ്റിംഗ് ഇപ്പൊ നമുക്ക് ഒരു സെക്ടറിൽ നമുക്ക് ഹീറ്റിംഗ് ടെമ്പറേച്ചർ കുറവും വേറെ സെക്ടറിൽ കൂടുതലും, അപ്പൊ നമുക്കൊരു ഫേസ്ഡ് മാനറിലുള്ള ഹീറ്റിംഗ് ഒക്കെ ഇലക്ട്രിക് ഹീറ്റിംഗ് വെച്ചിട്ട് നമുക്ക് പോസിബിൾ ആണ്. ഇനി ഇൻഡസ്ട്രിയിൽ വരുന്ന പ്രധാനപ്പെട്ട പ്രോസസ്സ് ഇവയൊക്കെയാണ്. എല്ലാം ഹീറ്റിംഗ് ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രോസസ്സാണ്. ഫൗണ്ടറി അറിയാം, നമുക്ക് ഫൗണ്ടറി അറിയാം, കാസ്റ്റിംഗ് എന്നൊക്കെ നമ്മൾ പറയും. നമുക്ക് എന്തെങ്കിലും മോൾഡ്സ് ഒക്കെ ഉണ്ടാക്കി എടുക്കാനായിട്ടൊക്കെയാണ് നമ്മൾ ഫൗണ്ടറി യൂസ് ചെയ്യുന്നത്. സോ ഇവിടെ മെൽറ്റിംഗ് ഉണ്ടാവും, നമ്മുടെ ഡ്രൈയിങ് ഉണ്ടാവും. 2 പ്രോസസ്സാണ് ഉള്ളത്. പിന്നെ ഉള്ളത് ഫോർജിങ് ആണ്. ഫോർജിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ടൂൾസും അങ്ങനെയുള്ള നമ്മുടെ ഇത് ഉണ്ടാക്കി ഫോർജ് ചെയ്ത് ഷേപ്പ് ചെയ്തെടുക്കാൻ ഉപയോഗിക്കുന്ന ഒരു മാനുഫാക്ചറിങ് പ്രോസസ്സാണ് ഫോർജിങ്. സോ ഇതും നമുക്കിപ്പോൾ നമുക്ക് ഇൻഡക്ഷൻ ഫർണസസ് കുറവാണ്. നമുക്കിപ്പോൾ എല്ലാം ഉപയോഗിക്കുന്നതെല്ലാം കോൾ ബേസ്ഡ് ആയിട്ടുള്ള ഫോർജിങ് ആണ്. പിന്നെ ഉള്ള വയർ ഡ്രോയിങ്, നമുക്ക് ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള വയർ പ്രൊഡക്ഷൻ അങ്ങനെയുള്ള കമ്പികളൊക്കെ ഉണ്ടാക്കുന്ന ഈ വയർ ഡ്രോയിങ് പ്രോസസ്സ് ഉപയോഗിച്ചിട്ടാണ്. പിന്നെ അങ്ങനെ ഒത്തിരി പ്രോസസ്സുകൾ നമുക്കുണ്ട്. നമുക്ക് യൂട്ടൻസിൽസ്, പാത്രങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അലൂമിനിയം എക്സ്ട്രൂഷൻ, ദെൻ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോസസ്സാണ്. നമുക്ക് ആൾമോസ്റ്റ് എല്ലാ ഇൻഡസ്ട്രീസിലും നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമുക്കൊരു റോ മെറ്റീരിയൽ അല്ലെങ്കിൽ നമ്മളെ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു ഇന്റർമീഡിയറ്റ് റോ മെറ്റീരിയൽ, ഇത് നമുക്കൊരു ഷോപ്പ് ഫ്ലോറിന്റെ ഒരു സൈഡിൽ നിന്ന് വേറൊരു സൈഡിലേക്ക് കൊണ്ടുപോകണം. നമുക്ക് ഒരു പ്രോസസ്സ് കഴിഞ്ഞ് അത് നെക്സ്റ്റ് പ്രോസസ്സിലേക്ക് കൊണ്ടുപോകുന്നത് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് പ്രോസസ്സ് വെച്ചായിരിക്കും. സോ ഇതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ എന്ന് പറഞ്ഞാൽ ക്രെയിൻ യൂസ് ചെയ്യാറുണ്ട്, TOT ക്രെയിൻ ഉപയോഗിക്കാറുണ്ട്. പിന്നെ ഫോർക്ക് ലിഫ്റ്റ് എന്ന് പറയുന്ന ഒരു ഉപകരണം ഉപയോഗിക്കാം. ഈ ഫോർക്ക് ലിഫ്റ്റിൽ പ്രധാനമായിട്ടും നമ്മൾ ഡീസലാണ് ഫ്യൂലായിട്ട് ഉപയോഗിക്കുന്നത്. നമുക്ക് ടീ പ്രോസസ്സിങ്, വേറൊരു ഇൻഡസ്ട്രി, നമ്മളെ ടീ ഇൻഡസ്ട്രി,
സോ ഇതിൽ പിന്നെ നമുക്ക് ഗ്ലാസ് ഉപയോഗിച്ചിട്ടുള്ള പ്രോസസ്, ഇതിലെല്ലാം നമ്മൾ 90% ഹീറ്റിംഗ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമുക്ക് ഒരു ഫോർജിങ് ഫർണസ് ആണ് ഇവിടെ കാണാം. ഒരു ഫോർജിങ് ഫർണസിൽ നമുക്ക് നമ്മൾ ഫർണസ് ഓയിലിൽ നിന്ന് ഇലക്ട്രിസിറ്റിയിലേക്ക് മാറിയപ്പോൾ എന്താണ് നേട്ടം എന്ന് നമുക്ക് നോക്കാം. സർ, ഈസ് ദ വോയിസ് ക്ലിയർ സർ? ക്ലിയർ ആണ്. ഓക്കെ, താങ്ക് യു സർ. സോ നമ്മുടെ ഒരു പ്രോസസ്സ് എടുത്തു, അവിടെ നമ്മൾ ഫർണസ് ഓയിലിൽ നിന്ന് ഇലക്ട്രിസിറ്റിയിലേക്ക് മാറി. സോ ഈ പ്ലാന്റിന്റെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി എന്ന് പറയുന്നത് 500 kg/h. അതായത് ഒരു മണിക്കൂറിൽ 500 കിലോ ആണ് നമ്മൾ ഈ ഫോർജിങ് ഫർണസിന്റെ പ്രോഡക്റ്റിന്റെ പ്രൊഡക്ഷൻ റേറ്റ് എന്നും പ്രൊഡക്ഷൻ കപ്പാസിറ്റി എന്നും പറയാം. നമ്മൾ ഒരു മണിക്കൂറിൽ 500 കിലോ ആണ് പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത്. സോ ഇതിന്റെ ഇലക്ട്രിക്കൽ റേറ്റിംഗ് എന്ന് പറയുന്നത് 200 kW ആണ്. ഇവിടെ നമ്മുടെ സ്പെസിഫിക് എനർജി കൺസപ്ഷൻ എന്ന് പറയുന്നത്, ഈ ബില്ലറ്റ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ ഫോർജ് ചെയ്ത് കിട്ടുന്ന നമ്മൾ ഫോർജിങ്ങിന് നമ്മൾ ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്ന ഒരു റോ മെറ്റൽ പീസിനെയാണ് നമ്മൾ ബില്ലറ്റ് എന്ന് നോർമലി പറയും. നമ്മൾ ഫർണസുകളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ആയിരിക്കും സുപരിചിതമായിരിക്കും ഈ പേര് ബില്ലറ്റ് എന്ന് പറയും. സോ നമ്മളിത് റോ മെറ്റീരിയൽ അങ്ങനെ കണക്കാക്കിയാൽ മതി. അപ്പോൾ ഒരു റോ മെറ്റീരിയൽ 1 ടൺ ഓഫ് റോ മെറ്റീരിയൽ നമ്മൾ കൊടുക്കുമ്പോൾ 450 യൂണിറ്റ് ഇലക്ട്രിസിറ്റിയാണ് ഇവിടെ കൺസ്യൂം ചെയ്യുന്നത്. സോ ഇവിടെ എനർജി കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു ടൺ പ്രോഡക്റ്റിന് നമ്മൾ 3152 രൂപ. ഇവിടെ നമ്മൾ ഇത് 200 kW നമ്മൾ ഓയിലിൽ നിന്ന് ഇലക്ട്രിസിറ്റിയിലേക്ക് മാറിയപ്പോൾ ഈ ഇൻഡസ്ട്രി സേവ് ചെയ്തത് 138 കിലോ ലിറ്റർ ഫർണസ് ഓയിലാണ്. 138 കിലോ ലിറ്റർ ഫർണസ് ഓയിലാണ്. ഇതിന്റെ ഇതുകൊണ്ടുള്ള നമുക്ക് സാമ്പത്തിക നേട്ടം എന്ന് പറയുന്നത് 42.21 ലക്ഷമാണ്. ഇതൊരു കേസ് സ്റ്റഡി നമ്മൾ എടുത്തതാണ്. പിന്നെ നമുക്ക് ഇതിനകത്ത് വരുന്ന ഇൻവെസ്റ്റ്മെന്റ് എന്തിനാണ്? നമ്മൾ ഫർണസ് ഓയിൽ തെർമൽ ബോയിലിംഗിൽ നിന്ന് നമ്മൾ ഇലക്ട്രിക്കൽ ഫർണസിലേക്ക് മാറാനുള്ള റെട്രോഫിറ്റിംഗ് നമ്മുടെ കോസ്റ്റ് ആണ് 67 lakhs. സോ ഇതിന്റെ സിമ്പിൾ പേ ബാക്ക് പീരീഡ് എന്ന് പറയുന്നത് നമ്മൾ ഈ 67 ലക്ഷം മുടക്കിയത് നമുക്ക് സേവിങ്സ് ആയിട്ട് 42 ലക്ഷം രൂപയാണ് കിട്ടിയത് ഒരു വർഷം കൊണ്ട്. സോ നമുക്ക് 1.6 ഇയേഴ്സ് കൊണ്ട് മുടക്ക് മുതൽ തിരിച്ചു കിട്ടും. പിന്നെ ഇത് കഴിഞ്ഞ് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന എനർജി സേവിങ്സ് എല്ലാം നമ്മുടെ സേവിങ്സ് മാത്രമാണ്. സോ ഇതിൽ നിന്ന് നമ്മളിപ്പോൾ എനർജി സേവിങ്സ് എന്നതിലുപരി നമ്മൾ കുറച്ചുകൂടെ ഊന്നൽ കൊടുക്കുന്ന ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് എത്ര ഓഫ്സെറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൽ 23.7 ടൺ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് നമുക്ക് കുറയ്ക്കാൻ പറ്റിയത്. ഇനി നമ്മുടെ നേരത്തെ പറഞ്ഞതുപോലെ ഫോർക്ക് ലിഫ്റ്റിൽ നമുക്ക് എങ്ങനെ ഫ്യൂൽ സ്വിച്ചിങ് ചെയ്യാം. സോ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് ആൾമോസ്റ്റ് എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ഫോർക്ക് ലിഫ്റ്റ് അത്യാവശ്യമാണ്. അപ്പോൾ നമുക്ക് ഇന്ത്യയിൽ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ 10,000 ഫോർക്ക് ലിഫ്റ്റ് എങ്കിലും നമുക്ക് പല ഇൻഡസ്ട്രീസിലായിട്ട് എല്ലാ വർഷവും പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൽ ഒരു 6,000 numbers ആർ യൂസ്ഡ് ഇൻ ഇൻഡസ്ട്രി, മെയിൻലി ദ ഫാക്ടറീസ്. പിന്നെ ബാക്കിയുള്ള 4,000 എണ്ണം നമുക്ക് റെയിൽവേ, എയർപോർട്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് ഉപയോഗിക്കുന്നത്. സോ ഇതിൽ നമുക്കൊരു 80% നമ്മൾ ടോട്ടൽ മാർക്കറ്റിൽ നമ്മൾ 3 to 5 tons ആണ് നമ്മൾ ഫോർക്ക് ലിസ്റ്റ് നമ്മൾ അതിൻ്റെ മെറ്റീരിയൽ ഹാൻഡിൽ ചെയ്യുന്നത്. നമുക്കിവിടെ ഡീസലാണ് മോസ്റ്റ്ലി ദ ഫ്യൂൽ യൂസ്ഡ് ഹിയർ. സോ ഇവിടെ 64% നമ്മൾ ഫോർക്ക് ലിഫ്റ്റുകളിൽ നമ്മൾ ഫ്യൂൽ ഉപയോഗിക്കുന്നത് ഡീസലാണ്. നമ്മളിപ്പോൾ ഇലക്ട്രിക് ഫോർക്ക് ലിഫ്റ്റ്സ് അവൈലബിൾ ആണ്. നമ്മൾ പതുക്കെ അതിലോട്ട് സ്വിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ നമ്മളിപ്പോഴും മേജർലി 64% ഇറ്റ് ഈസ് ഫോർക്ക് ലിഫ്റ്റ്സ് ആർ ഡീസൽ ഫ്യൂൽ. ഇനി നമുക്കിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ഫോർക്ക് ലിഫ്റ്റ്സ് എല്ലാം ബാറ്ററി വെച്ചിട്ട് നമ്മൾ പവർ ചെയ്തിട്ട് നമ്മൾ പിന്നെ നമ്മുടെ നോർമൽ ഓട്ടോമൊബൈൽ പോലെ വർക്ക് ചെയ്യുന്ന, ഡീസൽ ആവശ്യമില്ല, നമുക്ക് ഇലക്ട്രിക് വെഹിക്കിൾ പോലെയുള്ള ബാറ്ററി ചാർജ് ചെയ്തിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഫോർക്ക് ലിഫ്റ്റ്സ് ഇപ്പോൾ ഇൻഡസ്ട്രിയിൽ അവൈലബിൾ ആണ്. സോ ഇതിൽ നമുക്ക് മെയിൻ്റനൻസ് വളരെ കുറവാണ്. ബാറ്ററി റീപ്ലേസ്മെന്റ് മാത്രമാണ് മെയിൻ്റനൻസ് ആയിട്ട് വരുന്നത്. സോ ഇത് നമുക്ക് മാക്സിമം നമ്മളൊരു 4 years കൊണ്ട് നമുക്ക് ഈ മുടക്ക് മുതൽ തിരിച്ചു കിട്ടും ഡീസലിൽ നിന്ന് ഇലക്ട്രിക്കിലേക്ക് മാറും. നമ്മൾ ഒരു ഫുഡ് പ്രോസസ്സിംഗ് ഇൻഡസ്ട്രി എടുക്കുകയാണ്. ഈ ഫുഡ് പ്രോസസ്സിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ നമുക്ക് മേജർലി നമുക്ക് ബേക്കറി വരാം, പിന്നെ നമുക്ക് ഫുഡ് പ്രോഡക്ട്സ്, ഡ്രൈ ഫുഡ് മാനുഫാക്ചറിങ് വരാം, അതുപോലെ എല്ലാ തരം ഫുഡ് പ്രോസസ്സിംഗും നമുക്ക് ഇതിനകത്ത് വരാം. ഇവിടെ നമ്മൾ മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ് ഓവനാണ്. ഈ ഓവൻ എന്ന് പറയുന്നത് നമുക്കറിയാം, ഫുഡ് ഏതെങ്കിലും ഒരു പ്രോസസ്സ് വരുന്ന സമയത്ത് നമുക്ക് റോ മെറ്റീരിയൽ ആയിരിക്കും കൊടുക്കുന്നത്. നമ്മൾ അതിനെ ഹീറ്റ് ചെയ്തിട്ട് ഫുഡ് പ്രൊഡക്ഷന് വേണ്ടി പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണ് ഇലക്ട്രിക് ഓവൻ. ഇത് നമുക്ക് ഇലക്ട്രിക്കിലേക്ക് മാറാവുന്നതാണ്. നമുക്കിപ്പോൾ മൈക്രോവേവ് ടെക്നോളജി ഉണ്ട്,
ഇൻഡക്ഷൻ ടെക്നോളജി ഉണ്ട്. സോ ഇത് രണ്ടും നോർമൽ നമ്മുടെ ഫോസിൽ ഫ്യൂവൽ വെച്ചിട്ടുള്ളതിനേക്കാളും എനർജി എഫിഷ്യന്റ് ആണ്. ഇനി ഇലക്ട്രിക് ബെയിൻ മേരി. നമ്മുടെ ബെയിൻ മേരി എന്ന് പറയുന്ന ഡിവൈസ് നമുക്ക് ഈ ഹോട്ടലിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അറിയാം. നമ്മുടെ ഫുഡ് കീപ്പ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഹീറ്റഡ് ചേംബർ ആണ് ബെയിൻ മേരി. സോ ഇത് നമുക്കിപ്പോൾ ഇലക്ട്രിക്കലിലേക്ക് മാറിയാൽ പ്രിസൈസ് ആയിട്ട് ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാൻ വളരെ എളുപ്പമാണ്. നമുക്ക് LPG ഫയർഡ് ആയിട്ടുള്ള ബെയിൻ മേരി ഉണ്ട്, പക്ഷേ അതിലൊക്കെ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇനി നമുക്ക് ഇലക്ട്രിക് ബോർമ ഉണ്ട്. ഇലക്ട്രിക് ബോർമ എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് നമുക്ക് കാഷ്യൂ പ്രൊഡക്ഷൻ, കാഷ്യൂ നട്ട് അങ്ങനെയൊക്കെ ഉള്ള, പിന്നെ ബേക്കറിയിലും നമ്മൾ ബോർമ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ഇലക്ട്രിക് ടിൽറ്റിംഗ് പാൻ ഉണ്ട്. ഈ ടിൽറ്റിംഗ് പാൻ എന്ന് പറയുന്ന ഉപകരണം നമ്മൾ കൂടുതലും ഉപയോഗിക്കുന്ന ഹോട്ടൽസിലാണ്. ഹോട്ടൽസിൽ നമ്മൾ റൈസ് വെച്ചിട്ടുള്ള കൂടുതൽ പ്രൊഡക്ഷൻ വേണ്ടിയിട്ടുള്ള ഫുഡ് മാനുഫാക്ചറിങ്ങിനാണ് ഈ ടിൽറ്റിംഗ് പാൻ ഉപയോഗിക്കുന്നത്. ഇത് മുമ്പൊക്കെ നമ്മൾ സ്റ്റീം വെച്ചിട്ടുള്ള പവേർഡ് ആയിട്ടുള്ള, നമ്മൾ സ്റ്റീം ജനറേറ്റ് ചെയ്യണമെങ്കിൽ തന്നെ നമുക്കറിയാം ചെറിയൊരു ബോയിലർ വേണം. ഈ ബോയിലറിന്റെ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ഏകദേശം 70% ഉള്ളൂ. നമുക്ക് അതിൽ നിന്ന് കുറച്ച് ലോസ് സഫർ ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റീം ജനറേറ്റ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ സ്റ്റീം പ്രിസർവ് ചെയ്യണം. സോ ഇതിന് പകരം നമ്മൾ വി ആർ സ്വിച്ചിങ് ടു ഇലക്ട്രിക് ടിൽറ്റിംഗ് പാൻ. പിന്നെ ഉള്ള ഇതൊന്ന് നിങ്ങളുടെ ഏരിയ ആണ് സോളാർ ഡ്രൈയിങ് ആണ്. ഇത് സോളാർ, നിങ്ങൾ ചെയ്യുന്ന സോളാർ PV ഇന്റഗ്രേഷൻ അല്ല, സോളാർ കളക്ടേഴ്സ് ഉപയോഗിച്ചിട്ടുള്ള ഹീറ്റ് പ്രൊഡക്ഷൻ ആണ്. ഇതിൽ നിന്ന് സ്റ്റീം, സോളാറിൽ നിന്ന് നമ്മൾ സ്റ്റീം ഡെവലപ്പ് ചെയ്തിട്ട് ഇത് വെച്ചിട്ട് നമ്മൾ ഡ്രൈ ഫുഡ് മാനുഫാക്ചർ ചെയ്യാനുള്ള പ്രോസസ്സിംഗ് ആണ്. സോ സോളാർ ഡ്രൈയിങ് ആൾസോ നൗഡേയ്സ് വെരി പ്രോമിനന്റ്ലി യൂസ്ഡ്. ഇനി നമ്മൾ വളരെ എല്ലാ ഇൻഡസ്ട്രീസിലും നമ്മളിപ്പോൾ കണ്ടു തുടങ്ങുന്ന ഒരു ഉപകരണമാണ് ഹീറ്റ് പമ്പ് എന്ന് പറയുന്നത്. എന്താണ് ഹീറ്റ് പമ്പ്? ഹീറ്റ് പമ്പ് എന്ന് പറയുന്നത്, ഇത് ഒരു സിമ്പിൾ വേർഡ്സിൽ പറയുവാണെങ്കിൽ ഹീറ്റ് പമ്പ് എന്ന് പറയുന്നത്, ഈ ഒരു ഡയഗ്രാം വെച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, ഹീറ്റ് പമ്പ് എന്ന് പറയുന്നത് അതിന്റെ വർക്കിംഗ് എന്ന് പറയുന്നത് ഒരു എയർ കണ്ടീഷണറിന് തുല്യമാണ്. ഈ എയർ കണ്ടീഷണർ എന്താണ് ചെയ്യുന്നത്? ഒരു ഇവാപ്പറേറ്റർ ഉണ്ടാവും, ഒരു കണ്ടൻസർ ഉണ്ടാവും. സോ ഇവിടെ നമ്മൾ കോൾഡ് എയർ ഇവാപ്പറേറ്റർ തന്നുകൊണ്ടിരിക്കും. ഇവിടെ നമ്മൾ ചൂട് എടുത്തിട്ട് കംപ്രസർ പ്രഷറൈസ് ചെയ്തിട്ട് നമ്മൾ ഈ കണ്ടൻസർ വഴിയായിരിക്കും ഹോട്ട് എയർ പുറത്തേക്ക് കളയുന്നത്. നമ്മൾ ഹീറ്റ് പമ്പിൽ ചെയ്യുന്നത് ഇതിന്റെ നേരെ റിവേഴ്സ് പ്രോസസ്സാണ്. നമ്മൾ തിരിച്ചാണ് ചിന്തിക്കുക. നമ്മൾ ആംബിയന്റ് എയർ 27-30 ഡിഗ്രിയിൽ ഇരിക്കുന്ന ആംബിയന്റ് എയർ നമ്മൾ ഫർദർ തണുപ്പിക്കുകയാണ് എന്ന് വെക്കുക. തണുപ്പിക്കുകയാണെങ്കിൽ ഇവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 17-18 ഡിഗ്രീസിലേക്ക് നമ്മൾ തണുപ്പിക്കുന്നു. സോ ഇതിൽ നിന്ന് കിട്ടുന്ന ഈ ഡിഫറൻസ് ടെമ്പറേച്ചർ എടുത്ത് നമ്മൾ ഈ കണ്ടൻസർ വഴി നമ്മൾ ഹീറ്റ് ചെയ്യേണ്ട ആപ്ലിക്കേഷനിൽ കൊടുക്കുകയാണ്. സോ ഇവിടെ സർവ് ചെയ്യുന്നത് കണ്ടൻസർ ആണ്, ഇവാപ്പറേറ്റർ അല്ല. നമ്മൾ എയർ കണ്ടീഷനിങ്ങിൽ, കൂളിങ്ങിന് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ റൂമിനകത്തിരിക്കുന്ന യൂണിറ്റ് ഇവാപ്പറേറ്റർ ആണ്, ഇവിടെ സർവ് ചെയ്യുന്ന ഇവാപ്പറേറ്റർ ആണ്. പക്ഷെ ഹീറ്റിംഗ് ആപ്ലിക്കേഷൻസിൽ നമ്മളെ സർവ് ചെയ്യുന്നത് കണ്ടൻസർ ആണ്. സോ ഇതാണ്. അപ്പൊ ഇതിനകത്തുള്ള ഉപയോഗം എന്താണ്? നമ്മൾ 1 കിലോവാട്ട് അവർ അല്ല, 1 കിലോവാട്ട് പവർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 3 to 4 കിലോവാട്ട് പവർ തെർമൽ പവർ നമുക്ക് പുറത്ത് കിട്ടും. സോ ഇതിന്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 85-90% ആണ്. ഇവിടെ നമ്മൾ ഇതിന്റെ ആപ്ലിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ, നമ്മൾ ബോയിലറിന്റെ ഫീഡ് വാട്ടർ, ബോയിലറിലേക്ക് കൊടുക്കുന്ന വാട്ടർ ഒരു പ്രീ ഹീറ്റഡ് ടെമ്പറേച്ചറിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. സോ അതിന് നമുക്ക് ഹീറ്റ് പമ്പ് യൂസ് ചെയ്യാം. സോ സൈമിൾട്ടേനിയസ് ആയിട്ട് നമുക്ക് ബോയിലറിൽ നിന്ന് ആവശ്യം കഴിഞ്ഞ് കണ്ടൻസ് ചെയ്ത് വരുന്ന വാട്ടർ നമുക്ക് കൂൾ ചെയ്യുകയും ചെയ്യാം. സോ സൈമിൾട്ടേനിയസ് ഹീറ്റിംഗ് ആൻഡ് കൂളിംഗ്. സോ ദിസ് വിൽ സേവ് എനർജി ബൈ 35%. നമുക്ക് എവിടെയൊക്കെയാണ് കൂളിംഗും ഹീറ്റിംഗും ഒരേ സമയത്ത് വേണ്ട 2 പ്രോസസ്സ് അടുത്തടുത്തുണ്ടെങ്കിൽ വി ക്യാൻ ഗോ ഫോർ ഹീറ്റ് പമ്പ്. ഇനി നമുക്ക് ഒരു ഹോട്ടലിൽ ഒരു എക്സാമ്പിൾ എടുക്കാം. നമുക്ക് സ്പേസ് കൂൾ ചെയ്യണം. നമ്മുടെ ഹോട്ടലിൽ നമ്മളൊരു വലിയൊരു കോൺഫറൻസ് ഹാൾ കൂൾ ചെയ്യണം. സോ നമുക്ക് അവിടെ നമ്മൾ ഈ സിസ്റ്റം ഉപയോഗിച്ചിട്ട് നമുക്ക് അവിടെ ആ സ്പേസ് കൂൾ ചെയ്തുകൊണ്ട് ഈ പുറത്ത് കിട്ടുന്ന കണ്ടൻസറിൽ കിട്ടുന്ന ഹീറ്റ് എടുത്ത് നമുക്ക് അതേ ഹോട്ടലിൽ തന്നെ നമുക്ക് റൂമിൽ കൊടുക്കേണ്ട ഹോട്ട് വാട്ടർ നമുക്ക് ജനറേറ്റ് ചെയ്യാം. സോ ദിസ് സിസ്റ്റം ഈസ് ഓൾറെഡി നമ്മുടെ കേരളത്തിൽ പല ഹോട്ടൽസും അഡാപ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. സോ 40% ആണ് നമുക്ക് അവിടെ സേവിങ്സ് കിട്ടുന്നത്. ഹോസ്പിറ്റൽസിലും ചെയ്യുന്നുണ്ട്. നമുക്ക് ഇപ്പം കൊച്ചിനിലൊക്കെ ഇഷ്ടംപോലെ ഹോസ്പിറ്റൽസ് ഇത് അഡോപ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഹിൽ സ്റ്റേഷൻ, അതായത് നമ്മുടെ മൂന്നാർ, തേക്കടിയൊക്കെ പോലെയുള്ള ഹിൽ സ്റ്റേഷനിലേക്ക് നമുക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നമുക്കറിയാം നമ്മുടെ ആംബിയൻ ടെമ്പറേച്ചർ തന്നെ വളരെ കുറവാണ്. നമുക്ക് 18-19 ഡിഗ്രി സെൽഷ്യസ് ഒക്കെയാണ്, 17 ഒക്കെയാണ് നമ്മുടെ ടെമ്പറേച്ചർ. ഇറ്റ് ഈവൻ ഗോ ബിയോണ്ട് ലെസർ ദാൻ ദാറ്റ്. സോ നമുക്ക് അവിടെ ഈ ഗസ്റ്റിനൊക്കെ പ്രധാനമായിട്ടും വേണ്ട ഒരു റിക്വയർമെന്റ് ആണ് നമ്മുടെ റൂംസിൽ നമ്മൾ ഫയർവുഡ്, അതായത് വിറക് വെച്ചിട്ട് നമ്മൾ അവിടെ ചൂട് തീ ഉണ്ടാക്കി നമ്മൾ ചൂട് ജനറേറ്റ് ചെയ്യാറുണ്ട്. ചിലയിടത്ത് ഇലക്ട്രിക് ഹീറ്റർ ഉപയോഗിക്കുന്നുണ്ട്. ഈ ഒരു അവസരത്തിൽ നമുക്ക് ഹീറ്റ് പമ്പ് ഉപയോഗിക്കുന്നതാണ്. ഹീറ്റ് പമ്പ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അവിടെ ഹീറ്റ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും.
നമ്മൾ വാട്ടർ പ്യൂരിഫിക്കേഷനിൽ എങ്ങനെ ഫ്യൂൽ സ്വിച്ച് ചെയ്യാം. ഇത് നമ്മുടെ ഒരു സിമ്പിൾ എക്സാമ്പിൾ എടുക്കുവാണെങ്കിൽ നമ്മുടെ വീടുകളിൽ നമ്മൾ സാധാരണ കുടിവെള്ളം, നമുക്ക് കുടിക്കാനുള്ള വെള്ളം നമ്മൾ സാധാരണ ഒന്നിൽ നമ്മൾ ഗ്യാസിൽ തിളപ്പിച്ച് ആറിയായിരിക്കും നമ്മൾ അത് കുടിക്കുന്നത്, തണുപ്പിച്ചിട്ടായിരിക്കും നമ്മളത് കുടിക്കുന്നത്. സോ ഇത് കറക്റ്റ് ആയിട്ടുള്ള പ്യൂരിഫിക്കേഷൻ പ്രോസസ് ആണോ, അതോ നമ്മളൊരു വാട്ടർ പ്യൂരിഫയർ, ഇലക്ട്രിക് വാട്ടർ പ്യൂരിഫയർ വെച്ചിട്ട് പ്യൂരിഫൈ ചെയ്തെടുക്കുന്നതാണോ, ഏതാണ് നല്ലതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് നമ്മൾ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചിട്ട് വാട്ടർ പ്യൂരിഫയർ വെച്ച് പ്യൂരിഫൈ ചെയ്യുന്നതാണ് ഏറ്റവും എഫിഷ്യന്റ്. കാരണം ഇതിൽ നമ്മൾ എല്ലാ പാരാമീറ്റേഴ്സും നമ്മൾ ഓഫ്സെറ്റ് ചെയ്യാണ്. അതായത് TDS, pH, കണ്ടക്ടിവിറ്റി, ഇങ്ങനെയുള്ള എല്ലാ പാരാമീറ്റേഴ്സും നമ്മൾ കറക്റ്റ് ലെവലിലേക്ക് കൊണ്ടുവരികയാണ്. സംശയം ഉണ്ടെങ്കിൽ നമുക്കൊരു ഒരു ലിറ്റർ വെള്ളം എടുക്കുക, അത് ഗ്യാസിൽ തിളപ്പിച്ചിട്ട് തണുപ്പിച്ചിട്ട് അത് ഒരു സാമ്പിൾ എടുക്കുക, 1 ലിറ്റർ വാട്ടർ പ്യൂരിഫയറിൽ നിന്ന് എടുക്കുക. ഇത് രണ്ടും ഒരു ലാബറട്ടറിയിൽ ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കുക. അപ്പൊ നമുക്കറിയാം ഏതൊക്കെ പാരാമീറ്റർ ആണ് ലിമിറ്റിൽ ബിയോണ്ട് നിൽക്കുന്നത്. സോ പ്യൂരിഫിക്കേഷൻ ആണ് ബെറ്റർ എന്ന് നമുക്ക് മനസ്സിലാവുന്നതാണ്. സോ ഇവിടെ നമ്മൾ ഈ ഗ്യാസിന്റെ ഉപയോഗം കാര്യമായിട്ട് കുറയ്ക്കാം, LPGയുടെ ഉപയോഗം കാര്യമായിട്ട് കുറയ്ക്കാം, നമുക്ക് ഇലക്ട്രിസിറ്റിയിലേക്ക് മാറിയാൽ. അപ്പോൾ കാർബൺ ഫുട്പ്രിന്റ് തനിയെ കുറയും. സോ ഇവിടെ നമുക്ക് ഒരു കേസ് സ്റ്റഡി നമുക്കിപ്പോൾ നോക്കാം. നമുക്ക് 90% എനർജി നമുക്ക് സേവിങ്സ് വരുന്നത്. സോ ഇതേപോലെ തന്നെ ലാർജ് സ്കെയിൽ പ്ലാന്റ്സിലും നമുക്ക് ഇലക്ട്രിക് വാട്ടർ ഹീറ്റിംഗ് പ്രോസസ് ആണ് എഫിഷ്യന്റ്. സോ നമുക്കിപ്പോൾ കോവിഡ് ലോക്ക്ഡൌൺ ടൈമിലൊക്കെ വളരെ കൂടുതൽ വന്ന ഒരു ഇതാണ് കമ്മ്യൂണിറ്റി കിച്ചൺസ്. സോ കമ്മ്യൂണിറ്റി കിച്ചൺസിലൊക്കെ നമ്മൾ വാട്ടർ പ്യൂരിഫയർ ആണ് റെക്കമെൻഡ് ചെയ്തത്. ഇനി ഇവിടെ ഇൻസ്റ്റന്റ് ആയിട്ട് വാട്ടർ അവൈലബിൾ ആണ്, നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് പ്യൂർ വാട്ടർ കിട്ടും. നമുക്ക് ചൂടായി ഹീറ്റ് ചെയ്തിട്ട് കൂൾ ചെയ്യേണ്ട ഒരു പ്രോബ്ലം അവിടെ വരുന്നില്ല. ഇത് നമ്മളൊരു കേസ് സ്റ്റഡിയാണ്. ഇത് നമ്മളൊരു ഡൊമസ്റ്റിക് വാട്ടർ ഹീറ്ററും നമ്മളൊരു ഡൊമസ്റ്റിക് വാട്ടർ പ്യൂരിഫയറും നമ്മുടെ LPG ഗ്യാസ് സ്റ്റൗവിൽ വെള്ളം തിളപ്പിച്ച് ബോയിൽ ചെയ്തിട്ട് നമ്മൾ ഇത് ചെയ്തതും രണ്ടും കൂടെ കമ്പയർ ചെയ്യുകയാണ്. നമ്മളൊരു 7 ലിറ്റേഴ്സ് വാട്ടർ എടുക്കുന്നത്. എന്തുകൊണ്ട് 7 ലിറ്റർ എടുത്തു എന്ന് പറഞ്ഞാൽ വാട്ടർ പ്യൂരിഫയറിന്റെ കപ്പാസിറ്റി 7 ലിറ്റേഴ്സ് ആയിരുന്നു. സോ സിമിലർ 7 ലിറ്റേഴ്സ് നമ്മളൊരു വെസലിൽ എടുത്ത് നമ്മൾ ബോയിൽ ചെയ്യുകയാണ്. ഇവിടെ നമ്മൾ 7 ലിറ്റേഴ്സ് പ്യൂരിഫൈ ചെയ്യുകയാണ്. സോ നമുക്ക് വേണ്ടി വന്ന ഈ കാൽക്കുലേഷൻസിലേക്ക് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പോകുന്നില്ല. ഞാനത് നമുക്ക് പിന്നൊരു അവസരത്തിൽ നമുക്ക് ക്ലിയർ ചെയ്യാം. നമുക്കിപ്പോൾ ഞാനത് ഡീറ്റെയിൽഡ് ആയിട്ട് പോകുന്നില്ല. നമ്മുടെ ഒരു നോർമൽ ഒരു മാത്തമാറ്റിക്കൽ ഇക്വേഷൻ വെച്ചിട്ട് നമ്മളിതിൽ എത്ര എനർജി കൺസ്യൂം ചെയ്തു എന്ന് കണ്ടെത്തി. നമ്മളിവിടെ ഫസ്റ്റ് കേസിലാണെങ്കിൽ നമുക്ക് വേണ്ട തെർമൽ എനർജിയാണ്, നമ്മൾ ഗ്യാസിൽ നിന്ന് കിട്ടുന്ന തെർമൽ എനർജിയാണ്. നമ്മൾ 0.82 യൂണിറ്റ്സ് ആണ് നമുക്ക് ഇവിടെ കൺസപ്ഷൻ വന്നത് ഈ ഒരു പ്രോസസ്സിന്. സോ നമ്മൾ ഒരു കൺസ്യൂമർ ഒരു ദിവസം 8 ലിറ്റർ ഡ്രിങ്കിങ് വാട്ടർ കൺസ്യൂം ചെയ്യുന്നു എന്ന് വെക്കുക. അങ്ങനെ ഒരു സാധാരണ ഒരു ഫാമിലി ഒരു 365 ഡേയ്സ് 1 ഇയർ നമ്മൾ നോക്കുകയാണെങ്കിൽ 0.94 യൂണിറ്റ്സ് പെർ ഡേ കൺസ്യൂം ചെയ്യുന്നെങ്കിൽ സോ ആനുവൽ എനർജി കൺസപ്ഷൻ എന്ന് പറയുന്നത് 343 kWh per ലിറ്റർ. നമ്മളിവിടെ എങ്ങനെ kWh വന്നു എന്ന് വെച്ചാൽ നമ്മളിവിടെ ഉപയോഗിച്ച ഫ്യൂൽ LPG ആണ്. ഈ LPGയുടെ കാലോറിഫിക് വാല്യൂ വെച്ചിട്ട് അതിനെ കിലോ കാലറിയിലേക്ക് കൊണ്ടുവന്നിട്ട് ഈ കിലോ കാലറി നമ്മൾ കിലോ വാട്ട് അവറിലേക്ക് കൺവേർട്ട് ചെയ്തതാണ്. അതായത് 1 കിലോ വാട്ട് അവർ എന്ന് പറയുന്നത് 860 കിലോ കാലറിയാണ്. സോ ഇവിടെ നമ്മൾ കിലോ കാലറി കണ്ടുപിടിച്ചു, അതിനെ നമ്മൾ കിലോ വാട്ട് അവറിലേക്ക് ചേഞ്ച് ചെയ്തു. കാരണം രണ്ടും കൂടെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കിലോ വാട്ട് അവർ എന്ന് പറയുന്നത് ഒരിക്കലും ഇലക്ട്രിസിറ്റിയുടെ മാത്രം യൂണിറ്റ് അല്ല, ഇറ്റ് ഈസ് എ യൂണിറ്റ് ഓഫ് എനർജി. അതൊന്ന് ക്ലിയർ ആക്കുക. ഓൺ കിലോ വാട്ട് അവർ ഇസ് എ യൂണിറ്റ് ഓഫ് എനർജി, നോട്ട് ഓൺലി ഫോർ ഇലക്ട്രിസിറ്റി. ഇലക്ട്രിസിറ്റി നമ്മൾ നോർമലി കിലോ വാട്ട് അവറിലാണ് എക്സ്പ്രസ് ചെയ്യുക. സോ നമ്മൾ ഇവിടെ ഇപ്പോൾ ഇത് കമ്പയർ ചെയ്യാം. അപ്പൊ നമ്മൾ 343 യൂണിറ്റ്സ് ആണ് നമുക്ക് ഒരു വർഷം ആയത്. സോ നമുക്ക് LPG കൺസപ്ഷൻ എന്ന് പറയുന്നത് ഒരു വർഷം 21.3 കിലോഗ്രാം ആണ് നമുക്ക് കൺസ്യൂം ചെയ്തത്. സോ ആനുവൽ എനർജി കോസ്റ്റ് എന്ന് പറയുന്നത് ഏകദേശം 958 റുപ്പീസ് ആണ്. നമ്മൾ ഇനി ഇലക്ട്രിക് ഇതിലേക്ക് മാറിയപ്പോൾ വളരെ വളരെ കുറച്ച് എനർജിയാണിത് കൺസ്യൂം ചെയ്യുന്നത്. സോ ഇവിടെ നമുക്ക് ഒരു വർഷം നമ്മൾ കൺസ്യൂം ചെയ്തത് 0.76, അതായത് 1 യൂണിറ്റ് പോലും ഒരു വർഷം നമ്മൾ കൺസ്യൂം ചെയ്യുന്നില്ല ഈ സെയിം റേറ്റിൽ നമ്മൾ വാട്ടർ യൂസ് ചെയ്യുകയാണെങ്കിൽ. അപ്പൊ നമ്മൾ ഇവിടെ ലാഭിച്ചത് നമുക്കിവിടെ ഒരു വർഷം 3 രൂപയാണ് ഇലക്ട്രിസിറ്റി കോസ്റ്റ് ആയിട്ട് ആകുന്നത്. കാരണം ഇത് വളരെ ലോ വാട്ടേജ് ഉള്ള ഒരു എക്യുപ്മെന്റ് ആണ്. സോ നമുക്കിവിടെ ഒരു വർഷം നമ്മൾ സേവ് ചെയ്തത് നമ്മൾ ആനുവൽ 21.28 kg LPG, അതായത് ഏകദേശം 1.5 സിലിണ്ടർ LPG ആണ് നമ്മളിവിടെ സേവ് ചെയ്യുന്നത് ഒരു വർഷം. സോ നമ്മൾ ഇതുകൊണ്ട് കാർബൺ ഓഫ്സെറ്റ് ചെയ്യുന്ന 34 കിലോ കാർബൺ നമ്മൾ ഓഫ്സെറ്റ് ചെയ്യാണ്. 1000 രൂപ 957 റുപ്പീസ് നമുക്ക് എല്ലാ വർഷവും നമുക്ക് സേവിങ്സ് ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കും. ഇനി നമുക്കെല്ലാം വളരെ ഇപ്പം വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ഇപ്പോഴത്തെ ഒരു വളരെ എല്ലാവരും ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് ഇ മൊബിലിറ്റി.
നമുക്ക് ട്രാൻസ്പോർട്ടേഷനിൽ ഇലക്ട്രിക് വെഹിക്കിൾസ് ലേക്ക് വന്നാൽ എന്താണ് മെച്ചം, ഇങ്ങനെ ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട്. സോ നമുക്ക് ഇത് വളരെ ദീർഘമായിട്ട് എടുക്കാനുള്ള ഒരു നമുക്ക് ഈ ഒരു അവസരത്തിൽ സാധിക്കുകയില്ല. പക്ഷെ ഇത് നമുക്ക് ഇതുകൊണ്ട് എന്തൊക്കെയാണ് നേട്ടം എന്ന്, കാരണം ഇത് ഫ്യൂവൽ സ്വിച്ചിങ്ങിന്റെ ഭാഗമാണ്. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന തെർമൽ എനർജി ഉപയോഗിക്കുന്ന വേറൊരു ഒരു സെക്ടറാണ് ട്രാൻസ്പോർട്ടേഷൻ സെക്ടർ. അവിടെയും നമ്മൾ തെർമൽ എനർജിയാണ് IC എഞ്ചിനിൽ ഉപയോഗിക്കുന്നത്. സോ നമ്മൾ ഇത് ഈ മൊബിലിറ്റിയിട്ട് മാറുമ്പോൾ സ്വാഭാവികമായിട്ടും എഞ്ചിൻ എല്ലാം റീപ്ലേസ് ചെയ്ത് ഇലക്ട്രിക് മോട്ടറിലേക്കാണ് മാറുന്നത്. സോ നമുക്ക് നിങ്ങളുടെ സോളാർ ഓൺടർപ്രീനേഴ്സിന് വളരെ സാധ്യതയുള്ള ഒരു മേഖലയാണ് ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിങ് സ്റ്റേഷൻ എന്ന് പറഞ്ഞ ഈ 2 മേഖല. സോ ഇവിടെ നമുക്ക് ഒരുപാട് ഫ്രഷേഴ്സും ഓൺടർപ്രീനേഴ്സും ഒക്കെ വരുന്നുണ്ട്. സോ നമുക്ക് എൻ്റെ ഒരു ആശയം വെച്ചിട്ട് നമുക്ക് ഫ്യൂച്ചറിൽ ഹാൻഡ് ഇൻ ഹാൻഡ് ആയിട്ട്, അതായത് കൈകോർത്ത് പോകാൻ പറ്റുന്ന ഒരു ഫീൽഡാണ് സോളാർ PV വെച്ചിട്ടുള്ള ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷനും ഈ മൊബിലിറ്റി. ഇത് രണ്ടും ചേർന്ന് പോയാൽ മാത്രം നമുക്ക് ഒരു കാർബൺ ഫ്രീ ട്രാൻസ്പോർട്ടേഷൻ പ്ലസ് ഇലക്ട്രിസിറ്റി നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. സോ നമുക്ക് ഇതിലേക്ക് വരുന്നതിന് മുമ്പ് ആദ്യം പറയുന്നത് നമുക്ക് ഡൽഹി എയർ പൊല്യൂഷൻ ആണ്. സർ വോയിസ് ക്ലിയർ ആണോ സർ? ക്ലിയർ ആണ്. ഓക്കെ, താങ്ക് യു സർ. സോ നമുക്ക് ഇതിലേക്ക് വരുന്നതിന് മുമ്പേ ആദ്യം വരേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഡൽഹി എയർ പൊല്യൂഷൻ ആണ്. നമുക്ക് ഈ റീസെന്റ് ആയിട്ട് നമുക്കറിയാം ഇവിടെ എല്ലാം നമുക്ക് വളരെ ഫോഗും കാര്യങ്ങളൊക്കെ വന്നു, ഒരുപാട് പൊല്യൂഷൻ പ്രോബ്ലംസും ഒരുപാട് ഡിസീസസ് ഒക്കെ വന്നു. നമ്മൾ ഈ കൊറോണ വരുന്നതിന് മുമ്പേ തന്നെ ഈ മാസ്ക് ആദ്യം കാണുന്നത് ഈ ഡൽഹി എയർ പൊല്യൂഷൻ വന്ന സമയത്താണ്. ഇപ്പോഴാണ് നമ്മളെല്ലാവരും മാസ്ക് ഉപയോഗിക്കേണ്ട സാഹചര്യത്തിലേക്ക് മാറി. പക്ഷെ മുമ്പ് ഒരു കാലഘട്ടത്തിൽ അവിടെ നമ്മൾ മാസ്ക് വെച്ചിട്ടാണ് ഡൽഹി ഫുൾ എയർ പൊല്യൂഷൻ ഹബ്ബായി മാറി. സോ നമുക്കത് നമ്മളതിനെ ഒരു ഉപമിക്കുന്നത് ഒരു ലിവിങ് ഇൻ ഡൽഹി എന്ന് പറയുന്നത് ഒരു ദിവസം 20 സിഗരറ്റ് യൂസ് ചെയ്യുന്നതിന് തുല്യമാണെന്നാണ്, അല്ലെങ്കിൽ അത് ഹിറ്റ്ലേഴ്സ് ഗ്യാസ് ചേമ്പറിന് തുല്യമാണെന്നാണ് നമ്മൾ ആ ഒരു കാലത്ത് നമ്മൾ ഉപമിച്ചിരുന്നത്. സോ ഇതിന്റെ കാരണം എന്താണ്? ഇതിന്റെ ഒരു 70% കോൺട്രിബ്യൂഷൻ ട്രാൻസ്പോർട്ടേഷൻ ആയിരുന്നു. സോ ഈ ഒരു ഇത് വന്നപ്പോഴാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഒരു പുതിയൊരു ഇതിലേക്ക് വന്നത്. നമ്മളൊരു 100% ഇലക്ട്രിക് വെഹിക്കിൾസിലേക്ക് 2030 മാറണം എന്നൊരു തീരുമാനത്തിലേക്ക് വന്നത്. സോ ഇതിന്റെ ഭാഗമായിട്ടാണ് FAME 2, അതായത് ഫാസ്റ്റ് അഡോപ്ഷൻ ആൻഡ് മാനുഫാക്ചറിങ് ഓഫ് ഇലക്ട്രിക് വെഹിക്കിൾസ് എന്ന പോളിസി മിനിസ്ട്രി കൊണ്ടുവന്നത്. സോ ഇപ്പോൾ ഇത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹെവി ഇൻഡസ്ട്രീസ് ആണ് കൈകാര്യം ചെയ്യുന്നത്. സോ ഇത് വേണം നമുക്ക് ഇലക്ട്രിക് വെഹിക്കിൾ വാങ്ങുമ്പോൾ FAME 2 സബ്സിഡി എല്ലാം ഇപ്പോൾ കിട്ടുന്നുണ്ട്. സോ ഇതുകൊണ്ട് നമുക്ക് എനർജി സെക്യൂരിറ്റി എൻഹാൻസ് ചെയ്യാം. എങ്ങനെയാണ്? നമ്മൾ ഫോസിൽ ഫ്യൂവൽസിന്റെ ഇമ്പോർട്ട് കുറയ്ക്കാം. നമ്മൾ തന്നെ സെൽഫ് സസ്റ്റൈൻഡ് ആയിട്ടുള്ള ഗ്രിഡാണ് നമുക്കുള്ളത്. അതിലും നമുക്ക് സെൽഫ് സസ്റ്റൈൻഡ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂട്ടഡ് സോളാർ ജനറേഷൻ നമുക്കുണ്ട്. സോ നമുക്ക് എനർജി സെക്യൂരിറ്റി അച്ചീവ് ചെയ്യാൻ പറ്റും. സോ ഇതിൽ നമ്മൾ ഇലക്ട്രിക് വെഹിക്കിൾസിലേക്ക് മാറിയാൽ ഉള്ള വേറൊരു നേട്ടം എന്ന് പറയുന്നത് റെഡ്യൂസ്ഡ് ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസ് കോസ്റ്റ് ആണ്. നമുക്കൊരു ഇലക്ട്രിക് വെഹിക്കിളിന് വാങ്ങുമ്പോൾ കുറച്ച് വില കൂടുതലാണ്, പക്ഷേ ഇതിന് നമുക്ക് ഓയിൽ ചേഞ്ച് ചെയ്യേണ്ട, ഫിൽട്ടർ മാറ്റേണ്ട, നമുക്ക് വേറെ ടയർ ഒന്നും കാര്യമായിട്ട് വരുന്നില്ല. നമുക്ക് ഒരു IC എഞ്ചിനെ സംബന്ധിച്ചോളം ഉള്ള മെയിൻ്റനൻസ് ഒന്നും നമ്മൾ ചെയ്യേണ്ട. ഇവിടെ ഓൺലി ദ മെയിൻ്റനൻസ് വിൽ കംസ് ടു ദ വീൽസ് ആൻഡ് സസ്പെൻഷൻ, ദാറ്റ് ടൈപ്പ് ഓഫ് മൂവിങ് പാർട്സ് ഓൺലി ദ മെയിൻ്റനൻസ് വിൽ, ദാറ്റ് ഓൾസോ വെരി ലെസ്. ദെൻ നമ്മൾ ഈ ഇലക്ട്രിക് വെഹിക്കിൾസിലേക്ക് മാറാനുള്ള വേറൊരു കാര്യം എന്ന് പറയുന്നത് റിന്യൂവബിൾ എനർജി മിക്സ് നമ്മളിപ്പോൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ കൂടുതൽ സോളാറിലേക്കൊക്കെ മാറുകയാണ്. സോ നമ്മുടെ ഗ്രിഡ് ഇറ്റ് ഈസ് ബിക്കമിങ് വെരി ക്ലീൻ നൗഡേയ്സ് കമ്പയർഡ് ടു ദ ഫോസിൽ ഫ്യൂൽസ്. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് വേറൊരു മേഖലയാണ് അൺഇൻറ്ററപ്റ്റഡ് പവർ. നമ്മളൊരു ബിൽഡിംഗ് എടുത്തു കഴിഞ്ഞാൽ, എവിടെയെങ്കിലും നമ്മളൊരു ബിൽഡിങ്ങോ നമ്മൾ ഇൻഡസ്ട്രിയോ ഏതൊരു സ്ഥാപനം എടുത്തു കഴിഞ്ഞാലും നമുക്ക് വേണ്ട ഒരു അത്യാവശ്യ ഘടകമാണ് ബാക്കപ്പ്. സോ ദിസ് സർ ക്ലിയർ ആണല്ലോ സർ? ക്ലിയർ ആണ്. ഞാൻ പറഞ്ഞോളാം. ഓക്കെ സർ, ഓക്കെ. സോ നമുക്ക് വേണ്ടത് ഒരു ക്ലിയർ നമുക്കൊരു ബാക്കപ്പ് പവർ നമുക്ക് എല്ലായിടത്തും അത്യാവശ്യമാണ്. സോ ഇതിന് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ഡീസൽ ജനറേറ്റർ സെറ്റ്. സോ ഇത് നമ്മൾ ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റത്തിലേക്ക് മാറുന്നത് വഴി 2 ലാഭമാണുള്ളത്. ഒന്ന്, നമുക്ക് ഫ്യൂവൽ കോസ്റ്റ്, ഇലക്ട്രിസിറ്റി യൂണിറ്റ് കോസ്റ്റ് കുറയ്ക്കാം. നമ്മൾ ഡീസൽ ജനറേറ്റർ വഴി നമ്മൾ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം 1 ലിറ്റർ ഡീസലിൽ നിന്ന് ഏകദേശം എത്ര നല്ല എഫിഷ്യൻസി ഉള്ള ജനറേറ്റർ ആയാലും നമുക്കൊരു മാക്സിമം നമുക്കൊരു 3.5 യൂണിറ്റ്സ് ആണ് കിട്ടുന്നത് 1 ലിറ്റർ ഡീസലിൽ നിന്ന്. സോ ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് നമ്മൾ ഡീസലിന്റെ വില വെച്ച് നമ്മൾ കമ്പയർ ചെയ്താൽ ഒരു യൂണിറ്റിന് നിങ്ങൾ 20 തൊട്ട് 25 രൂപ വരെ നിങ്ങൾ പേ ചെയ്യേണ്ടി വരും. സോ നമ്മൾ DGയിൽ ഓടുന്ന സമയത്ത് നമുക്ക് ഇലക്ട്രിസിറ്റി ഈസ് വെരി എക്സ്പെൻസീവ്. സോ നമ്മൾ ഇത് എനർജി സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ ബാറ്ററി ഓറിയന്റഡ് ആയിട്ടുള്ള UPS ഇൻവെർട്ടർ സിസ്റ്റംസിലേക്ക് മാറുന്ന സമയത്ത് എനർജി കോസ്റ്റ് വിൽ കം ഡൗൺ. ഇറ്റ് വിൽ കം ലെസ് ദാൻ 9 or 8 rupees.
സോ ദിസ് ഇനി നമ്മൾ കൊമേഴ്ഷ്യൽ ബിൽഡിങ്സിൽ ഹൈ റൈസ് ബിൽഡിങ്സിലും ഒക്കെ നമ്മളിപ്പോൾ ഒരു റൂൾ പറയുന്നുണ്ട് 25% കാർ പാർക്കിങ്ങും ഇലക്ട്രിക് വെഹിക്കിളിനെ റിസർവ് ചെയ്യണമെന്നുള്ളതാണ്. സോ ഇപ്പൊ ഇലക്ട്രിക് വെഹിക്കിൾ പാർക്ക് ചെയ്തിരിക്കുന്ന സമയത്ത് ഇത് യൂസ് ഇല്ലാത്ത സമയത്ത് നമുക്ക് വെഹിക്കിൾ ടു ഗ്രിഡ് എന്ന് പറയുന്ന ഒരു ടെക്നോളജി കൂടെ ഇപ്പം ഗവൺമെന്റ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. നമ്മളിത് ഇന്ത്യയിൽ വന്നു തുടങ്ങിയിട്ടില്ല, ഉടനെ ഇതിനുള്ള പ്ലാനിങ് എല്ലാം നടക്കുന്നുണ്ട്. സോ വെഹിക്കിൾ ടു ഗ്രിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ ടോട്ടൽ പാർക്കിംഗ് സ്പേസിൽ 25% പാർക്കിംഗ് ഇലക്ട്രിക് വെഹിക്കിൾസിന് റിസർവ് ചെയ്തിരിക്കും. അവിടെ EV ചാർജിങ് സ്റ്റേഷൻസ് ഉണ്ടാവും. ഇത് ബൈ ഡയറക്ഷനിലായിരിക്കും. അപ്പൊ നമുക്ക് വെഹിക്കിൾ എപ്പോഴാണോ അവൈലബിൾ ആയിട്ടുള്ളത് ആ ടൈമിൽ ആ വെഹിക്കിളിന് വേറെ റൂട്ട് ഒന്നും ഷെഡ്യൂൾ ചെയ്തിട്ടില്ല എങ്കിൽ ഇതിൽ നിന്നുള്ള ഇതിലെ ബാറ്ററി ഒരു എനർജി സ്റ്റോറേജ് ആയിട്ട് ആക്ട് ചെയ്യും. നമുക്ക് ഇതിൽ നിന്നുള്ള ഇലക്ട്രിസിറ്റി ഗ്രിഡിലേക്ക് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ. സോ ഒരു കാർ പാർക്കിംഗ് ലോട്ട് മൊത്തത്തിൽ എടുക്കുമ്പോൾ there will be 10, 20 or 50 vehicles. So ഈ 50 vehicles will act as a energy storage. ഇനി നമുക്ക് വേറെ ഉള്ളത് ഡിസ്ട്രിബ്യൂട്ടഡ് എനർജി സ്റ്റോറേജ് ആണ്. നമ്മുടെ സബ്സ്റ്റേഷൻസിലൊക്കെ ബാറ്ററി സ്റ്റോറേജ് അറ്റാച്ച് ചെയ്തത് കൊണ്ട് നമുക്ക് നമ്മുടെ ട്രാൻസ്മിഷൻ സിസ്റ്റം കുറച്ചുകൂടെ റിലയബിൾ ആക്കാവുന്നതാണ്. സോ നമ്മുടെ മറ്റ് രാജ്യങ്ങളിലൊക്കെ ജർമ്മനി, സ്വിറ്റ്സർലാൻഡ്, കാനഡ ഇതുപോലെയൊക്കെ രാജ്യങ്ങളിലൊക്കെ നമുക്ക് ആൾറെഡി എനർജി സ്റ്റോറേജ് അറ്റാച്ച് ചെയ്ത സബ്സ്റ്റേഷൻസ് ആണ് ഇപ്പോൾ ഉള്ളത്. ഇനി നമ്മൾ ഇതിന്റെ ഈ പ്രസന്റേഷനിലേക്ക് എൻഡിലേക്ക് വരികയാണ്. നമുക്ക് എന്തൊക്കെയാണ് ബെനിഫിറ്റ്സ്, ആക്ച്വലി നമ്മൾ ഇലക്ട്രിസിറ്റിയിലേക്ക് മാറിയത് കൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? നമ്മൾ ഇലക്ട്രിസിറ്റി ബേസ് ചെയ്തുള്ള സിസ്റ്റംസ് എല്ലാം ഹൈലി എഫിഷ്യന്റ് ആണ് കമ്പയർഡ് ടു ഫോസിൽ ഫ്യൂൽ സിസ്റ്റംസ്. സോ നമുക്കൊരു സിമ്പിൾ എക്സാമ്പിൾ എടുക്കാം. നമ്മളൊരു മെക്കാനിക്കൽ പ്രോസസ്സാണ് നമുക്ക് വേണ്ടത്. നമ്മളൊരു IC എഞ്ചിൻ ഉപയോഗിക്കുകയാണെങ്കിൽ IC എഞ്ചിന്റെ എഫിഷ്യൻസി ഈസ് ഓൺലി 35%. നമ്മൾ ഇത് റീപ്ലേസ് ചെയ്ത് ഒരു ഇലക്ട്രിക് മോട്ടറിലേക്ക് മാറുകയാണെങ്കിൽ ഇലക്ട്രിക് മോട്ടറിന്റെ എഫിഷ്യൻസി വിൽ ബി അറൌണ്ട് 80%. സോ ദാറ്റ് ഈസ് എ ഡിഫറൻസ്. ഇനി നമുക്ക് പേ ബാക്ക് പീരീഡ്, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തതിന്റെ പേ ബാക്ക് പീരീഡ് നമ്മൾ കണ്ടു. 1-2 എക്സാമ്പിൾസ് നമ്മൾ പേ ബാക്ക് പീരീഡ് കണ്ടു. 4 years, 2 years, നമുക്ക് ലെസ് ദാൻ 3 years പേ ബാക്ക് കിട്ടുന്നതാണ്. പിന്നെ ഇതിന്റെ കൺട്രോൾ വളരെ പ്രിസൈസ് ആണ്. അതായത് നമ്മുടെ ഇലക്ട്രിസിറ്റി ഉപയോഗിക്കുമ്പോൾ ക്ലിയർ ആണ് സാർ. സർ സം ഡിസ്റ്റർബൻസ് കെയിം. സോ ഇലക്ട്രിസിറ്റി ഉപയോഗിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ബോർമയുടെ എക്സാമ്പിൾ പറഞ്ഞു നമുക്ക് കൺട്രോൾ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇലക്ട്രിസിറ്റി കൺട്രോൾ ചെയ്യാൻ വളരെ എളുപ്പമാണ്. നമുക്കൊരു ബോയിലർ ഓപ്പറേഷൻ ആണെന്നുണ്ടെങ്കിൽ ബോയിലർ നമ്മൾ സ്വിച്ച് ഓൺ ചെയ്തിട്ട് സ്വിച്ച് ഓഫ് ചെയ്യുന്നതിൽ അത്ര എളുപ്പമായിരിക്കില്ല കൺട്രോൾ ചെയ്യുന്നത്. സോ ഇവിടെ ഇലക്ട്രിസിറ്റി ക്യാൻ ബി ഈസിലി കൺട്രോൾഡ്. ഇനി റിമോട്ട് മോണിറ്ററിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങൾക്കും എല്ലാം ഇലക്ട്രിസിറ്റിയാണ് കുറച്ചുകൂടെ അപ്പർ ഹാൻഡ് ഉള്ളത്. പിന്നെ പൊല്യൂഷൻ ഫ്രീ എന്ന് നമുക്ക് പറയാം. പൊല്യൂഷൻ ഫ്രീ ഇൻ ദ സെൻസ് നമ്മൾ എനർജി മിക്സ് റിന്യൂവബിൾ എനർജി കൂടുതലായതുകൊണ്ടാണ് നമ്മൾ പൊല്യൂഷൻ ഫ്രീ എന്ന് പറയുന്നത്. പിന്നെ മെയിൻ്റനൻസ് റിക്വയർമെന്റ്സ് ഒക്കെ വളരെ കുറവാണ്. പിന്നെ പ്രൊഡക്ടിവിറ്റി വളരെ കൂടുതലാണ്. പിന്നെ നമ്മൾ ഇതിനകത്ത് ഏതൊരു പ്രോഡക്റ്റും നമ്മൾ ഇലക്ട്രിസിറ്റി വെച്ച് ഹീറ്റ് ചെയ്യുമ്പോൾ ഹീറ്റിംഗ് ക്വാളിറ്റി വളരെ കൂടുതലാണ്. കാരണം ഈ പ്രോഡക്റ്റിന്റെ എല്ലാ തലങ്ങളിലും ഇലക്ട്രിസിറ്റി കറക്റ്റ് ആയിട്ട് പെനിട്രേറ്റ് ചെയ്യും, ഇലക്ട്രിക് ഹീറ്റ് കറക്റ്റ് ആയിട്ട് പെനിട്രേറ്റ് ചെയ്യുന്നു. പിന്നെ നമുക്ക് ക്ലീൻ ആണ്. സോ ദീസ് ആർ ഓൾ ദ അഡ്വാൻറ്റേജസ്. Now coming to the end of the session, so ഇതൊരു എനർജി സ്റ്റോറേജ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സോ ഇങ്ങനെ ഉള്ള സ്റ്റോറേജസ് ആണ് നമ്മൾ സബ്സ്റ്റേഷൻസിലൊക്കെ അറ്റാച്ച് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട്. സോ വിത്ത് ദിസ് I conclude this session. So any doubts can be asked. അനീഷ് സാർ, ഒരു ഡൗട്ട്. സാറ് കാർബൺ ഫുട് പ്രിന്റിന്റെ കാര്യം പറഞ്ഞപ്പോഴേ ഡീസലിനെക്കാട്ടിലും കൂടുതൽ ഫുട്ടേജ് ആണ് പറയുന്നത് നാച്ചുറൽ ഗ്യാസിന്. ദാറ്റ് ഇസ് 3 മുകളിൽ പറയുന്നുണ്ട്. അതെ അതെ അതെ. അപ്പൊ എന്തുകൊണ്ടാണ് നാച്ചുറൽ ഗ്യാസിൽ അത്രയും കാർബൺ ഫുട്ടേജ് വരുന്നത്? ആക്ച്വലി നാച്ചുറൽ ഗ്യാസ് എന്ന് പറയുന്നത് നമ്മൾ അത് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഉള്ള ഒരു പ്രോസസ് ഉണ്ട്. അപ്പൊ ആ പ്രോസസ് കൂടെ എടുത്തിട്ടാണ് നമ്മൾ നാച്ചുറൽ ഗ്യാസിന് നമ്മൾ കൂടുതൽ ഫുട് പ്രിന്റ് നമ്മൾ പറയുന്നത്. 3.14 എന്തോ ആണ് പറയുന്നതെന്ന് തോന്നുന്നു. അതെ, അത് LPGക്ക് കുറവാണ് സർ. LPGക്ക് ഇറ്റ് ഈസ് 1.67 ഓർ സംതിങ്. ഓക്കെ സർ, ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു സർ. എനി അതർ ഡൗട്ട്സ്? നമുക്ക് ടൈം ഉണ്ട് സാർ. ഒരു സംശയം, ഇത് മറ്റേ കാർബണിന്റെ 0.82 kg per kilowatt ആണ് ഇലക്ട്രിസിറ്റിയുടെ എന്ന് സാർ പറയണ്ടേ? 0.82 kg per kilowatt hour ആണ് കേട്ടോ സാർ. നമ്മളിപ്പം കിലോവാട്ട് അവറും കിലോവാട്ട് അവർ പെർ യൂണിറ്റ് എനർജി. അതെ. അപ്പൊ ഡീസലിന് സാർ പറഞ്ഞ 1,800 കിലോ കലോറി പെർ ലിറ്റർ ആണ്. അതെന്ന് പറയുന്നത് അതിന്റെ കലോറിഫിക് വാല്യൂ ആണ്. അതിന്റെ കാർബൺ ഫുട് പ്രിന്റ് എന്ന് പറയുന്നത് 2.67 ആണ്.
2.68 പെർ ലിറ്റർ ആണ്. Per liter. ലിറ്ററിലേക്ക് നമ്മൾ ആ. അപ്പൊ ഒരു ലിറ്ററിന് നമ്മൾ ഏതാണ്ട് നമ്മൾ നോക്കുമ്പോൾ 12.5 യൂണിറ്റ് കിട്ടുന്നതാണ് ഏതാണ്ട്. അതായത് 1,800 ഡിവൈഡ് ബൈ 860 അതെ 860 എന്ന് പറയുമ്പോൾ 12. അപ്പൊ ശരിക്കും അങ്ങനെ നോക്കുമ്പം അത് വെച്ചിട്ട് നമ്മൾ ഈ കാർബണിന്റെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഏതാണ്ട് 10.3 kg ആണ് ഒരു ലിറ്ററിന്റെ ഈക്വലന്റ് ആയിട്ട് കാർബൺ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റിയിൽ. അത് ഒന്നെങ്കിൽ സാറ് തന്ന ടേബിളിന്റെ എന്തെങ്കിലും മിസ്റ്റേക്ക് ആണോ എന്ന് എനിക്കറിയില്ല. അല്ല സർ, വളരെ സാർ ചോദിക്കുന്ന വളരെ റിലവന്റ് ആയിട്ട് വളരെ നല്ല ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നേരത്തെ ഇങ്ങനെ ഡൗട്ട് ഉണ്ടായിരുന്നു. സാർ കണ്ടിന്യൂ സാർ, ഞാൻ ഫിനിഷ് ചെയ്തിട്ട് ആൻസർ പറയാം. അല്ല, അപ്പൊ ഞാനത് അത്രയും അങ്ങനെ വരാൻ ചാൻസ് ഇല്ലല്ലോ. അത് ഈ ടേബിളിൽ എന്തെങ്കിലും സാർ തന്ന ഏതെങ്കിലും ഫിഗേഴ്സിന്റെ വ്യത്യാസമാണോ നോക്കട്ടെ. അല്ല സർ, അത് പറയാം. അത് എങ്ങനെയാന്ന് വെച്ചാൽ നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, നമ്മൾ സാർ പറഞ്ഞ വളരെ ശരിയാണ്. 1500 കിലോ കാലറി നമ്മൾ 860 വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ ഇലക്ട്രിക്കൽ ഇക്വലന്റ് കണ്ടുപിടിക്കുന്നു. അപ്പൊ നമ്മൾ ഇത് 860 വെച്ച് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിന്റെ ഇത് നമ്മൾ അസ്യൂം ചെയ്യുന്നത് ഈ നമ്മളിപ്പോ 1 ലിറ്റർ ആണല്ലോ എടുക്കുന്നത്. 1 ലിറ്ററിൽ 10,500 ഉണ്ടെന്നുള്ള രീതിയിലാണല്ലോ എടുക്കുന്നത്. സർ ക്ലിയർ ആണോ? 1 ലിറ്ററിൽ 10,500 എന്ന് പറയുന്നത് ഇതിന്റെ ഗ്രോസ് കലോറിഫിക് വാല്യൂ ആണ്. ഇത് നമ്മൾ ബേൺ ചെയ്ത് കഴിയുമ്പോൾ ഇതിനകത്ത് ഏതൊരു ഫ്യൂവൽ എടുത്താലും അതിനകത്ത് കുറച്ച് ഹൈഡ്രജൻ ഉണ്ടാവും, കുറച്ച് മോയ്സ്ചർ കണ്ടന്റ് ഉണ്ടാവും. ഏത് ഫ്യൂവൽ എടുത്താലും ഒന്നിലും കാണാതിരിക്കത്തില്ല. ഏതൊരു ഫ്യൂവൽ എടുത്താലും അത് ഗ്യാഷ്യസ് ഫ്യൂവലിൽ കുറവായിരിക്കും, മറ്റേ നമ്മുടെ ലിക്വിഡ് ഫ്യൂവലിൽ കൂടുതലായിരിക്കും. കുറച്ച് മോയ്സ്ചർ കണ്ടന്റ് ഉണ്ടാവും, കുറച്ച് ഹൈഡ്രജൻ ഉണ്ടാവും. നമ്മളിത് ബേൺ ചെയ്യുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? കമ്പഷൻ എന്ന് പറയുന്ന പ്രോസസ്സിൽ കൂടെയാണ് നമ്മൾ ഇതിൽ അടങ്ങിയിരിക്കുന്ന എനർജി നമ്മൾ ടാപ്പ് ചെയ്യുന്നത്. സോ ഈ കമ്പഷൻ നടത്തുമ്പോൾ ഇതിൽ കുറച്ച് ഹൈഡ്രജനും ഈ ഹൈഡ്രജൻ കുറച്ച് ഓക്സിജനായിട്ട് കമ്പൈൻ ചെയ്യും. അപ്പൊ അത് വാട്ടർ ആയിട്ട് കൺവേർട്ട് ആവും. പിന്നെ ഇതിനകത്ത് ഇൻബിൽറ്റ് ആയിട്ട് കുറച്ച് വാട്ടർ ഉണ്ട്. ഇതെന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ കുറച്ച് എനർജി ഈ വാട്ടർ വേപ്പർ ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യും. സോ നമുക്ക് ആൾമോസ്റ്റ് 60% അവിടെ ലോസ് വരും. സോ അപ്പം സാറ് പറയുന്നത് ഈ 10 kg എന്ന് പറയുന്നത് കുറച്ച് കുറയും. അങ്ങനെയാണ് നമ്മൾ അതിന് നമ്മളൊരു കെമിക്കൽ നമ്മുടെ കെമിസ്ട്രിയിലൊക്കെ നമ്മൾ പണ്ട് ഇക്വേഷൻ എഴുതി നോക്കാറുണ്ട്. C+O2 gives CO2 എന്നൊക്കെ പറഞ്ഞ് കുറച്ച് നമ്മൾ ഇക്വേഷൻസ് എഴുതി. കമ്പഷന് 3 ഇക്വേഷൻ ഉണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ്, സൾഫർ, അങ്ങനെ 3 ഇക്വേഷൻ ഉണ്ട്. ഇത് എഴുതിയിട്ട് നമ്മൾ ഇതിൽ കാർബൺ ബാലൻസ് ചെയ്തിട്ട് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് 2.67 kg കിട്ടും. അത് ഞാൻ ഡീറ്റെയിൽഡ് നമുക്ക് ഗൂഗിളിലൊക്കെ നോക്കിയാൽ അറിയാൻ പറ്റും സാറേ. നമുക്ക് ആ ഇക്വേഷൻസ് കറക്റ്റ് ആയിട്ട് കിട്ടും. അതിന്റെ ടെക്നിക്ക് അതാണ്. ഓക്കെ സർ. Any other questions? ഹീറ്റ് പമ്പിനെ കുറിച്ച് സാർ പറഞ്ഞു. ഹീറ്റ് പമ്പ് സപ്ലൈ ചെയ്യുന്ന ഏതെങ്കിലും കൊമേഴ്സ്യൽ സപ്ലയേഴ്സിന്റെ വല്ലതും പേരോ കോണ്ടാക്ട് നമ്പേഴ്സ് വല്ലതും ഉണ്ട്? സാർ ഹീറ്റ് പമ്പ് ഞാൻ അപ്പോൾ അതിലേക്ക് വരാം. ഹീറ്റ് പമ്പ് സപ്ലൈ ചെയ്യുന്ന ഉണ്ട്, കമ്പനീസ് ഉണ്ട്. നമുക്ക് കുറച്ച് കീ പ്ലെയേഴ്സ് അതിനകത്തുണ്ട്. പക്ഷെ നമുക്കിപ്പോൾ ഈ ഒരു സെഷനിൽ നമുക്ക് അതിൻ്റെ ഒരു ഇത് പറയാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. മാനുഫാക്ചറിന്റെ പേര് പറയാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. നമ്മളത് ഒരു കമ്പനിയും പ്രൊമോട്ട് ചെയ്യുന്നില്ല. പക്ഷേ നമുക്ക് വളരെ ഇതായിട്ട് അവൈലബിൾ ആണ്. എന്റെ കോൺടാക്ട് നമ്പർ ഞാൻ ഇവിടെ ഷെയർ ചെയ്തിട്ടുണ്ട് സാറേ. എന്നെ പേഴ്സണലായിട്ട് വിളിക്കുവാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഇങ്ങനെ ഒരു ഇതിനകത്ത് നമ്മളൊരു ഫാമിനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത് അത് ശരിയാവത്തില്ല. അപ്പം ഞാൻ ഈ കോൺടാക്ട് നമ്പർ തന്നു കഴിഞ്ഞാൽ ഞാൻ സാറിന്റെ ആപ്ലിക്കേഷൻ ഏതാണെന്നും കൂടെ നോക്കിയിട്ട്, നമുക്കിപ്പോൾ 2 ടൈപ്പ് ഹീറ്റ് പമ്പ് ഉണ്ട്. നമുക്ക് എയർ ടു വാട്ടർ, നമുക്ക് എയർ ടു വാട്ടർ ഹീറ്റ് പമ്പ് എന്ന് പറയുന്നത് നമ്മൾ എയർ തണുപ്പിച്ചുകൊണ്ട് വാട്ടറിലേക്ക് നമ്മൾ ചൂട് കൊടുക്കും. ഇപ്പൊ നമ്മൾ ഹോട്ട് വാട്ടർ ആപ്ലിക്കേഷൻസിലാണ് നമ്മൾ എയർ ടു വാട്ടർ ഹീറ്റ് പമ്പ് ഉപയോഗിക്കുന്നത്. പിന്നെ നമുക്ക് എയർ ടു എയർ ഹീറ്റ് പമ്പ് ഉണ്ട്. അത് നമ്മൾ കൂടുതലും സ്പേസ് കൂളിംഗ് ആപ്ലിക്കേഷന് വേണ്ടി, സ്പേസ് ഹീറ്റിങ്ങിന് വേണ്ടി, അതായത് എയർ ആയിരിക്കും, ഇൻപുട്ട് മീഡിയം എയർ ആയിരിക്കും, ഔട്ട്പുട്ട് മീഡിയവും എയർ ആയിരിക്കും. പിന്നെ നമുക്ക് വാട്ടർ ടു വാട്ടർ ഉണ്ട്. ഇപ്പൊ നമ്മൾ ഒരു എക്സാമ്പിൾ, ഒരു സൈറ്റ് ഞാൻ പറഞ്ഞുതരാം. നമുക്കിവിടെ കോവളത്ത്, ട്രിവാൻഡ്രത്ത് വന്നിട്ടുള്ള ഒരു കോവളം എന്ന് പറയുന്ന സൈറ്റ് അറിയാമോ സാർ? കേട്ടിട്ടുണ്ടോ? കോവളത്ത് നമുക്കൊരു അവിടെ ഒരു റിസോർട്ട് ഉണ്ട്. എനിക്കൊന്ന് താജ് ആണെന്നാണ് തോന്നുന്നത്, താജിന്റെ വാൻത താജ് ആണെന്നാണ് തോന്നുന്നത്. അവിടെ നമുക്കൊരു ചില്ലർ പ്ലാന്റ് അവർ വെച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ വാട്ടർ ടു വാട്ടർ ഹീറ്റ് പമ്പ് ഉപയോഗിച്ചുകൊണ്ട് ഈ ചില്ലറിൽ എന്ന് വരുന്ന വെലം നമ്മൾ ചിൽഡ് വാട്ടർ ഫർദർ കൂൾ ചെയ്യുമ്പോൾ കുറച്ച് ഹീറ്റ് അവിടെ നിന്ന് കിട്ടും. അതെടുത്തിട്ട് അവിടെ ഹോട്ട് വാട്ടർ പ്രൊഡക്ഷൻ സൈമിൾട്ടേനിയസ് ആയിട്ട് ചെയ്യുന്നുണ്ട്. സോ ഇങ്ങനെ നമുക്ക് എയർ ടു എയർ ഉണ്ട്, എയർ ടു വാട്ടർ ഉണ്ട്, വാട്ടർ ടു എയർ ഉണ്ട്. അപ്പൊ ഏത് കോമ്പിനേഷൻ ആണ് വേണ്ടതെന്ന് നോക്കിയിട്ട് അത് മാനുഫാക്ചർ ചെയ്യുന്ന ഇൻഡസ്ട്രീസ് ഉണ്ട്.
ഓക്കെ, താങ്ക് യു. യു ക്യാൻ കോൺടാക്ട് ക്രീപ്പ. നമുക്ക് ക്രീപ്പ അറിയായിരിക്കുമല്ലോ. ഇപ്പൊ ഈ പങ്കെടുക്കുന്ന സോളാർ ഇന്റഗ്രേറ്റേഴ്സും ഒരുപാട് ആൾക്കാർ ക്രീപ്പയിൽ ഉണ്ടായിരിക്കുമല്ലോ. സോ ക്രീപ്പ വിൽ ബി ഹാവിംഗ് എ ലിസ്റ്റ് ഓഫ് ദീസ് സപ്ലയേഴ്സ്. ഓക്കെ, ഓക്കെ, താങ്ക് യു. താങ്ക് യു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ ഇമെയിൽ ഐ ഡി ഞാൻ ഇവിടെ ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇമെയിൽ ഐ ഡി, ഫോൺ നമ്പറും ഷെയർ ചെയ്തിട്ടുണ്ട്, വിളിക്കാവുന്നതാണ്. സാറേ, സോളാർ ഇൻഡസ്ട്രിക്ക് ഇപ്പം ഫ്യൂവലും മറ്റതുപോലുള്ള ഉപകരണങ്ങൾ യൂസ് ചെയ്യുന്നവരെ കൺവേർട്ട് ചെയ്യാനായിട്ട് ഇവര് താല്പര്യപ്പെടുന്നുണ്ട്. കൂടുതലും ഫിനാൻസ് പ്രോഫിറ്റ് ഉള്ള ടൈപ്പ്. സാറിന് അങ്ങനെയുള്ള കുറച്ച് മേഖലകൾ ഒന്ന് സജക്ട് ചെയ്യാമോ? സാർ ഒന്ന് റിപ്പീറ്റ് ചെയ്യാമോ സാർ? ഞാൻ ക്ലിയർ ആയിട്ട് കേട്ടില്ല. അതായത് കുറച്ച് ഇൻഡസ്ട്രി, ഇപ്പം ഫ്യൂവല് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇൻഡസ്ട്രിയെ സോളാറിലേക്ക് മാറ്റാൻ വേണ്ടി ഒന്ന് ട്രൈ ചെയ്യുന്നു. കാരണം സോളാറിന്റെ ബിസിനസ് ഇപ്പോൾ ഒരു ഭയങ്കര കോമ്പറ്റീഷൻ ലെവലാണ്. അപ്പൊ ഇവരെല്ലാവരും ഫ്യൂവലിൽ നിന്ന് ഇതിലേക്ക് ഇലക്ട്രിസിറ്റിയിലേക്ക് മാറ്റി അതിനെ സോളാർ ചെയ്യാനായിട്ടാണ് സോളാർ മേഖലയിൽ നിൽക്കുന്ന ആളുകൾ ട്രൈ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് മേഖലകൾ, അതായത് അവർക്ക് കൂടുതൽ പ്രോഫിറ്റ് ആയിട്ടുള്ള കുറച്ച് മേഖലകൾ ഏതൊക്കെയാണെന്ന് അതെ പറയാം സാർ. ഓക്കെ, വെരി ഗുഡ് സജഷൻ. ആൻഡ് ഞാൻ അതാണ് ആദ്യം തൊട്ടേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ ഫ്യൂവൽ സ്വിച്ചിങ് എന്ന് പറഞ്ഞ ടോപ്പിക് എടുത്തത്, ഇത് ഇൻഡസ്ട്രിയൽ ഇലക്ട്രിഫിക്കേഷൻ എന്നൊരു ടോപ്പിക് എടുക്കാനാണ് ആദ്യം സാർ ആവശ്യപ്പെട്ടത്. പക്ഷേ ഈ ഇൻഡസ്ട്രിയൽ ഇലക്ട്രിഫിക്കേഷനെക്കാളും പറ്റിയ ഈ ഒരു ടോപ്പിക് ഇൻഡസ്ട്രിയൽ ഇലക്ട്രിഫിക്കേഷൻ തന്നെയാണ്. പക്ഷെ ഇതിന് പറ്റിയ ഒരു ടൈറ്റിൽ എന്ന് പറയുന്നത് ഫ്യൂവൽ സ്വിച്ചിങ് ടു ഇലക്ട്രിസിറ്റി ആണെന്ന് എനിക്ക് തോന്നി. കാരണം എന്ന് പറഞ്ഞാൽ ഫ്യൂവൽ ഇലക്ട്രിക്കലിലേക്ക് സ്വിച്ച് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഇലക്ട്രിസിറ്റി ഡിമാൻഡ് ഉണ്ടാവുക. അപ്പോഴാണ് നമുക്ക് സോളാർ പ്രൊമോട്ട് ചെയ്യാൻ പറ്റുക. അതല്ലേ സാർ ഉദ്ദേശിക്കുന്നത്? അപ്പൊ അതിനകത്ത് അപ്പൊ നമുക്ക് ഇങ്ങനെ മാറുന്നതിൽ നമുക്ക് പറ്റിയ കുറച്ച് സെക്ടേഴ്സ് ഞാൻ പറയാം. ഞങ്ങൾ കുറച്ച് എനർജി ഓഡിറ്റ്സ് കുറച്ച് വർഷങ്ങളായിട്ട് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഈ കുറച്ച് ഇൻഡസ്ട്രീസ് ചെയ്തപ്പോൾ നമുക്ക് കൂടുതലും ഈ തെർമൽ എനർജി യൂസ് ചെയ്യുന്ന കാണുന്ന ഈ കാഷ്യൂ പ്രോസസ്സിംഗിൽ നല്ലൊരു സ്കോപ്പ് ഉണ്ട്. കാരണം കാഷ്യൂ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ സ്മോൾ സ്കെയിൽ, നമുക്ക് MSME എന്ന് പറയാം. മെയിനായിട്ട് നമുക്ക് MSME ഇൻഡസ്ട്രീസിലാണ് ഈ കൂടുതൽ തെർമൽ എനർജി കൈകാര്യം ചെയ്യുന്ന നമുക്ക് ഫ്യൂവൽ സ്വിച്ചിങ്ങിലേക്ക് മാറാൻ പറ്റുന്നത്. കാരണം നമുക്ക് വലിയ ഫാക്ടറീസിലൊക്കെ മാസീവ് പ്രോസസ്സുകളാണ് നടക്കുന്നത്. സോ അവിടെ നമുക്കിപ്പോ പെട്ടെന്ന് ഒരു ഫ്യൂൽ സ്വിച്ചിങ് പോസിബിൾ ആവത്തില്ല. ഈ മൈക്രോ, സ്മാൾ ആൻഡ് മീഡിയം, അതായത് ചെറുകിട വ്യവസായ സ്ഥാപനങ്ങളിൽ നമുക്കിത് ചെയ്യാവുന്നതാണ്. കാരണം കാഷ്യൂ പ്രോസസ്സിങ് ഓക്കെ. പിന്നെ നമുക്ക് മാനുഫാക്ചറിങ് പ്രോസസ്സ്, അതായത് ഈ കാസ്റ്റിങ്ങും അങ്ങനെയൊക്കെ ചെയ്യുന്ന ഈ വർക്ക്ഷോപ്സ് ഉണ്ടാവും. നമ്മുടെ ഈ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്സ് ഉണ്ടാവുമല്ലോ, ഈ സിഡ്കോ അതുപോലെയുള്ള ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്സ്, അവിടെ ഒരുപാട് ഈ ഫോർജിങ്, കാസ്റ്റിങ്, ഫൗണ്ടറി ഒക്കെ ചെയ്യുന്നുണ്ട്. സോ ഇത് നമുക്ക് ഇലക്ട്രിസിറ്റിയിലേക്ക് മാറാൻ പറ്റുന്നതാണ്. പിന്നെ ഉള്ള വേറൊരു മേഖലയാണ് ഫുഡ് പ്രോസസ്സിംഗ്. ഫുഡ് പ്രോസസ്സിംഗിൽ നമുക്ക് അതായത് നമുക്കിപ്പോൾ കേരളത്തിൽ ഒത്തിരി ഫുഡ് പ്രോസസ്സിംഗ് യൂണിറ്റ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഈ ബേക്കറി, ഇതുപോലെ ബേക്കിംഗ് പ്രോഡക്ട്സ് ഉണ്ടാക്കുന്ന സ്ഥലങ്ങൾ. അപ്പൊ അവിടെയൊക്കെ നമുക്ക് ഈ സോളാർ അറ്റാച്ച് ചെയ്തുകൊണ്ട് നമുക്ക് ഇലക്ട്രിക് ഇതിലേക്ക് മാറാവുന്നതാണ്. നമുക്ക് ഈ ഒരു ടെക്നോളജി പ്രൊമോട്ട് ചെയ്യാവുന്നതാണ്. ഐസ് പ്ലാന്റുകളിൽ സാറേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയൊരു ഐസ് പ്ലാന്റ് സീ ഫുഡിലും ചെയ്യാം. നമുക്ക് സീ ഫുഡ് നമുക്ക് കൊച്ചിൻ ആയിരിക്കും ചെയ്യാൻ പറ്റും. സീ ഫുഡിലും നമുക്ക് ഇതുപോലെ നമുക്ക് ഇത് ഇലക്ട്രിക് കൂളിംഗിലേക്ക് മാറിയിട്ട് നമുക്ക് അങ്ങനെ ചെയ്യാം. നമുക്ക് ഈ ഐസ് പ്ലാന്റ് സാർ പറഞ്ഞ വളരെ ശരിയാണ്. നമുക്ക് വേറൊരു ടെക്നിക്ക് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഐസ് പ്ലാന്റിൽ നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ഐസ് ബാങ്ക്. നമ്മൾ ഐസ് ബാങ്ക് എന്ന് പറഞ്ഞൊരു ടെക്നോളജി. അതായത് നമ്മൾ ഐസ് സ്റ്റോർ ചെയ്യുന്നു. നമ്മൾ ഈ ഐസ് മേക്ക് ചെയ്യുന്നത് നമുക്കറിയാം, ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നതിന്റെ കോസ്റ്റ് നമ്മൾ ഓരോ സോൺ ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് പീക്ക്, ഓഫ് പീക്ക്, നോർമൽ എന്ന് പറഞ്ഞ 3 സോൺ ഉണ്ട്. അപ്പൊ ഇതിൽ നമുക്ക് ഓഫ് പീക്ക് ടൈമിലായിരിക്കും ഇലക്ട്രിസിറ്റി ചാർജ് കുറവ്. ഇത് കൂടുതലും HT കൺസ്യൂമേഴ്സിനാണ് ആപ്ലിക്കബിൾ ആവുക. അപ്പൊ നമ്മളൊരു ഐസ് പ്ലാന്റ് എടുക്കുമ്പോൾ അവിടെ നമ്മൾ ഈ ഐസ് മേക്ക് ചെയ്യുന്നത് ഓഫ് പീക്ക് ടൈമിലായിരിക്കും. അതായത് നമ്മൾ ഇലക്ട്രിസിറ്റി ഏറ്റവും വില കുറഞ്ഞ സമയം എന്ന് പറഞ്ഞാൽ മോർണിംഗ് ടൈമാണ്. ആ ടൈമിൽ നമ്മൾ ഐസ് മേക്ക് ചെയ്യും. എന്നിട്ട് ഇത് നമ്മൾ ഈ ഐസിലുള്ള ഐസായിട്ട് നമ്മൾ സ്റ്റോർ ചെയ്തിട്ട് ഇതിൽ നിന്ന് നമ്മൾ കൂളിങ്ങും നമ്മുടെ ഐസിന്റെ നീഡ്സും ഒക്കെ നമ്മൾ ഈവനിങ് ടൈമിലായിരിക്കും ഇതിൽ നിന്ന് എടുക്കുക. സോ ആ ടൈമിൽ നമുക്ക് അത്രയും ഇലക്ട്രിസിറ്റി ബില്ല് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഈ ഐസ് മേക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇലക്ട്രിസിറ്റിയും യു ക്യാൻ യൂസ് സോളാർ. ബിക്കോസ് സോളാർ എപ്പോഴാണ് നമുക്ക് അവൈലബിൾ ആവുക? മോർണിംഗ് ടൈമിലാണ്. അതായത് നമ്മൾ മോർണിംഗ് 6:45 ടു ഈവനിങ് 6:45 ആണ് നമ്മുടെ അതിന്റെ സൈക്കിൾ പറയുന്നത്. അതിൽ മാക്സിമം അവൈലബിലിറ്റി 11 o'clock ടു 3 o'clock എന്ന് പറയുന്ന എന്നെക്കാളും കൂടുതൽ നിങ്ങൾക്ക് അറിയായിരിക്കും, നിങ്ങളാണ് അത് ചെയ്യുന്നത്. സോ ആ ടൈമിൽ നമ്മൾ ഐസ് മേക്ക് ചെയ്തിട്ട്, സാർ പറഞ്ഞ ശരിയാണ്, നമുക്ക് അത് റീയൂസ് ചെയ്യാം. വേറെ എന്തെങ്കിലും സജഷൻ ഉണ്ടോ സർ? ഹലോ സാർ, ഇതുപോലെ തന്നെ ലാർജ് സ്കെയിലിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന
കുറച്ച് ഓപ്ഷൻസ് ഇപ്പം ഒരു വലിയ ലെവലില് ഇൻഡസ്ട്രി യൂസ് ചെയ്യുന്ന മേഖലകളിൽ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ചില മേഖലകൾ ഒന്ന് സജക്ട് ചെയ്യാൻ പറ്റുമോ? സൗണ്ട് ഹലോ ക്ലിയർ ആയി സാറേ. സർ ഇപ്പൊ ക്ലിയർ ആയി. സാർ ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസ്. ഓക്കെ, നമുക്ക് ഈ പ്രൊഡക്ഷൻ, അതായത് നമ്മൾ ഈ എന്തെങ്കിലും ഈ ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സ് ഒക്കെ മാനുഫാക്ചർ ചെയ്യുന്ന ഇൻഡസ്ട്രീസ് ഉണ്ട്, പർട്ടിക്കുലർലി മോട്ടോഴ്സ്, ട്രാൻസ്ഫോമർ ഒക്കെ ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രീസ് ഉണ്ട്. സോ ഇവിടെയൊക്കെ നമുക്കൊരു കൂടുതലും ഫർണസ് അത്യാവശ്യമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. സോ ഈ ഫർണസ് നമുക്ക് ഇൻഡക്ഷൻ ഫർണസിലേക്ക് മാറാം. അതായത് അപ്പൊ അന്നേരം നമുക്ക് സ്റ്റീമിന്റെ ഉപയോഗം കുറയ്ക്കാം, സ്റ്റീമിന്റെയും കോളിന്റെ ഒക്കെ ഉപയോഗം നമുക്ക് കുറച്ചിട്ട് നമുക്ക് ഇതെല്ലാം ഇലക്ട്രിക് ഹീറ്റിംഗിലേക്ക് മാറുന്നു. സോ ഇത് പവർ ക്വാളിറ്റി പ്രോബ്ലം ഒക്കെ ഉണ്ടാക്കുമെങ്കിലും നമുക്ക് ഈ നമ്മുടെ ഒരു എനർജി കൺസർവേഷൻ ആംഗിളിൽ ഇത് കറക്റ്റ് ആണ്. പിന്നെ നമുക്ക് പവർ ക്വാളിറ്റി പ്രോബ്ലംസ് നമുക്ക് അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനായിട്ട് നമുക്ക് ഫിൽറ്റേഴ്സ് ഒക്കെ അവൈലബിൾ ആണ്, ഇലക്ട്രിക് പവർ ക്വാളിറ്റി ഫിൽറ്റേഴ്സ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. സോ നമുക്ക് ആ ഒരു രീതിയിൽ ചിന്തിക്കാം, ഇൻഡക്ഷൻ ഫർണസിലേക്കൊക്കെ മാറാവുന്നതാണ്. കൂടുതൽ ഈ ഫർണസ് ആണ് മിക്കവാറും ഇൻഡസ്ട്രീസിലൊക്കെ വരുന്ന ഹെവി ആയിട്ട് എനർജി കൺസ്യൂം ചെയ്യുന്ന ഒരു എക്യുപ്മെന്റ്. പിന്നെ ഒന്ന് ബോയിലർ. പിന്നെ ഈ ബോയിലർ നമുക്ക് സ്റ്റീം വേണമെന്നുള്ള പ്രോസസ്സുകൾക്ക് നമുക്ക് ബോയിലർ ഒഴിച്ചുവിടാൻ പറ്റാത്ത ഒരു എക്യുപ്മെന്റ് ആണ്. നമുക്ക് സ്റ്റീമിന് പകരം, ഞാൻ ഈ പറഞ്ഞ പോലെ ഡ്രൈയിങ്ങിന് സ്റ്റീമിന് പകരം ഡയറക്റ്റ് ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചിട്ടുള്ള പ്രോസസ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ബോയിലർ ഇത് ചെയ്യാം. പക്ഷെ നമുക്ക് ബോയിലർ കൂടുതലും മാറ്റുന്നത് കുറച്ച് പാടാണ്. ഈ ഫർണസ് നമുക്ക് ഇൻഡക്ഷൻ ഫർണസിലേക്കൊക്കെ മാറാം. കാരണം ഈ കുപ്പോള ഫർണസിന് പകരം നമുക്ക് ഇൻഡക്ഷൻ ഫർണസിലേക്ക് മാറാം. സാർ നമ്മള് പിന്നെ സാർ നേരത്തെ ഒരു ചാർട്ടിൽ കൊടുത്തിരുന്നു, ഇതിന്റെ കൺവെൻഷനിലേക്ക് വരുമ്പോൾ അതിന്റെ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് കവർ ചെയ്യുന്നത് ഒരു പിന്നെ ഒന്നര വർഷം, ഏതാണ്ട് 1.4 months. നമ്മളിപ്പം ഇൻഡക്ഷൻ കുക്കറിനെ ഇതാണോ സാർ ഈ സ്ലൈഡ് അല്ലേ? അതെ. നമ്മളിപ്പോ ഈ ഇൻഡക്ഷൻ കുക്കറിന്റെ കാര്യത്തിൽ നമ്മൾ നോക്കിയപ്പോൾ അതും അവർ പറയുന്നത് 397 അല്ലെങ്കിൽ ഒരു മാക്സിമം 1.6 years കൊണ്ട് അതിന്റെ ROI കവർ ചെയ്യുമെന്ന് പറഞ്ഞു. ഇതേപോലെ തന്നെ ആയിരിക്കുമോ പൊതുവായിട്ടുള്ള നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഇൻഡക്ഷൻ കുക്കർ അല്ലേ? വീട്ടില് അല്ല സാറേ, ഇപ്പൊ ഈ ഹോട്ടലുകൾക്ക് വേണ്ടിയേ പിന്നെ 100 കിലോവാട്ട് 200 കിലോവാട്ടിന്റെ ഈ റൈസ് കുക്കർ ഒക്കെ നമ്മൾ സ്കൂളിലേക്ക് വേണ്ടി ഒരു പ്രോജക്ട് സബ്മിറ്റ് ചെയ്തായിരുന്നു. എല്ലാ സ്കൂളുകളിലും അവരുടെ ഉച്ചഭക്ഷണത്തിന് കഞ്ഞിക്ക് വേണ്ടി 100 ലിറ്ററിന്റെ ഒരു ഇൻഡക്ഷൻ കുക്കറും പിന്നെ അതിനോടുള്ള പവർ പ്ലാന്റും. കാരണം ടീച്ചേഴ്സ് ആണ് അവരുടെ കയ്യിൽ നിന്ന് പൈസയൊക്കെ എടുത്തിട്ട് പലപ്പോഴും ഗ്യാസിന് ഇത് ചെയ്യുക. അതിനുവേണ്ടി നമ്മൾ ഒരു പ്രോജക്റ്റ് ആയിരുന്നു. അപ്പൊ അതിന് വന്നപ്പോ 1.6 ഇതാണ് പറഞ്ഞത് ഇയർ. ഇതുപോലെ തന്നെ ആയിരിക്കുമോ കോമൺ ആയിട്ട് എല്ലാത്തിനും ഇതിങ്ങനെ വരിക, ROI കവർ ചെയ്യുന്നതിന്റെ ഏകദേശ കണക്ക്? ഇൻഡക്ഷൻ അതായത് ഫർണസിന്റെ ROI കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ സിമ്പിൾ പേ ബാക്ക് പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഏകദേശം 1.5 വർഷം, മാക്സിമം 2 year വരെ പോയിട്ടുണ്ട്. അതെ അതാണ് ഞാൻ പറഞ്ഞത്. ഇൻഡക്ഷൻ ഫർണസിലേക്ക് മാറിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു അത് പർച്ചേസ് ചെയ്യുന്ന ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് 2 yearലേക്ക് തിരിച്ചു കിട്ടും. അപ്പൊ നമുക്കത് വളരെ ഒരു അട്രാക്റ്റീവ് ആണ്. നമുക്ക് സോളാർ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ പോലും നമുക്ക് ഏകദേശം വിൽ ടേക്ക് 4 years അല്ലേ, 4 to 5 years അല്ലേ നമുക്ക് തിരിച്ച് പേ ബാക്ക് കിട്ടുന്നത് ഗ്രിഡ് കണക്റ്റഡ് ആകുമ്പോൾ. അതെ, വലിയ പ്ലാന്റ് ഒക്കെ അതെ, ചെറിയ പ്ലാന്റ് ആണെങ്കിൽ കുറയും, കൂടുതൽ പെട്ടെന്ന് കിട്ടും. അതെ നമുക്ക് വീടുകളിലൊക്കെ വെക്കുന്നതൊക്കെ കുറച്ച് പെട്ടെന്ന് ഇത് ചെയ്യാം അല്ലേ, സ്ലാബ് മാറുന്നതുകൊണ്ട്. കൂടുതൽ ടൈം പീരീഡ് കൂടുതലെടുക്കും. ഇപ്പൊ ഒരു 2 കിലോവാട്ട് 3 കിലോവാട്ടൊക്കെ ആണെങ്കിൽ നമ്മൾ ഇൻട്രസ്റ്റ് ബേസ് കാൽക്കുലേറ്റ് ചെയ്യുവാണെങ്കിൽ ഒരു 8 to 9 years ഒക്കെ എടുക്കും. അതേസമയം ചെറുതൊക്കെ ആണെങ്കിൽ ഇപ്പൊ ഒരു 50 കിലോവാട്ടൊക്കെ ആണെങ്കിൽ IT ബെനിഫിറ്റും എല്ലാം കൂടെ ആണെങ്കിൽ ഒരു 3.6 years അല്ല 4 years കൊണ്ട് ഇൻട്രസ്റ്റ് കവർ ചെയ്തു സാധാരണ. ഓക്കെ. ഇത് നമ്മൾ ഇതിനകത്ത് പറയേണ്ടത് 2 കാര്യങ്ങളാണ്. നമ്മളത് ബിസിനസ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇലക്ട്രിസിറ്റിയിലേക്ക് മാറാനാണ് പറയുന്നത്. അത് ഓക്കെ, നല്ലൊരു ഇതാണ്. രണ്ടാമത്തെ നമ്മൾ പ്രധാനമായിട്ടും പറയേണ്ടത് പൊല്യൂഷൻ എന്ന് പറയുന്നത് ഇലക്ട്രിസിറ്റിയിലേക്ക് മാറുമ്പോൾ നമുക്ക് പ്ലാന്റ് പൊല്യൂഷൻ കുറയുകയാണ്, ക്ലീൻ ആവുകയാണല്ലോ, പിന്നെ മെയിൻ്റനൻസും കുറയുവാണല്ലോ. ബിസിനസ്സുകാർ അതൊന്നും നോക്കില്ല സാറേ. ഞങ്ങളിപ്പോ ബിസിനസ്സുകാരോട് ഇത്രയും ക്യാഷ് ബെനിഫിറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ അവർ ഓട്ടോമാറ്റിക് ആയിട്ട് മാറും. കാരണം കൺട്രോളും ഹീറ്റിംഗ് ക്വാളിറ്റിയും ഒക്കെ വ്യത്യാസമാണ് സാർ. ഈ ഇൻഡക്ഷൻ ഇതുവഴി ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു പ്രോഡക്റ്റ് ഒരു റോ മെറ്റീരിയൽ ഹീറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ഫുൾ എല്ലാ തലത്തിലും ഹീറ്റ് എത്തുകയാണ്. യൂണിഫോം ഹീറ്റിംഗ് ആയിരിക്കും. നമ്മുടെ കോൾ വെച്ചിട്ട് ഹീറ്റ് ചെയ്യുമ്പോൾ യൂണിഫോം ഹീറ്റിംഗ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതൊരു വലിയ പ്ലസ് പോയിന്റ് സാറേ. സ്റ്റീൽ മാനുഫാക്ചറിങ്ങിലൊക്കെ വളരെ അത്യാവശ്യമാണ്. ഇപ്പൊ സ്റ്റീലൊക്കെ മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് ഈ ഫർണസസ് ആണ് യൂസ് ചെയ്യുന്നത്. സോ അവിടെയൊക്കെ നമ്മൾ യൂണിഫോം ഹീറ്റിംഗ് വന്നില്ല എന്നുണ്ടെങ്കിൽ അയൺ കണ്ടന്റ് കൂടുതൽ വരും.
So it is a very uniform and precise heating. Electricity എന്ന് പറയുന്നത് it is a high quality energy. Compared to all other energy sources, electricity is the first quality energy because it is generated from different sources and after ഇത്രയെല്ലാം ലോസ് കഴിഞ്ഞിട്ട് കിട്ടുന്ന എനർജിയാണ്. ഒരു നമുക്ക് വേണമെങ്കിൽ പറയാവുന്ന ഒരു ഫിൽട്ടർ ചെയ്ത് കിട്ടുന്ന എനർജിയാണ് നമുക്ക് ഇലക്ട്രിസിറ്റി എന്ന് പറയാം. So the quality will be different. വേറെ ചോദ്യങ്ങൾ ചോദിച്ചോളൂ. സാറേ ഫൗണ്ടറീസ് എനിക്ക് തോന്നുന്നത് ഒത്തിരിയേറെ ഫൗണ്ടറീസിൽ ഞാൻ പോയിട്ടുണ്ടെങ്കിലും അവിടെ ഒന്നും ഈ കോള് വെച്ച് ഉപയോഗിക്കുന്നില്ല. എല്ലാവരും തന്നെ ഇൻഡക്ഷൻ ഫർണസ് ആണ് ഉപയോഗിക്കുന്നത്, ഇലക്ട്രിക്കലാണ്. പക്ഷെ ആ ഇലക്ട്രിക്കൽ സോളാറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പോസിബിലിറ്റി ഉണ്ടോ എന്നുള്ളത് സംശയമാണ്. കാരണം അതിന് അവരുടെ ഒക്കെ ഒരു സാധാരണ ചെറിയ ഇതൊക്കെ ഒരു ഏറ്റവും കൂടി കഴിഞ്ഞാൽ ഒരു 50 സെന്റ് സ്ഥലത്ത് ആണ് ഇതൊക്കെ സിറ്റുവേറ്റ് ചെയ്യണം. അവർക്ക് വേണ്ട പവർ മിക്കവാറും ഒരു 600 കിലോവാട്ട് 700 കിലോവാട്ട് ഒക്കെ ആവശ്യമുള്ള ഒരു പ്ലാന്റ് ആയിരിക്കും. അപ്പൊ അത്രയും സ്ഥലത്തൊക്കെ സോളാർ പാനൽ ചെയ്യും. പിന്നെ സോളാർ പാനലിന് വേണ്ട ഒരു ഇലക്ട്രിസിറ്റിയും ബൈ ഇലക്ട്രിസിറ്റി വേണോ ബൈ സോളാർ വേണോ എന്നുള്ള ഒരു ചോയ്സേ അവർക്കൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ അവരുടെ സ്പേസ് കൺസ്ട്രെയിന്റും ഉണ്ടാവും, അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റും വലിയ കാര്യമായിരിക്കില്ല. ഇപ്പൊ ഈ സോളാർ പാനലിന് ചെയ്യുന്ന ഇൻവെസ്റ്റ്മെന്റ് അവർ വേറെ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് കുറച്ചുകൂടി പ്രോഫിറ്റബിൾ കൂടുതലായിരിക്കും അവർ. പക്ഷേ അതെ, മിക്കവാറും ആൾക്കാർ അങ്ങനെ ചിന്തിക്കുന്നുണ്ട്. ശരിയാ സാർ പറഞ്ഞ വളരെ ശരിയാണ്. വീലിംഗ് അതാ ഞാനതാ പറയാൻ വന്നത്. നമുക്കിപ്പോ ഉള്ള വേറൊരു ടെക്നോളജിയാണ്. നമുക്കിപ്പോ ഒരു സ്ഥലത്ത് നമുക്ക് സ്ഥലം കുറവാണ്, നമുക്ക് അവിടെയാണ് നമ്മുടെ പ്ലാന്റ് ഓപ്പറേഷൻ നടക്കുന്നത്. ഈ നമുക്ക് വേറൊരു ഏരിയയിൽ നമുക്ക് സ്ഥലമുണ്ട്, ആ സ്ഥലം നമുക്ക് വേറെ കൺസ്ട്രക്ഷൻ ഒന്നും പോസിബിൾ അല്ല, നമ്മൾ വേറെ റീയൂസ് ഒന്നും വരുന്നില്ല എന്നുണ്ടെങ്കിൽ യു ക്യാൻ പുട്ട് ദ സോളാർ PV പ്ലാന്റ് ദെയർ ആൻഡ് യു ക്യാൻ അപ്ലൈ ഫോർ ഓപ്പൺ ആക്സസ്. ഓപ്പൺ ആക്സസിന് നമുക്ക് KCBയിൽ ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഓപ്പൺ ആക്സസ് പെർമിഷൻ തരും. സോ നിങ്ങൾക്ക് അത് അവിടുന്ന് പവർ വീലിംഗ് എന്ന് പറയും. സാർ പറഞ്ഞാൽ വീലിംഗ് ചെയ്ത് നമുക്ക് ഇവിടെ അത് യൂസ് ചെയ്യാം. സോ അതൊരു ബുക്ക് അഡ്ജസ്റ്റ്മെന്റ് ആയിരിക്കും, രണ്ടിടത്തും ബില്ല് വരുന്നുണ്ടാവും, ഈ ബില്ലിൽ നിന്ന് അത് ഡിഡക്ട് ചെയ്യും. സോ നമുക്ക് ഇതിനകത്ത് ഇപ്പൊ നമുക്ക് കേരളത്തിനകത്തുള്ള ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ നമുക്ക് വീലിംഗ് ചാർജ് ഇല്ല. വീലിംഗിന് അവരുടെ ട്രാൻസ്മിഷൻ ഫെസിലിറ്റി ഉപയോഗിക്കുന്നതിന് നമുക്ക് സ്റ്റേറ്റിനകത്താണെങ്കിൽ നമുക്ക് ഇപ്പം നമുക്ക് തിരുവനന്തപുരത്ത് ഒരു ലോഡ് സെന്റർ ഉണ്ട്. നമുക്ക് തിരുവനന്തപുരത്താണ് നമുക്ക് പവർ ആവശ്യം, നമ്മുടെ പ്ലാന്റ് പാലക്കാടാണ് ഇരിക്കുന്നത്, പക്ഷെ നമുക്ക് വീലിംഗിന് ചാർജ് ഒന്നും കൊടുക്കണ്ട. 5% കട്ട് ചെയ്യുന്ന 5% കുറയുന്നുണ്ടല്ലേ സാർ? ടോട്ടൽ യൂണിറ്റിന്റെ അവരെടുത്തതിന്റെ യൂണിറ്റ് 5% അവർ റെഡ്യൂസ് ചെയ്യും. പിന്നെ നമുക്ക് ഇപ്പൊ തന്നെ ലൈൻ വേണമെങ്കിൽ റെന്റിന് എടുക്കാം. റെന്റിന് എടുത്തിട്ട് നമുക്കത് KCBക്ക് റെന്റ് കൊടുക്കുവാണെങ്കിൽ അവരത് നമുക്ക് അവിടുന്ന് ട്രാൻസ്മിഷൻ ചെയ്ത് തരും. ഓക്കെ അതാണ്. ഇപ്പൊ നമ്മുടെ ഏഴിമല നേവൽ അക്കാഡമിയിൽ എന്തോ ചെയ്തിട്ടുണ്ടല്ലോ, അത് പക്ഷെ അവർ ഇൻഡോ സ്റ്റേറ്റ് ആണല്ലേ, വേറെ സ്റ്റേറ്റിലാണ് എടുക്കുന്നല്ലേ? ഏഴിമല അവിടെ ഒരു 500 KW ഒരു അത് ഇതിനു വേണ്ടിയുള്ള സാറേ, നമ്മുടെ ഗവൺമെന്റിന് വേണ്ടിയുള്ള ഒരു പ്രോജക്റ്റ് ആയിരുന്നു. അവിടെ എന്തോ ഇതുപോലെ ഇൻട്രസ്റ്റേറ്റ് വീലിംഗ് ഉണ്ടെന്ന് കേൾക്കുന്നു, എനിക്ക് അറിയില്ല. അവിടെ മറ്റേ ഇതിനു വേണ്ടിയുള്ളതാണ്, പിന്നെ ഡിഫൻസിന് വേണ്ടിയുള്ള. ഡിഫൻസിന് വേണ്ടി, അതെ കറക്റ്റ്. So it is very interesting to interact with people like you because നിങ്ങളാണ് ഇതുപോലെയുള്ള ടെക്നോളജീസ് ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാർ. അപ്പൊ നമ്മളെ പോലെയുള്ള ഒരു എനർജി ഓഡിറ്റ് ചെയ്ത് അതിന് ഒരു കൺക്ലൂഷൻ തന്ന് നമ്മളൊരു സജഷൻ തന്നിട്ട് പോകും. നമ്മുടെ ഡോക്ടറിന്റെ പണിയാണ് നമ്മൾ ചെയ്യുന്നത്. രോഗം ചികിത്സിക്കുന്നു, രോഗം ഉണ്ടെന്ന് പറയും, അപ്പം അത് ഭേദമാക്കേണ്ട ഉത്തരവാദിത്വം കൂടെ നമുക്കുണ്ട്. സോ അത് നിങ്ങളെപ്പോലുള്ള ആൾക്കാരായിരിക്കും ഫീൽഡിൽ കുറച്ചുകൂടെ എന്നെക്കാളും എക്സ്പീരിയൻസ് ഉണ്ട്. സോ ഇങ്ങനെയൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ ഈ പുതിയ ടെക്നോളജീസ് പ്രൊമോട്ട് ചെയ്യുക. നമ്മളൊരു 5 വർഷം മുമ്പ് അല്ലെങ്കിൽ ഒരു 7 കൊല്ലം മുമ്പായിരുന്നെങ്കിൽ നമ്മൾ ഇലക്ട്രിസിറ്റി ഹീറ്റിങ്ങിനൊന്നും ഉപയോഗിക്കാൻ നമ്മൾ പറയത്തില്ലായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ റിന്യൂവബിൾ എനർജി അന്ന് അത്രത്തോളം ഇല്ല. അന്ന് നമ്മൾ കാർബൺ അല്ലെങ്കിൽ ഫുഡ് പ്രിന്റ് കൂടിയ കോൾ ബേസ്ഡ് ഇലക്ട്രിസിറ്റിയാണ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. സോ അന്നേരം ഹീറ്റിംഗ് എന്ന് പറഞ്ഞാൽ എഫിഷ്യന്റ് അല്ല. സോ ഇപ്പൊ നമ്മളിത് പറയുന്നത് നമ്മൾ റിന്യൂവബിൾ എനർജി മിക്സ് കൂടുതലായതുകൊണ്ടാണ്. വേറെ എന്തെങ്കിലും ഡൗട്ട്സ്? അനിൽ സർ, ഈ PPT ഞങ്ങൾക്ക് ഷെയർ ചെയ്ത് കിട്ടാൻ മാർഗമുണ്ടോ? ഞാൻ മെയിൽ ചെയ്ത് തരാം സർ. സാറിന് കണ്ണൻ സാറിന് മെയിൽ ചെയ്ത് അയച്ചാൽ മതിയോ? ശരി, ഓക്കെ. ഞാൻ തന്നെ മെയിൽ ചെയ്ത് തരാം സർ. താങ്ക് യു സോ മച്ച്. ഞാൻ ഷെയർ ചെയ്ത് തരാം. ഓക്കെ. വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിച്ചോളൂ. സാറിനെയൊക്കെ അപൂർവമായിട്ടൊക്കെ കിട്ടുന്നതാണ്. അതല്ല സാറിന് ഇതിന്റെ കാര്യത്തിൽ ഇപ്പൊ തന്നെ നമുക്ക് വളരെ ഒത്തിരി ഇതാണ് നമ്മുടെ ബിസിനസ്, സോളാർ ബിസിനസ് വർദ്ധിപ്പിക്കാൻ പറ്റിയ ഒത്തിരി ടെക്നിക്സ് നമുക്ക് ഇപ്പൊ ഇത് കിട്ടി. ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്തോളൂ.
സാർ ഇങ്ങനെ സോളാർ വെച്ച് കൺവേർട്ട് ചെയ്തിട്ടുള്ള സാറിന് പരിചയമുള്ള ഏതെങ്കിലും സ്ഥലങ്ങളോ ഇതേപോലെ ഫ്യൂവലിൽ നിന്ന് ഇതിലേക്ക് ഇലക്ട്രിഫിക്കേഷനിലേക്ക് മാറ്റി സോളാർ വെച്ച ഏതെങ്കിലും സ്ഥാപനങ്ങൾ സാറിന് പരിചയമുണ്ടോ? കുറച്ച് സ്ഥാപനങ്ങളും ഉണ്ട്. അപ്പൊ ആ കുറച്ച് സ്ഥാപനങ്ങളിൽ നിന്നുള്ള ഡേറ്റ വെച്ചിട്ടാണ് ഇപ്പൊ ഈ ഇതിനകത്ത് നമ്മൾ കുറച്ച് പ്രസന്റ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ ഈ പ്രസന്റ് ആയിട്ട് ഈ കാണുന്ന സ്ലൈഡ് തന്നെ ഇതുപോലെ ഏതൊരു ഇൻഡസ്ട്രിയിൽ നിന്ന് എടുത്തതാണ്. സോ കുറച്ച് ഇൻഡസ്ട്രീസ് നമുക്കറിയാം. സോ ഇഫ് യു വാണ്ട് എനി ഹെൽപ്പ് വി ക്യാൻ ഡു ദാറ്റ്. വി വിൽ സെൻഡ് ദ ഡീറ്റെയിൽസ്. ഞങ്ങൾക്ക് അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് അയക്കാതെ സെൻഡ് ചെയ്ത് തന്നാലും മതി. കാരണം മറ്റൊരാളോട് ഇന്ന സ്ഥലത്ത് ഇന്നത് ഇതിലേക്ക് ഫ്യൂവലേക്ക് കൺവേർട്ട് ചെയ്ത് ഇലക്ട്രിക്കലിലേക്ക് മാറ്റി സോളാർ വെച്ചെന്ന് പറയുവാണെങ്കിൽ ആ ഒരു റെഫറൻസ് അവർക്ക് ഒരു ബിസിനസ്സുകാരന് പെട്ടെന്ന് അത് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ടുള്ള ഒരു പോസിറ്റീവ് കേസ് സ്റ്റഡി ഒക്കെ ഓക്കെ ഒരു ROI അതിന്റെ ചാർട്ടോ അങ്ങനെ എന്തെങ്കിലും കൂടെ കിട്ടുവാണെങ്കിൽ നമുക്ക് അതുകൂടെ ഒരു ബെനിഫിറ്റ് ആയിരുന്നു. കാരണം ഇത്ര വർഷം കൊണ്ട് അതിന്റെ ഇത് കവർ ചെയ്യുന്നത് അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ചാർട്ട് കാണും. നമ്മുടെ ബെസ്റ്റ് പ്രാക്ടീസസ് എന്ന് പറഞ്ഞൊരു ബുക്ക്ലെറ്റ് ഉണ്ട്. അതിനകത്ത് കുറച്ച് ഡീറ്റെയിൽസ് ഉണ്ടോ? ഞാൻ അത് സാറിന് മെയിൽ ചെയ്ത് തരാം. അല്ലെങ്കിൽ സമീക്ഷ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് ഒരു മാഗസീൻ ഉണ്ട്. അതിലും ഇതുപോലെയുള്ള കേസ് സ്റ്റഡീസ് വരാറുണ്ട്. ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസിയുടെ MSME സെക്ടറിന് വേണ്ടിയുള്ള ഒരു മാഗസീനാണ് സമീക്ഷ. സമീക്ഷയ്ക്കകത്ത് ഇതുപോലെയുള്ള കേസ് സ്റ്റഡീസ് വരാറുണ്ട്. ഞാൻ സാറിന് 1-2 ഞാൻ മെയിൽ ചെയ്ത് തരാം സാർ. ഓക്കെ. ഐ തിങ്ക് നമ്മൾ ഇങ്ങനെയുള്ള ഫ്യൂൽ സ്വിച്ചിങ്ങിനെ കുറിച്ച് പറയുവാണെങ്കിൽ മെജോറിറ്റി കേസസ് ആർ ഹാപ്പനിങ് ഇൻ നോർത്ത് ഇന്ത്യ. നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ കുറവാണ്. നമ്മുടെ തമിഴ്നാട്ടിൽ കുറച്ച് ചെയ്യുന്നുണ്ട്. തമിഴ്നാട് സൈഡിൽ കുറച്ച് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഈ ഒരു തമിഴ്നാട് നമ്മുടെ തിരുനെൽവേലി ആ ഭാഗത്തോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ കുറച്ച് ചെയ്യുന്നുണ്ട്. കാരണം അവിടെയൊക്കെ ഈ വിൻഡ് എനർജി മിക്സ് കൂടുതലാണ്. അപ്പൊ അവിടെയൊക്കെ അവർ ചെയ്യുന്നുണ്ട്. പിന്നെ കൂടുതലും ഇത് കണ്ടിട്ടുള്ള നോർത്തിലാണ്. ഈ ഫർണസ് ഓപ്പറേഷൻസ് ഇതിലോട്ട് മാറുന്നത് കൂടുതലും നോർത്തിലാണ് ഇത് കണ്ടിട്ടുള്ളത്. നമുക്ക് കേരളത്തിലേക്ക് ഇത് കൊണ്ടുവരാം. അതിനുവേണ്ടിയാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സോളാർ ഇൻഡസ്ട്രിയിലുള്ളവർ കൂടുതൽ ട്രൈ ചെയ്യും സാറേ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ബിസിനസ് മേഖല കൂടുതൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി. കാരണം ഇത് ഇപ്പോൾ സാറ് പറഞ്ഞ കണക്കൊക്കെ വെച്ചിട്ടാണെങ്കിൽ വിത്തിൻ 1.6 years കൊണ്ട് അവരുടെ പ്രൊഡക്റ്റ് ഇത് മെഷീനറി കോസ്റ്റ് കവർ ചെയ്യും. അതേ സെയിം കാൽക്കുലേഷൻ എടുക്കുവാണെങ്കിൽ അടുത്ത 1.6 year കൊണ്ട് സോളാർ പ്ലാന്റ് വെച്ചതിന്റെ കോസ്റ്റും കവർ ചെയ്യും. അതായത് 3 years കൊണ്ട് ശരിക്കും സോളാർ പ്ലാന്റിന്റെയും മെഷീനറിയുടെയും കോസ്റ്റ് കവർ ചെയ്യും. പിന്നെ 20 വർഷം എന്ന് പറയുന്നത് അവർക്ക് ഫ്രീ എനർജിയിൽ റൺ ചെയ്യുന്ന ഒരു കമ്പനിയായിട്ട് മാറുമല്ലോ. അപ്പൊ ആ 20 വർഷത്തെ ഫ്രീ എനർജി എന്ന് പറയുന്നത് അവരുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് മറ്റാരും ആ കമ്പനിയായിട്ട് കോമ്പറ്റീറ്റ് ചെയ്യില്ലല്ലോ. So any other questions, any other doubts? കടൻ സാർ, ഇതായിട്ട് റിലേറ്റഡ് അല്ല. ഇപ്പൊ നമ്മളിപ്പോ സോളാർ വെച്ചിട്ട് എനർജി പ്രൊഡ്യൂസ് ചെയ്ത് വിൽക്കുകയാണെന്ന് വിചാരിച്ചോ, അതിന്റെ ROI എത്രയാണെന്ന് സാർ അറിയാമോ? സോളാർ ഇലക്ട്രിക് വെഹിക്കിൾ ആണോ? ഇലക്ട്രിസിറ്റി ആയിട്ട് വിൽക്കുവാന്ന് വെച്ചു. ഇപ്പം 2.96 ആണ്. അത് നമുക്ക് ഒരിക്കലും പ്രോഫിറ്റബിൾ അല്ല. നമുക്കിപ്പോൾ ഏറ്റവും ലാഭകരം എന്ന് പറയുന്നത് ഡീസൽ, പെട്രോൾ, ഗ്യാസ് ഇവയെ കൺവേർട്ട് ചെയ്യുന്നതിനാണ്. കാരണം അതുകൊണ്ടാണ് ഞാനൊരു ഇത് പറഞ്ഞത്. 5 കിലോവാട്ട് ഒരു ഓൺ ഗ്രിഡ് സോളാർ കൊണ്ട് നമുക്ക് ഒരു വീടിനുള്ള ലാഭം എന്ന് പറയുന്നത് ഒരു 4000-4500 രൂപയാണ്. പക്ഷെ 5 കിലോവാട്ട് ഒരു ഇൻഡക്ഷൻ കുക്കർ വർക്ക് ചെയ്യുവാണെങ്കിൽ അതിൽ ലാഭം എന്ന് പറയുന്നത് 10,000 തൊട്ട് 15,000 രൂപ വരെയാണ്. 5 കിലോവാട്ട് ഓൺ ഗ്രിഡ് സോളാർ ഒരു ഇലക്ട്രിക്കൽ കാറിന് യൂസ് ചെയ്യുവാണെങ്കിൽ 20,000 രൂപയാണ് ലാഭം. അതായത് 4000 കിലോമീറ്റർ ആ വണ്ടി ഓടും. കിലോമീറ്ററിന് 5 രൂപ വെച്ച് ഒരു മാസത്തെ ലാഭം 20,000 രൂപയാണ്. ഇതാണ് നമ്മുടെ വൈദ്യുതിയും ഈ ഫ്യൂവലിനെ സ്വിച്ചിങ്ങും ചെയ്യുന്നതിനുള്ള വ്യത്യാസം. അതായത് വൈദ്യുതിയെ അപേക്ഷിച്ച് 4 ഇരട്ടി ലാഭമായിരിക്കും മറ്റു സ്വിച്ചിങ്ങിലേക്ക് മാറുമ്പോൾ. നമുക്ക് ഇലക്ട്രിസിറ്റി കൊടുത്താൽ 2 യൂണിറ്റ് വെച്ചിട്ട് അതിന്റെ ROI കവർ ചെയ്യുന്നതിന് ഒത്തിരി വർഷങ്ങൾ എടുക്കും. അതൊരു പ്രോഫിറ്റബിൾ ബിസിനസ് അല്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ സ്വിച്ചിങ് 12 വർഷമൊക്കെ എടുക്കുന്നുണ്ട്. അത് നമുക്കൊരു പ്രോഫിറ്റബിൾ അല്ല. നമുക്കൊരു അപ്പൊ കസ്റ്റമർ എപ്പോഴും കമ്പാരിറ്റീവ് ബേസ് ഞാൻ സോളാർ ആയിട്ട് തന്നെ വേണ്ടോ ഇലക്ട്രിസിറ്റി വേണോ, അതെ KSEB എന്നുള്ള ഇലക്ട്രിസിറ്റി വേണോ എന്നുള്ള എപ്പോഴും കമ്പാരിസൺ ചെയ്യില്ലേ?
അപ്പൊ നമുക്ക് സോളാർ കൊടുക്കാമല്ലോ. സോളാർ നമ്മൾ എപ്പോഴും സോളാർ ബിസിനസ് ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണല്ലോ. അപ്പൊ നമ്മൾ ഒരിക്കലും KCBയുടെ കാര്യം പറയുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ സോളാർ കാറൊന്നും സോളാർ കിച്ചണൊന്നും ഇതേപോലെ സോളാർ ഇതിനെ മെർജ് ചെയ്യുന്നതിനെല്ലാം നമ്മൾ വിത്ത് സോളാറിലെ പറയുള്ളൂ. KCBയോ ഇലക്ട്രിസിറ്റിയോ നമ്മളൊന്നും പറയുന്നില്ല. കാരണം നമുക്ക് ആവശ്യം നമുക്ക് അതാണ് ഞാൻ നേരത്തെ എപ്പോഴോ പറഞ്ഞു. അതായത് നമ്മുടെ ഫ്യൂച്ചർ പവർ എന്ന് പറയുന്നത് റിന്യൂവബിൾ എനർജി ആയിരിക്കും. നമ്മുടെ ഫ്യൂച്ചർ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് ഇലക്ട്രിക് വെഹിക്കിൾ ആയിരിക്കും. ഇത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. അപ്പൊ ഇത് രണ്ടും ഹാൻഡ് ഇൻ ഹാൻഡ് പോയാൽ മാത്രമേ പ്രോഗ്രസ് നമുക്കൊരു ബെനിഫിറ്റ് ഉണ്ടാവുള്ളൂ. അതായത് നമുക്ക് കിട്ടുന്ന എനർജി റിന്യൂവബിളിൽ നിന്നാണ്, അത് നമ്മൾ യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് വെഹിക്കിളിലാണെങ്കിൽ രണ്ടും ഒരു വിൻ വിൻ സിറ്റുവേഷൻ ആയിരിക്കും. അതല്ലേ കണ്ണൻ സാർ പറഞ്ഞതല്ലേ? എന്തോ സാർ പറഞ്ഞതല്ലേ, ഉദ്ദേശിച്ചതല്ലേ? നമ്മൾ രണ്ടും ഹാൻഡ് ഇൻ ഹാൻഡ് ആയിട്ട് പോയാൽ മാത്രമേ. സാർ ഞാൻ അതിലൊരു സ്റ്റഡി നടത്തിയത്, നമുക്ക് ഒരു ജോർജ് ജോൺ എന്ന് പറയുന്ന മൂവാറ്റുപുഴയിലെ ഒരു കാറ്, പുള്ളി നെക്സോൺ കാർ എടുത്തു. എന്നിട്ട് പുള്ളി 5 കിലോവാട്ടിന്റെ വീട്ടിൽ പവർ പ്ലാന്റും വെച്ചു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്ക് ഫ്രീ എനർജി ആയി. ഇപ്പൊ 3 മാസമായിട്ട് പുള്ളി അത് ഫ്രീ എനർജിയിൽ കാർ ഓടിക്കുവാണ്. ഓക്കെ അതാണ് ഗ്രിട്ടൈ ആയിരിക്കും അല്ലേ? ഗ്രിട്ടയ്യ. ഇപ്പം ഈ കാർ എടുത്ത നമ്മൾ സ്റ്റഡി നടത്തിയിട്ട് ഈ കാർ എടുത്തതിൽ ഒരു 80% മേളിലുള്ള ആളിലും ഈ 5 കിലോവാട്ട് ഓൺ ഗ്രിഡ് വെച്ചു. ഇന്നലെ തിരുവനന്തപുരത്ത് ഒരു 5 കിലോവാട്ടിന്റെ ഇൻസ്റ്റലേഷൻ നടന്നു. ആ ചെയ്ത ആള് നമ്മുടെ ഇവിടെ ക്ലാസ്സിലുണ്ട്. എന്നിട്ട് അവര് എന്തിനാ 5 കിലോവാട്ട് ഇൻവെർട്ടർ ഇത് വെച്ചെന്ന് പറഞ്ഞാല് നെക്സോണിന്റെ കാർ എടുക്കാൻ വേണ്ടിയാണ് സോളാർ ഓൺ ഗ്രിഡ് വെച്ചത്. അതായത് കാർ എടുക്കുന്നതിന് മുമ്പേ അതാണ് ഞാൻ പറഞ്ഞത്, ദീസ് ടു ടെക്നോളജീസ് ഷുഡ് ഗോ ഹാൻഡ് ഇൻ ഹാൻഡ്. കൈകോർത്ത് പോയാൽ വിജയം ഉണ്ടാവത്തുള്ളൂ. ഈ രണ്ട് ടെക്നോളജി, EVയും ഇലക്ട്രിക് വെഹിക്കിളും സോളാറും. പിന്നെ വേറൊരു ഓപ്പർച്യൂണിറ്റി ഉള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ ഡീസൽ ജനറേറ്റർ സെറ്റ്. ഇത് മിക്ക സ്ഥാപനങ്ങളിലും നമ്മളൊരു ബാക്കപ്പിന് ഒരു DG സെറ്റ് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ബാക്കപ്പ് പവർ അൺഇൻറ്ററപ്റ്റഡ് കിട്ടുമെങ്കിലും എമർജൻസിയിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാമെങ്കിലും ഒരു യൂണിറ്റിന് ഏകദേശം 25 രൂപയാണ് നമ്മൾ കൊടുക്കുന്നത്. സോ ഇത് നമുക്ക് ബാറ്ററി ഓറിയന്റഡ് ആയിട്ടുള്ള സോളാർ എനർജി, സോളാർ വിത്ത് ഓഫ് ഗ്രിഡ് സിസ്റ്റത്തിലേക്ക് മാറാൻ പറ്റുമെങ്കിൽ ഇറ്റ് വിൽ ബി വെരി വെരി ഗുഡ്. ബിക്കോസ് പേ ബാക്ക് വളരെ ഫാസ്റ്റ് ആയിരിക്കും. സാറ് പറഞ്ഞ വളരെ ശരിയാ. കാരണം നമ്മളെ ഇതിന്റെ കാറിന്റെ ഒരു കണക്കെടുത്തിട്ട് വരുന്ന 20 വർഷത്തേക്ക് ആ കാർ ഓടുവാണെങ്കിൽ 4000 കിലോമീറ്റർ ഓടുവാണെങ്കിൽ ഏതാണ്ട് 48 ലക്ഷം രൂപ വേണം ഈ പെട്രോൾ അടിക്കുന്നതിന് മാത്രം. അപ്പൊ അത് അത്രയും കാശ് ലാഭമാണ് ഒരു 5 കിലോവാട്ട് ഓൺ ഗ്രിഡ് സോളാർ വെക്കുമ്പോൾ. അല്ല, ഈ ജനറേറ്ററിന്റെ കാര്യത്തിലും അതാണ്. നമുക്ക് ഇപ്പൊ നമ്മളൊരു ബിൽഡിംഗ്, നമ്മളിപ്പോ ഒരു കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ആണ് സോളാർ ചെയ്യുന്നതെന്ന് വെക്കുക. നമ്മൾ ആ ചെയ്യുന്ന സോളാറിന്റെ ഒരു 20% 30% യു ഡു ഇറ്റ് ഓഫ് ഗ്രിഡ്. നമ്മൾ ഓൺ ഗ്രിഡ് വേണമെന്നായിരിക്കും കൂടുതൽ ആൾക്കാർ ഡിമാൻഡ് ചെയ്യുന്നത്. നമ്മൾ അതിലൊരു 30% 20% നമ്മളത് ഓഫ് ഗ്രിഡ് കൂടെ ചെയ്യുക. സോ ഈ DG സെറ്റ് തന്നെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റിയേക്കും. ഇപ്പൊ ഹൈബ്രിഡ് ഉണ്ട് സാർ. ഇപ്പൊ ഹൈബ്രിഡ്, അതെ ഹൈബ്രിഡ് ആയാലും അത് ഓക്കെയാണ്. ഇപ്പൊ ഹൈബ്രിഡ് വരുന്നുണ്ട്. അതെ സാറേ, സാറിന്റെ ആ നെക്സോൺ കാറിന്റെ ഒരു ബാറ്ററി ഉണ്ടാവല്ലോ, ഒരു 30 കിലോവാട്ട് അവറിന്റെ. അത് ഇപ്പൊ ഈ പറഞ്ഞ അനീഷ് രാജേന്ദ്രൻ സാർ മറ്റേ ഈ മോളിലൊക്കെ പറഞ്ഞില്ലേ, ഒരു അതുപോലെ നമുക്ക് വീടുകളിലേക്കും ചിലപ്പോ ഭാവിയിൽ പറ്റുമായിരിക്കും അല്ലേ? അല്ല, ഒരു ഇൻവെർട്ടർ സിസ്റ്റം പോലെ വലിയ ചെലവില്ലാണ്ട്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കറണ്ട് പോവുകയാണെങ്കിൽ ഒരു ജനറേറ്റർ ആയിട്ട് വർക്ക് ചെയ്യും. ഇപ്പൊ സാറ് പറഞ്ഞ ഓപ്ഷനിൽ നമുക്ക് ആഡ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ V2G ആവും. അതായത് നമ്മുടെ വീട്ടിൽ അത് വന്ന് തുടങ്ങുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നെക്സ്റ്റ് മന്ത് ഏതോ ഒരു കമ്പനി അത് ഇവിടെ ലോഞ്ച് ചെയ്യുന്നുണ്ട്. V2G വരും. V2G ഈ ഒരു നെക്സ്റ്റ് ഇയർ പകുതി ഒരു ജൂണിന് മുമ്പായിട്ട് ഇവിടെ V2G ചാർജസ് വരും. അത് ബയോഡയറക്ഷനിലായിരിക്കും. എന്ന് പറഞ്ഞാൽ ചാർജർ ബയോഡയറക്ഷനിലായിരിക്കും. നമുക്ക് 1 വേ ആയിരിക്കില്ല, 2 വേ ആയിരിക്കും. ചാർജറിൽ നിന്ന് വെഹിക്കിളിലോട്ടും കൊടുക്കാൻ പറ്റും, വെഹിക്കിളിൽ നിന്ന് ചാർജറിലേക്കും തിരിച്ച് സപ്ലൈ കൊടുക്കാൻ പറ്റും. നോർമൽ ചാർജിങ് സ്റ്റേഷനിൽ V2G പറ്റത്തില്ല. ബയോഡയറക്ഷൻ സ്പെഷ്യൽ ടൈപ്പ് ചാർജിങ് സ്റ്റേഷൻസ് വേണം. അപ്പൊ നമുക്കൊരു ഇത് അഡ്വാൻറ്റേജ് ആകുന്നത്, ഇപ്പൊ നമ്മളൊരു വലിയ ഷോപ്പിംഗ് മാൾ എടുത്തു. ആ ഷോപ്പിംഗ് മാളിൽ ഒരു കാർ പാർക്കിംഗ് ഏരിയ ഉണ്ടാവും. നമ്മൾ സെല്ലാറിലോ ഒരു കാർ പാർക്കിംഗ് ഏരിയ ഉണ്ടാവും. നമുക്ക് 100 കാർ പാർക്ക് ചെയ്യാം. അതിലൊരു 25% 25 കാറുകൾക്ക് നമ്മൾ ഒരു ഇങ്ങനെ ഒരു V2G ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് ഒരു എനർജി സ്റ്റോറേജ് ആയിട്ട് നമുക്ക് ബാക്കപ്പ് അതിൽ നിന്ന് എടുക്കാം. അപ്പൊ നമുക്ക് ഇതിന് ആ കാർ ഓണർക്ക് നമുക്ക് ഇതിന് എനർജി ചാർജ് നമുക്ക് പേ ചെയ്തുകൊണ്ട് ചെയ്യാൻ പറ്റും.
സാറ് പറഞ്ഞത് നല്ലൊരു ഓപ്ഷനാണ്. കാരണം ഇപ്പൊ ഒരു ചെറിയൊരു ജനറേറ്റർ, ഒരു 5 കിലോവാട്ടിന്റെ 10 കിലോവാട്ടിന്റെ ജനറേറ്റർ വീട്ടിലേക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഇതിൽ നിന്ന് കാറ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ വീട്ടിലേക്ക് ഒരു ജനറേറ്ററും ആയി. കാർ അപ്പോഴത്തേക്ക് എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. അതെ, അതിൽ 30 കിലോവാട്ട് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 25 യൂണിറ്റ് അല്ലെ 20 യൂണിറ്റ് എങ്കിലും നമുക്ക് എടുക്കാം. അത് ഫുൾ ചാർജിങ് ആണെങ്കിൽ ഒരു 10 യൂണിറ്റ് നമുക്ക് അത്യാവശ്യ ഘട്ടത്തിന് അത് യൂസ് ചെയ്യുകയും ചെയ്യാം. നല്ലൊരു പുതിയൊരു വാർത്തയായിരുന്നു സാറ് V2G പറഞ്ഞെന്ന് പറയുന്നത്. V2G എന്ന് പറയുന്നത് കൂടുതൽ ജാപ്പനീസ് അവിടെയാണ് കൂടുതൽ ഇത് യൂസ് ചെയ്യുന്നത്. ജപ്പാൻ ആണ് അതിന്റെ ഒരു V2G ഇതെന്ന് പറയുന്നത്. ഇപ്പൊ നെതർലാൻഡ്സിൽ ജർമ്മനിയിലും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ? സാർ, ഇൻ ഫ്യൂച്ചർ വരാനിരിക്കുന്ന ടെക്നോളജിയെ സംബന്ധിച്ച് സാറിനൊന്ന് പറയാമോ? ഇതേപോലുള്ള സാർ ഫ്യൂൽ സ്വിച്ചിങ് ആണോ അതോ? അതെ, ഫ്യൂൽ സ്വിച്ചിങ്ങിനെ സംബന്ധിച്ചോളം ഇപ്പൊ ട്രെൻഡിങ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇപ്പൊ ഇതിൽ നമ്മൾ അവതരിപ്പിച്ചത്. ഇനി നമുക്ക് ഫ്യൂച്ചറിൽ വരുന്ന, ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ നമ്മൾ ഇപ്പോഴത്തെ ഡെവലപ്പിംഗ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ട്രെൻഡിങ് 2 ഏരിയാസ്, ഒന്ന് റിന്യൂവബിൾ എനർജിയും ഒന്ന് മൊബിലിറ്റിയുമാണ്. ഇത് രണ്ടിലുമാണ് ഇപ്പൊ കൂടുതൽ നമ്മൾ എല്ലാ റിസർച്ചും കാര്യങ്ങളും എല്ലാം നടക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിൽ വരുന്ന ഈ V2G പോലെയുള്ള ടെക്നിക്ക്, ബാറ്ററി എനർജി സ്റ്റോറേജ് വേറെ നല്ലൊരു ഏരിയയാണ്. അപ്പൊ അതിൽ നമുക്ക് ഈ ബാറ്ററി പോലെ തന്നെ നമുക്ക് ഫ്യൂൽ സെല്ല് ഇപ്പോൾ റിസർച്ച് നടക്കുന്നുണ്ട്. ഫ്യൂൽ സെല്ല് വെച്ചിട്ട് അപ്പൊ അതും മൊബിലിറ്റിയായിട്ട് കണക്ട് ചെയ്യാൻ നോക്കുന്നുണ്ട്. നമ്മൾ ഹൈഡ്രജൻ ഫ്യൂൽ ആക്കിക്കൊണ്ട് എങ്ങനെ നമുക്ക് ഫ്യൂൽ സെല്ല് യൂസ് ചെയ്യാം. പക്ഷെ അതും ഇതുപോലെ നമുക്ക് കുറച്ച് കൺസ്ട്രെയിൻസ് ഉണ്ട്. നമുക്ക് അതിന്റെ സേഫ്റ്റി ഇഷ്യൂസ്, പിന്നെ അതിന്റെ ഫ്യൂൽ ഡെൻസിറ്റി കുറവാണ്. അപ്പം ഹൈഡ്രജൻ എങ്ങനെ സോഴ്സ് ചെയ്യും, എങ്ങനെ ഹൈഡ്രജൻ പ്രൊഡ്യൂസ് ചെയ്യും, സോ ഇങ്ങനെയൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. സോ ഇതൊക്കെയാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ടെക്നോളജീസ്. സാർ, ഇനിയിപ്പോ നിലവില് കേന്ദ്ര ഗവൺമെന്റോ കേരള ഗവൺമെന്റോ ഇതേപോലുള്ള ഒരു സ്വിച്ചിങ്ങിലേക്ക് വരുന്ന ആളുകളെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് എന്തെങ്കിലും സബ്സിഡി പ്രോഗ്രാമോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പ്രൊവിഷൻസ് ഇപ്പൊ നിലവിലുണ്ടോ? നിലവിൽ ഇത് മാത്രമേ ഉള്ളെന്ന് തോന്നുന്നു. ഈ സോളാറിന് കൊടുക്കുന്ന ഇപ്പൊ സബ്സിഡി ഇല്ലല്ലോ. നേരത്തെ സബ്സിഡി ഉണ്ടായിരുന്നു. സബ്സിഡി വരുന്നുണ്ട്, അവർ അനൗൺസ് ചെയ്തായിരുന്നു, ഇതായിട്ടില്ല. ഗവൺമെന്റ് ഫണ്ടഡ് ചില പ്രോജക്ട്സ് നടക്കുന്നുണ്ട്. ഇങ്ങനെ ഫ്യൂൽ സ്വിച്ചിങ് ഇതിലേക്ക് നമ്മൾ എനർജി മാനേജ്മെന്റ് സെന്റർ തന്നെ കുറച്ച് പ്രൊജക്ട്സ് നമ്മൾ മുമ്പ് ചെയ്തിരുന്നു. ഇപ്പൊ പക്ഷെ നമ്മള് ഇപ്പൊ ഈ കോവിഡിന് ശേഷം ഇപ്പൊ ആരും ഇതിലേക്കൊന്നും താല്പര്യത്തിൽ വരുന്നില്ല. ഇപ്പൊ എല്ലാ എക്കോണമിയൊക്കെ പഴയതുപോലെ ബിൽഡപ്പ് ചെയ്ത് വരുന്ന ഒരു സമയമാണല്ലോ. അപ്പൊ ഇതില് തീർച്ചയായിട്ടും ഇതുപോലെ നമുക്ക് ഫണ്ടഡ് പ്രോജക്ട്സ് ആയിട്ടൊക്കെ ചെയ്യാൻ പറ്റും. സബ്സിഡി നിലവിലൊന്നിലും ഇല്ല. ഇപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളും സബ്സിഡി വന്നു തുടങ്ങിയിട്ടില്ല. ഇപ്പൊ സാർ ആലപ്പുഴയിൽ ഒരു ബോട്ട് ചെയ്യുന്ന ആരും പറഞ്ഞില്ലേ? അതുകൂടെ ആലപ്പുഴയിൽ നമ്മൾ ചെയ്യുന്നത് അതൊരു പുതിയൊരു കൺസെപ്റ്റ് ആണ്. നമ്മളൊരു ഹൗസ് ബോട്ട് നമ്മൾ ഫുള്ളി സോളാർ പവർ ചെയ്തിട്ട് നമ്മൾ അതിന്റെ ഈ ഹൗസ് ബോട്ടിന്റെ റൂഫ് നമ്മൾ മൊനമ്പ് എന്ന് പറയും. മൊനമ്പ് വെച്ചിട്ടാണല്ലോ അത് ഫുൾ ചെയ്തേക്കുന്നത്. അപ്പൊ അതിന്റെ ഫുള്ള് നമ്മൾ അതിന് റീസ്ട്രക്ചർ ചെയ്തിട്ട് നമ്മൾ റൂഫ് എല്ലാം ഫ്ലെക്സിബിൾ സോളാർ പാനൽ വെച്ചിട്ട് നമ്മൾ കവർ ചെയ്യും. അപ്പൊ അതിൽ നിന്ന് കിട്ടുന്ന കിട്ടുന്ന ഇലക്ട്രിസിറ്റി യൂസ് ചെയ്തിട്ട് നമ്മൾ ഇത് കുറച്ചുകൂടെ എഫിഷ്യന്റ് ആയിട്ട് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ LVDC എന്ന് പറഞ്ഞൊരു ടെക്നോളജി നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്, ലോ വോൾട്ടേജ് DC. അപ്പൊ ഇതിനകത്ത് ഉപയോഗിക്കുന്ന എല്ലാ എക്യുപ്മെന്റ്സും DC 48 വോൾട്ടിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. അതായത് നമുക്ക് ട്യൂബ് ലൈറ്റും ഫാനും നമ്മുടെ എയർ കണ്ടീഷണർ ഉൾപ്പെടെ എല്ലാ എക്യുപ്മെന്റ്സും നമ്മൾ 48 വോൾട്ട് DC-യിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. സോ ഇവിടെ കൺവേർഷൻ ലോസ് വരുന്നില്ല. നമ്മൾ സോളാറിൽ നിന്ന് കിട്ടുന്ന DC ജസ്റ്റ് കണ്ടീഷൻ ചെയ്ത് നമ്മൾ DC to DC കൺവേർട്ടർ വെച്ചിട്ട് കൺവേർട്ട് ചെയ്തിട്ട് നമ്മൾ ഒരു MPPT കൺട്രോളർ വെച്ചിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതിനകത്ത് നമുക്കൊരു 30% സേവിങ്സ് ഉണ്ടെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. പിന്നെ ഇത് നമ്മുടെ ഫസ്റ്റ് ഫേസ് ആണ്. ഇതിന്റെ സെക്കൻഡ് ഫേസിൽ നമ്മളത് ഇലക്ട്രിക് പ്രൊപ്പൽഷനിലേക്കും കൂടെ, അതായത് പ്രൊപ്പൽഷൻ എഞ്ചിൻ മാറ്റി നമ്മൾ ഇലക്ട്രിക് പ്രൊപ്പൽഷനിലേക്കും കൂടെ മാറാനായിട്ട് നോക്കുന്നുണ്ട്. അത് നമ്മൾ അതിന്റെ സ്റ്റഡീസ് ഒക്കെ ഇപ്പൊ നടക്കുന്നതേ ഉള്ളൂ. കാരണം അതിന്റെ ബോട്ടിന്റെ ഡൈനാമിക്സും അതിന്റെ ഇതൊക്കെ നോക്കണം. നമ്മൾ ഈ ഫസ്റ്റ് ഫേസ് കഴിഞ്ഞ ഉടനെ തന്നെ അത് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു ഇതിലാണ് നമ്മൾ. ബോട്ടിന്റെ നമ്മൾ ഡിസംബറോട് കൂടി വർക്ക് തീരുന്നതാണ് ഈ നമ്മുടെ ഫസ്റ്റ് ഫേസിന്റെ. അപ്പൊ അതൊരു നെറ്റ് സീറോ കൺസെപ്റ്റിലേക്കാണ് പോകുന്നത്. സോളാർ പവർ ചെയ്യുന്നു, ഫുള്ളി നമ്മൾ LVDC വെച്ച് ഇത് യൂസ് ചെയ്യുന്നു. സാർ, ഈ പറഞ്ഞ ബോട്ടിലിന് ശരാശരി ഒരു 800 രൂപ അവർക്ക് ഡീസൽ കോസ്റ്റ് വരുന്നുണ്ടല്ലേ? അതിന്റെ ഒരു കാൽക്കുലേഷൻ എടുത്തിട്ടല്ലേ? സാറേ കേൾക്കുന്നില്ല. അവര് ബോട്ടിന് വേണ്ടി ഒരു 800 രൂപ 1000 രൂപയ്ക്ക് ഇടയ്ക്ക് അവർക്ക് ഒരു ദിവസം
അതിന്റെ അതെ ഡീസലാണ് അവിടെ. അപ്പൊ ഡീസൽ വെച്ച് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല, അത് 2 മോഡായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ചില ബോട്ട്സിൽ ഫുൾ ഡീസൽ പവർഡ് ആയിരിക്കും. ഇപ്പൊ നമ്മൾ ചെയ്യുന്ന ബോട്ടിൽ 2 ഫേസ് ആയിട്ടാണ്. അതിൽ എയർ കണ്ടീഷനിങ് വേണ്ട എന്നുള്ള സാഹചര്യത്തിൽ ഇൻവെർട്ടർ ആണ്. അതായത് AC ആയിട്ടും നോൺ AC ആയിട്ടും സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പൊ AC മോഡൽ വരുമ്പോൾ മാത്രമാണ് എയർ കണ്ടീഷണർ പ്രവർത്തിപ്പിക്കാൻ മാത്രം DG സെറ്റ് ഓൺ ചെയ്യും. അല്ലാത്ത ടൈമിൽ ബാറ്ററി വെച്ചിട്ട് ഇൻവെർട്ടർ വെച്ചിട്ടാണ് കൊടുക്കുന്നത്. അപ്പൊ ഈ DG സെറ്റ് ഓൺ ചെയ്യുമ്പോൾ ഈ ഒരു യൂണിറ്റിന് 25 രൂപ 26 രൂപ വെച്ച് കൊടുക്കേണ്ടി വരും. ആണ് സാർ പറഞ്ഞ കറക്റ്റ് ആണ്. ഒരു ദിവസം 1000 രൂപ വെച്ചിട്ട് എടുക്കേണ്ടി വരും. അത് നല്ലൊരു ഓപ്ഷനാണ് സാർ. ആലപ്പുഴയിൽ ഒരു 1500 ഹൗസ് ബോട്ടുകളുണ്ട്. ഈ ഇത്രയും ഡീസൽ കത്തി അവിടെ ശരിക്കും പറഞ്ഞ പൊല്യൂട്ടഡ് ആണ്. പണ്ടൊക്കെ അതെ നമ്മളത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് ചെയ്യുന്ന ഒരു പ്രൊജക്ട് ആണ്. ഇത് സസ്റ്റൈനബിൾ പ്രൊജക്ട് ആണ്. ഇനി ഡൗട്ട് ഒന്നും ഇല്ലെങ്കിൽ പറഞ്ഞു. അതെ സാറേ, ഈ ഹോട്ടൽ ഇൻഡസ്ട്രീസിൽ ഉപയോഗിക്കുന്ന ഇൻഡക്ഷൻ കുക്കേഴ്സ് സപ്ലൈ ചെയ്യുന്ന ആരെങ്കിലും സപ്ലയർ ഉണ്ടോ? അത് നമ്മുടെ ഗ്രൂപ്പിൽ നമ്പർ ഇട്ടിട്ടുണ്ട്. ഗിരീഷ് ഇലക്ട്രിക്കൽസ് അതിന്റെ നമ്പർ ഇട്ടിട്ടുണ്ട് നമ്മൾ അതിന്റെ. വെരി ഗുഡ് ഓക്കെ, ഞാൻ നോക്കാം. വേറെ എന്തെങ്കിലും? ഞാൻ ഷെയറിംഗ് ഒന്ന് എൻഡ് ചെയ്തോട്ടെ സാറേ. ഷെയറിംഗ് ക്ലോസ് ചെയ്തു സാറേ. ഓക്കെ. സാറേ, അനീഷ് സാർ വളരെ 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 എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു സാർ. അത് സിമ്പിളായിട്ട് ഞങ്ങൾക്ക് വളരെ ലളിതമായിട്ട് പറഞ്ഞു തന്നു. അത് മാത്രമല്ല, ഞങ്ങൾക്ക് സോളാർ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന അനവധി മേഖലകൾ ഞങ്ങൾക്ക് അതിൽ നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞു. കാരണം ഒരു ഇലക്ട്രിസിറ്റിക്ക് പകരം ഇലക്ട്രിസിറ്റിയേക്കാളും ഏറ്റവും കൂടുതൽ സോളാർ ഇംപ്ലിമെന്റ് ചെയ്താൽ കസ്റ്റമർക്ക് പ്രോഫിറ്റ് ശരിക്കും ഇതേപോലെ ഫ്യൂൾ സ്വിച്ചിങ്ങിനാണെന്ന് ഞങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടി. ഇനി ഏതെല്ലാം മേഖലകളിൽ നമുക്കത് ഇൻസ്റ്റാൾ ചെയ്യാന്നുള്ള കാര്യങ്ങളും ഞങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഇൻ ഫ്യൂച്ചറിൽ സോളാർ ബിസിനസ് ഒരു കോമ്പറ്റീറ്റീവ് ആവുമ്പോൾ വ്യത്യസ്ത മേഖലകളിലേക്ക് ഇവർക്ക് തിരിയാനും അതുപോലെ പുതിയ പുതിയ ഓർഡർ എടുക്കാനും, അതായത് ഒരു കോമ്പറ്റീഷൻ ഇല്ലാതെ സോളാർ മേഖലയിൽ ഓർഡർ എടുക്കാൻ തക്കവണ്ണം വലിയൊരു പോസിറ്റീവായിട്ടുള്ള വിവരങ്ങളായിരുന്നു സാർ ഇപ്പം ഞങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും വളരെ കൂടുതൽ വാല്യൂബിൾ ആയിട്ടുള്ള ഒരു വിവരങ്ങൾ ഉണ്ടായിരുന്നു. ഇനിയും ഞങ്ങൾ ഇടയ്ക്ക് സാറിനെയൊക്കെ ഒന്ന് വിളിച്ച് ബുദ്ധിമുട്ടിക്കും. സാറിന്റെ കുറച്ച് സാർ ഒരു സജഷനും കൂടെ. നമ്മളിപ്പോ ഇത് പറഞ്ഞപ്പോ പെട്ടെന്ന് ഓർമ്മ ഒന്ന് പറയാണ്. ഇപ്പൊ നമ്മളിപ്പോ ഈ ഒരു സെഷൻ കേട്ട ശേഷം നമ്മൾ MSME ഇൻഡസ്ട്രീസിലൊക്കെ നിങ്ങളൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുമല്ലോ. അപ്പൊ അവിടെ ഏതെങ്കിലും ഇൻഡസ്ട്രീസിൽ എനർജി ഓഡിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, ശരിക്കും ഞങ്ങൾ ചെയ്യുന്നില്ല, ഞങ്ങൾ എനർജി ഓഡിറ്റ് ചെയ്യുന്നില്ല, ഞങ്ങൾ അതിന്റെ പോളിസി ഇവാലുവേറ്റ് ചെയ്യുന്ന, നമ്മൾ ആ ഓഡിറ്റ് ഇവാലുവേറ്റ് ചെയ്യുന്ന ഏജൻസിയാണ്. അപ്പൊ ഞങ്ങൾക്ക് 45 എനർജി ഓഡിറ്റേഴ്സ് ഞങ്ങൾ എംപാനൽ ചെയ്തിട്ടുണ്ട്. നമ്മൾ 45 പേരെ എംപാനൽ ചെയ്തിട്ടുണ്ട്. അതിൽ ഏകദേശം 12 പേരാണ് കേരളത്തിൽ ആക്റ്റീവ് ആയിട്ടുള്ളത്. അപ്പൊ നമുക്ക് എവിടെയെങ്കിലും എനർജി ഓഡിറ്റ് ചെയ്യണം. അപ്പൊ നിങ്ങൾ ഇത് സോളാറിന്റെ ഒരു പ്രപ്പോസൽ ആയിരിക്കുമല്ലോ പോകുന്നത്. അപ്പൊ നമ്മൾ ഫ്യൂൽ സ്വിച്ചിങ് വേണമെന്ന് പറയും. സോ എന്താണ് മാറ്റേണ്ടത്, എന്ത് എനർജിയാണ് അവിടെ യൂസ് ചെയ്യുന്നത്, അത് എത്രത്തോളം മാറണം, അപ്പൊ ഇതൊക്കെ നമ്മൾ പഠിക്കുന്നത് ഒരു എനർജി ഓഡിറ്റിൽ കൂടെയാണ്. അപ്പൊ ഈ എനർജി ഓഡിറ്റ് ചെയ്യാൻ ഏതെങ്കിലും കസ്റ്റമറിന് താല്പര്യം കാണിക്കുകയാണെങ്കിൽ തീർച്ചയായും എനർജി മാനേജ്മെന്റ് സെന്ററിലേക്ക് ഗൈഡ് ചെയ്യാവുന്നതാണ്. എന്റെ നമ്പർ കൊടുക്കാവുന്നതാണ്. അപ്പം ഞങ്ങൾ എംപാനൽ ചെയ്ത എനർജി ഓഡിറ്റേഴ്സുമായിട്ട് ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാം. അപ്പോൾ നമുക്കത് എക്സിക്യൂട്ട് ചെയ്ത്, അപ്പൊ ആ ഒരു എനർജി ഓഡിറ്റ് റിപ്പോർട്ട് കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ഈ ഇംപ്ലിമെന്റ് ചെയ്യുന്ന സോളാർ ഏജൻസിക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ടൊരു ഐഡിയ ഉണ്ടാവും. നമ്മൾ അതിൽ പ്ലാന്റിന്റെ കപ്പാസിറ്റി അടക്കമാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. എനർജി ഓഡിറ്റർ റെക്കമെൻഡ് ചെയ്യുന്നതിൽ നമ്മൾ ഫ്യൂൽ സ്വിച്ച് ചെയ്യുമ്പോൾ എങ്ങനെ സ്വിച്ച് ചെയ്യാം, അതിന്റെ പേ ബാക്ക് എങ്ങനെയാണ്, അത് എത്ര കപ്പാസിറ്റി ഉള്ള സോളാർ വെച്ച് നമുക്കത് ഓഫ് സെറ്റ് ചെയ്യാം. സോ അപ്പൊ ആ ഒരു നിങ്ങൾക്ക് ഒരു കുറച്ചുകൂടെ ക്ലിയർ കട്ട് ഐഡിയ ഉണ്ടാവും. അപ്പൊ അതും കൂടെ നോക്കാവുന്നതാണ് കേട്ടോ സർ. താങ്ക് യു സാർ. സാറിന്റെ ക്ലാസ്സിനെ കുറിച്ചുള്ള കമന്റ്സ് ഒക്കെ നിങ്ങൾക്കൊന്ന് പറയാം. ഫീഡ്ബാക്ക് അല്ലേ, ഒരു ഫീഡ്ബാക്ക് ആരെങ്കിലും പറയാം അല്ലേ? നെഗറ്റീവ് ഫീഡ്ബാക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. നമ്മൾ അടുത്ത പ്രാവശ്യം അത് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. അനീഷ് രാജേന്ദ്രൻ സാറിന്റെ ക്ലാസ് വളരെ നന്നായിരുന്നു. പ്രത്യേകിച്ചും സ്ലൈഡ്സ് ഒക്കെ വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു. സാറിന്റെ എക്സ്പ്ലനേഷൻ വളരെ സിമ്പിൾ ആൻഡ് ക്ലിയർ ആൻഡ് ക്രിസ്പ് ആയിരുന്നു. താങ്ക് യു സർ. താങ്ക് യു സർ. ഇനി ആരെങ്കിലും? താങ്ക് യു സർ.
അനീഷ് സാറിന്റെ പ്രസന്റേഷൻ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിൽ ആയിരുന്നു. ടെക്നിക്കൽ കാര്യങ്ങളാണെങ്കിൽ പോലും വളരെ പെട്ടെന്ന് നമുക്ക് ഗ്രാസ്പ് ചെയ്യാവുന്ന രീതിയിലായിരുന്നു. അതുപോലെ തന്നെ ഏറ്റവും വലിയൊരു എടുത്തു പറയാവുന്ന പ്രത്യേകത വളരെ ഒതന്റിക് ആയിട്ടുള്ള കണ്ടന്റ് ആണ് നമുക്കതിൽ കൂടെ കിട്ടിയിരിക്കുന്നത്. താങ്ക് യു സോ മച്ച് സാർ. താങ്ക് യു സാർ. ഞങ്ങൾ സ്ലൈഡ് ഷെയർ ചെയ്യാം കേട്ടോ സാർ. ഓക്കെ, താങ്ക് യു സാർ. ഓക്കെ. ഇനി ആരെങ്കിലും കമന്റ് പറയാൻ ആഗ്രഹിക്കുന്നു? അതൊരു പ്രോത്സാഹനമാണ് അവർക്ക്. ഈ പിന്നെയും മെച്ചമായിട്ട് ക്ലാസ് എടുക്കാനായിട്ട് പ്രോത്സാഹനം കിട്ടുന്നത് നിങ്ങളുടെ കമന്റ്സ് ആണ്. കാരണം ഇനിയും സാറ് പ്രിപ്പയർ ചെയ്ത് കൂടുതൽ മികച്ചമായിട്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ആർക്കെങ്കിലും ഒരാൾ കൂടെ പറയാമോ? നന്നായിരുന്നു അനീഷ് സാറ്, നല്ല ക്ലാസ് ആയിരുന്നു. സിമ്പിൾ ആയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു, മനസ്സിലായി. താങ്ക്സ് സാർ. താങ്ക് യു സാർ. ഓക്കെ അനീഷ് സാർ, ഞങ്ങളുടെ എല്ലാവരുടെയും പേര് സാറിന് താങ്ക്സ് പറയുന്നു. സാറ് EMCയിലെ ഇതിന്റെ കാര്യത്തിൽ സാർ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് എനർജി ഓഡിറ്റിങ്ങിന്റെ കാര്യത്തിൽ വരുമ്പോൾ ഞങ്ങൾ സാറിനെ കോൺടാക്ട് ചെയ്യാം. കാരണം ഒരു കമ്പനി ഞങ്ങളെ സമീപിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത് ഒരു ചെറിയ ലെവലിലല്ല, ഒരു 50 കിലോവാട്ടോ 100 കിലോവാട്ടോ സോളാർ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന പ്ലാന്റുകളുടെ കാര്യത്തിലാണെങ്കിൽ കൂടുതൽ നോക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ളിടത്ത് തീർച്ചയായും എനർജി ഓഡിറ്റിങ്ങിന്റെ ആവശ്യം വരും. ഗവൺമെന്റ് ബിൽഡിംഗ്സിലും ചെയ്യുന്നുണ്ടോ? ഇപ്പൊ നിങ്ങൾ ഗവൺമെന്റ് ബിൽഡിംഗ്സിലും ചെയ്യുന്നുണ്ടോ? ഗവൺമെന്റ് ബിൽഡിംഗ്സിൽ സോളാർ വെക്കുന്നോ സാറേ? അതെ അതെ. ഇപ്പൊ ഗവൺമെന്റ് ബിൽഡിംഗ്സ് ഞാൻ ചോദിക്കാൻ കാര്യം, ഇപ്പം നമുക്കൊരു പുതിയൊരു ഗവൺമെന്റ് ഓർഡർ വന്നിട്ടുണ്ട്. ഒരു ജിയോ നമ്പർ 87 എന്ന് പറഞ്ഞൊരു ഗവൺമെന്റ് ഓർഡർ വന്നിട്ടുണ്ട്. അതിൽ പറയുന്നത്, അതിൽ ഞങ്ങൾക്കും റോൾ ഉണ്ട്, അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്. അതിനകത്ത് പറയുന്നത് ഈ ഗവൺമെന്റ് ബിൽഡിംഗ്സ് ഈ ഗവൺമെന്റ് ബിൽഡിംഗ്സ് എന്തോ ആകട്ടെ, ഇപ്പൊ നമ്മള് ഇപ്പം എക്സാമ്പിൾ ഇപ്പൊ നമുക്ക് വില്ലേജ് ഓഫീസ് ആയിരിക്കും, പോലീസ് സ്റ്റേഷൻ ആയിരിക്കും, ഇതെല്ലാം ഗവൺമെന്റ് ഓഫീസുകളാണ്. ഇതിന്റെ ഈ ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ വലിയ ബിൽഡിംഗ് അല്ല, ചെറിയ ബിൽഡിംഗും വരും. അപ്പൊ ഇതിനകത്ത് ഈ സോളാർ വെക്കാനായിട്ട് മാക്സിമം ഒരു സൗരയാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. ഈ സൗര സ്കീം ഉണ്ടല്ലോ KCBയുടെ. അപ്പൊ സൗര പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഒരു അനർട്ട് അല്ലെങ്കിൽ KCB ആണ് നോഡൽ ഏജൻസി ആയിട്ട് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈ സോളാർ വെക്കുന്നതിന് മുമ്പ് ഒരു എനർജി ഓഡിറ്റ് ചെയ്യണം. ആ എനർജി ഓഡിറ്റ് EMC കോർഡിനേറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുണ്ടാവുമെങ്കിൽ അത് ആ ഗവൺമെന്റ് ഓർഡർ ഞാൻ അയച്ചു തരാം. അതും ഒന്ന് ഇട്ടോളൂ സാറേ, ഞാൻ അത് ഗ്രൂപ്പിൽ ഇട്ടോളാം. ഞങ്ങൾക്കൊരു ഗ്രൂപ്പ് ഉണ്ട് സാറേ, ഒരു 700ഓളം പേരോട് അടങ്ങുന്ന ഈ സോളാറുമായിട്ട് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ആളുകളുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ട്. അപ്പം അവർക്ക് നമ്മള് കിട്ടുന്ന ഇതെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുവാണ് ഇപ്പം ചെയ്യുന്നത്. അപ്പൊ അതില് നിങ്ങൾ ആരെങ്കിലും എംപാനൽ ചെയ്തിട്ടുണ്ടോ ഈ ഇതിനകത്തുള്ള? ഇല്ല. ഉണ്ട് സാറേ, ഇതിലൊരു 150ലധികം കമ്പനികൾ ഈ ഗ്രൂപ്പിലുണ്ട്. അവരിപ്പോ എല്ലാരും ഇതിൽ വന്നിട്ടില്ല. ഇവരൊക്കെ ഇത് ചെയ്യുന്നത് ചിലര് ഒരു വീഡിയോ നമ്മുടെ ആവശ്യപ്പെടും. ഇതിന്റെ വീഡിയോ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്നിട്ട് അവരതിന്റെ വീഡിയോ എടുത്തിട്ട് പിന്നീട് അവര് കാണാറുണ്ട്. അങ്ങനെയാണ് കൂടുതൽ. കുറച്ചുപേരെ, ഒരു 30-40 പേരൊക്കെ ഉള്ളു സാധാരണ രീതിയിൽ വരുന്ന. ഇന്ന് എനിക്ക് തോന്നുന്നു സോളാർ അല്ല ഒരു വിഷയം എന്നുള്ളത് ചിന്തിച്ചിട്ടായിരിക്കും അനേകരും വരാതിരുന്ന. പക്ഷെ ഇലക്ട്രിക്കലിലേക്ക് ഇത് ശരിക്കും ഒരു ഈ വിഷയം, ഇത് ഫ്യൂൽ സ്വിച്ചിങ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് പാർട്ട് ഓഫ് എനർജി ഓഡിറ്റ് ആണ്. ഇത് നമ്മളെല്ലാം എനർജി ഓഡിറ്റിനകത്ത് വരുന്ന ഒരു സബ്ജക്റ്റ് ആണ് ഫ്യൂൽ സ്വിച്ചിങ് എന്ന് പറയുന്നത്. ഫ്യൂൽ സ്വിച്ചിങ് ഉണ്ട്, എനർജി സ്വിച്ചിങ് ഉണ്ട്. എനർജി സ്വിച്ചിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു എനർജി സോഴ്സിൽ നിന്ന് വേറെ എനർജി സോഴ്സിലോട്ട് മാറുക. നേരത്തെ വണ്ടിയുടെ കാര്യം പറയുമ്പോൾ ഗ്യാസിലോട്ട് മാറുക. അപ്പം ഇത് രണ്ടും നമ്മൾ എനർജി ഓഡിറ്റിൽ വരുന്ന ഒരു സബ്സെറ്റ് ആണ്. ഈവൻ റിന്യൂവബിൾ എനർജി, നമ്മുടെ സോളാറും നമ്മുടെ ഇതിനകത്ത് വരുന്ന ഒരു സബ്സെറ്റ് ആണ്. ഓക്കെ സാർ. താങ്ക് യു സാർ. വളരെ നല്ലൊരു പ്രസന്റേഷൻ ആയിരുന്നു സാർ. ഞങ്ങൾ ഇനി ഇടയ്ക്ക് സാറിനെ ഒന്ന് വിളിക്കാം. സാർ ഞങ്ങൾക്കൊന്ന് ഇവിടെ കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരണം. Okay. You are very welcome, sir. And also I express my sincere thanks to give such opportunity to present among the well-experienced people like you, because we are always part of this policy initiatives and all. And നമുക്ക് ഈ ബുക്കിൽ നിന്നുള്ള നോളജ് ആയിരിക്കും കൂടുതൽ കാണുന്നത്. നിങ്ങളൊക്കെ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം കുറച്ചുകൂടെ നമ്മൾ പറയുന്നത് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാനും ഒക്കെ പറ്റുന്നുണ്ട്. പിന്നെ ഇറ്റ് വാസ് എ വെരി നൈസ് ഇന്ററാക്റ്റീവ് ഓൾസോ. മോസ്റ്റ് ഓഫ് ദ സെഷൻസ് വി നോട്ടീസ് ദാറ്റ് വി ടേക്ക് ദ ക്ലാസ് ഇൻ ദ എൻഡ് there will not be 1 or 2 ക്വസ്റ്റ്യൻസ് കിട്ടിയാൽ ഭാഗ്യം. ഇപ്പൊ ഇവിടെ ഇപ്പോ എല്ലാവരും നല്ല ഇന്ററാക്റ്റീവ് ആയിരുന്നു. സോ ഐ താങ്ക്സ് ഫോർ all the organizers and the participants to give this wonderful opportunity. Thank you, sir. Okay, thank you. And also please keep the pace to promote renewable energy, because it is very well required, both renewable energy and e-mobility.
Okay. Thank you, sir. Thank you, sir. Shall I log off, sir? Oh, okay. Okay, sir. അടുത്ത ആഴ്ച നമുക്ക് ഉള്ള വിഷയം എന്ന് പറഞ്ഞാൽ റൂഫ് ടോപ്പ് സോളാറിനെ കുറിച്ചുള്ള ഇത് വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അത് നമുക്ക് ക്ലാസ് എടുക്കുന്നത് ശിവരാമകൃഷ്ണ സാറാണ്. ശിവരാമകൃഷ്ണ സാർ എന്ന് പറയുന്നത് കേരളത്തിലെ എന്നല്ല ഇന്ത്യയിലെ തന്നെ ഒരു ഏറ്റവും മികച്ച ഒരു സോളാർ പരിശീലകനാണ്. കഴിഞ്ഞ 2 ആഴ്ചക്ക് മുമ്പ് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. സാറിന്റെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. അത് ഞാൻ ഗ്രൂപ്പിലിട്ടായിരുന്നു. ആരെങ്കിലും കയറിയോന്ന് എനിക്കറിയില്ല. ആ ക്ലാസ് സാറ് നടത്തിയതിനു ശേഷം അതൊരു കോപ്പറിന്റെ സൊസൈറ്റി ആയിരുന്നു അത് ക്ലാസ് നടത്തിയത്. ആ സാറ് ക്ലാസ് നടത്തിയതിനു ശേഷം അടുത്ത ഫാക്കൽറ്റി വന്നിട്ട് ഈ സാറ് ശിവരാമകൃഷ്ണ സാറ് പറഞ്ഞ പോലെ എന്നും പറഞ്ഞൊരു 15-ലധികം തവണ അത് സംസാരിച്ചിരുന്നു. കാരണം സാറിന്റെ ക്ലാസ് ഒരു വളരെ ഇൻഫർമേറ്റീവ് ആണ്. ഒത്തിരി പുതിയ ആശയങ്ങളുണ്ട്. അതുപോലെ തന്നെ സിമ്പിൾ ആണ്. നല്ലൊരു പ്രസന്റേഷൻ ഉണ്ട് സാറിന്റെ കാര്യത്തില്. തീർച്ചയായും നമുക്ക് നിങ്ങളുടെ അടുത്ത ക്ലാസ് കൂടുതൽ ഇതാക്കാൻ ശ്രമിക്കും. ഇനി നമ്മൾ ഇതേപോലെ ഇന്ന് നമുക്ക് ക്ലാസ് എടുത്തത് EMC ആയിരുന്നു, എനർജി മാനേജ്മെന്റ് സെന്റർ ആയിരുന്നു. ഇനി നമ്മൾ ഗവൺമെന്റ് അതോറിറ്റി എന്നുള്ള പേഴ്സണെ വിളിച്ചിട്ട് നമുക്ക് വ്യത്യസ്ത മേഖലയിൽ നിന്നുള്ള ക്ലാസ്സുകൾ നമ്മൾ നോക്കും. ഇനി നമ്മൾ കൂടുതൽ നോക്കുന്നത് സോളാർ ബിസിനസ് എങ്ങനെ ഇംപ്രൂവ് ചെയ്യാം എന്നുള്ള കാര്യത്തിലാണ്. ആ കാര്യത്തിലാണ് നമ്മളിപ്പോ ഫ്യൂവൽ സ്വിച്ചിങ് പറഞ്ഞത്. ഇനി നിങ്ങൾക്ക് ഇതേപോലുള്ള കമ്പനികളെയും ഈ സ്വിച്ച് ചെയ്യുന്ന കമ്പനികളും മറ്റു ഡീറ്റെയിൽസും ഒക്കെ നിങ്ങൾ തന്നെ ഒന്ന് കളക്ട് ചെയ്യുക, ഞാനും കളക്ട് ചെയ്യാം. അതെടുത്തിട്ട് നമുക്ക് ഗ്രൂപ്പിൽ ഇടുവാണെങ്കിൽ മറ്റുള്ളവർക്ക് ബിസിനസ് ഗ്രോത്ത് ചെയ്യാൻ സഹായിക്കും. ഇതെന്ന് പറഞ്ഞാൽ ഒരു നല്ലൊരു ബിസിനസ്സാണ്. കാരണം ഫ്യൂവൽ സ്വിച്ചിങ് എന്ന് പറയുന്നത് സോളാറിന്റെ ഏറ്റവും ബെസ്റ്റ് ഐഡിയ ആണ്. ഞാനൊരു 5 വർഷത്തിന് മുമ്പ് ഈ കാര്യങ്ങൾ ഒത്തിരി നോക്കിയാണ്. ഈ പറഞ്ഞ ബോട്ട് ഇപ്പൊ ചെയ്യാൻ പോണ ബോട്ട് ഞാനൊരു 3 വർഷത്തിന് മുമ്പ് അത് കൺവേർട്ട് ചെയ്താണ് സോളാറിലേക്ക് ചേഞ്ച് ചെയ്തായിരുന്നു. ഞാൻ ഒരിക്കലും അത് ഗ്രൂപ്പിൽ ഇട്ടിരുന്നു. അത് ആ ബോട്ട് തന്നെയാണ് ഇപ്പോൾ ഇവര് ഫുള്ളി അത് ചെയ്യാൻ പോണത്. അതുപോലെ തന്നെ ഞാൻ ഈ ബേക്കറിലേക്ക് വേണ്ടി ഒരു ഇൻഡക്ഷൻ കുക്കർ തന്നെ പവർ കൂട്ടി ഉണ്ടാക്കി കൊടുത്തിരുന്നു. അതൊരു 2013-14 ആയിരുന്നു. അപ്പോൾ ഇത് സ്വിച്ചിങ് എന്ന് പറയുന്നത്, ഫ്യൂവൽ സ്വിച്ചിങ് എന്ന് പറയുന്നത് കസ്റ്റമർ ഭയങ്കര ബെനിഫിറ്റ് ആണ്. അത് കൂടുതൽ മോർ അഡ്വാൻറ്റേജ് ആണ്. തീർച്ചയായും നമുക്ക് അടുത്ത ക്ലാസ് അത് ശ്രീരാമകൃഷ്ണ സാറിന്റെ നല്ലൊരു ക്ലാസ് ആണ്. അതിൽ നമുക്ക് കാണാം. വേറെ എന്തെങ്കിലും കമന്റ്സ് വല്ലതും ഉണ്ടെങ്കിൽ പറയാം. ക്ലാസിന്റെ കാര്യത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്തനോ സജഷനോ വല്ലതും ഉണ്ടെങ്കിൽ പറയാം. കപിൽ സാർ ഇത്ര നല്ല ക്ലാസ് ഒക്കെ അറേഞ്ച് ചെയ്തതിന് വളരെയധികം താങ്ക്സ്. ഓക്കെ, വെൽക്കം. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ആഴ്ചത്തെ ക്ലാസ്സിന് എല്ലാം കാണാം. എല്ലാവർക്കും നന്ദി. ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. Thank you. Thank you, sir. Thank you.